ഇതിന്റെ മുകളിൽ കയറാൻ പോയപ്പോഴും ഒരു ചെറിയ പിച്ചാത്തി എൻ്റെ അരയ്ക്ക് കുത്തിവെച്ചുകൊണ്ടാണ് അതിന്റെ മുകളിൽ കയറുന്നത്. ഏകദേശം ലാബിന്റെ ഒരു കവട്ടയോട് അടുത്ത സമയത്ത് അതിലേക്ക് സ്റ്റെപ്പ് വെക്കാൻ നോക്കിയപ്പോൾ എന്തോ ഒരു കിറുകരാന്നൊരു ശബ്ദം ഞാൻ കേട്ടു. പെട്ടെന്ന് ഞാൻ ഈ കത്തി വലിച്ചൂരി, ദൈവമേ എന്ന് പറഞ്ഞ് ഇത് കത്തി വലിച്ചൂരി എറിഞ്ഞു. അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രേക്ഷകരോടൊപ്പം വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി കടന്നു വരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോസ് വർഗീസ് അവറുകളാണ്. തൻ്റെ ജീവിതാനുഭവം നമുക്ക് എവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോസ് വർഗീസിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടിയും അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് ദേവദാസനെ. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് പാസ്റ്റർ ജോസ് വർഗീസ് എന്നാണ്. നാട്ടിലെ സുരേഷ് എന്ന മറ്റൊരു പേരും എനിക്കുണ്ട്. ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് രാജസ്ഥാനിലെ ഉദയ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. എനിക്ക് ഭാര്യ ഷൈനി ജോസ് എന്നാണ് പേര്. 4 പെൺകുഞ്ഞുങ്ങൾ. മൂത്ത മോള് ഫേബ ജോസ്, രണ്ടാമത്തെ മോൾ കെസിയ ജോസ്, മൂന്നാമത്തെ ആള് ജൊഹാന ജോസ്, 4-മത്തെ ആള് ജെസിക്ക ജോസ്. മൂത്ത മോള് ഇപ്പോൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ട്രിവാൻഡ്രത്ത് ഒരു ചെറിയ കമ്പനി ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മകള് SABCയിൽ ഇപ്പോൾ 2ാം വർഷം MDUവിന് പഠിക്കുന്നു. ഇപ്പോൾ വർക്കിന് വേണ്ടി നേപ്പാളിൽ കടന്നു പോയിരിക്കുന്നു. മൂന്നാമത്തെ മോള് 12th ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കൊച്ചുമോള് ഇപ്പോൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കർത്താവിന് എല്ലാ മഹത്വം അർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസരം ഇങ്ങനെ ഒരുക്കി തന്ന വലിയവനായ ദൈവത്തിനും അപ്പോൾ തന്നെ അതിനുവേണ്ടി മുഖാന്തരമായി തീർന്ന അരോമ ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അതിൻ്റെ ഡയറക്ടറായിരിക്കുന്ന കർത്താവദാസൻ ഡാനിയൽ ജോൺ പാസ്റ്ററിനും കുടുംബത്തിനും ഈ പ്രേക്ഷകർക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവിന്റെ അത്ഭുതത്തിന്റെ കരം കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടത് ഒന്ന് സാക്ഷീകരിക്കുവാൻ ഇങ്ങനെ ഒരു അവസരം ദൈവം തന്നതിനായിട്ട് മഹത്വം കർത്താവിന് അർപ്പിച്ചുകൊണ്ട് എൻ്റെ ബാല്യകാല അനുഭവങ്ങൾ മുതൽ ഷെയർ ചെയ്യാൻ കർത്താവിന് ശരണപ്പെടുകയാണ്. ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ എൻ്റെ പേര് ജോസ് വർഗീസ് എന്നാണ്. ഞാൻ പത്തനാപുരത്തിനടുത്ത് പത്താഴി എന്ന് പറയുന്ന വില്ലേജിൽ പന്തപ്ലാവ് സ്ഥലത്ത് 12 മുറി എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലമുണ്ട്. അവിടെയാണ് എൻ്റെ വീട്. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ പപ്പയുടെ പേര് വർഗീസ് എന്നാണ്. അദ്ദേഹം നാട്ടിൽ കുഞ്ഞുമോൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. മമ്മിയുടെ പേര് എലിയാമ്മ എന്നാണ്. എനിക്ക് 2 സഹോദരിമാരുണ്ട്. മൂത്ത സഹോദരി സുനിത ലോട്സൺ, രണ്ടാമത്തെ സഹോദരി സ്മിത ഷാലു. അവര് മൂത്ത സഹോദരി ഇപ്പോഴും വിദേശത്ത് ജോലിയുള്ള ബന്ധത്തിലും, രണ്ടാമത്തെ സഹോദരി കർത്താവിന്റെ വേലയിൽ പുനലൂർ സെൻട്രൽ IPCയിൽ ശുശ്രൂഷയിലായിരിക്കുന്നു. എൻ്റെ വൈഫിന്റെ മാതാപിതാക്കളും കർത്തൃ ശുശ്രൂഷയിലാണ്. PMGയുടെ ശുശ്രൂഷകനായി കർത്താവിന്റെ ദാസൻ വൈ സാമുവലിന്റെ മൂത്ത മകളെയാണ് ഞാൻ വിവാഹം ചെയ്തിരിക്കുന്നത്. എൻ്റെ വൈഫിനും 2 സഹോദരങ്ങളുണ്ട്. ഷിജി ജേക്കബ്, സഹോദരൻ ഫിന്നി സാമുവൽ, അങ്ങനെ 2 സഹോദരങ്ങൾ. ഇതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ പശ്ചാത്തലം. ഞാൻ ഒരു ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. എൻ്റെ പപ്പ ജോലിയുള്ള ബന്ധത്തില് ഇന്ത്യൻ എയർഫോഴ്സിലായിരുന്നു. അതുകൊണ്ട് മധ്യപ്രദേശില് ഗോളിയാർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു എൻ്റെ പപ്പ ആ സമയത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1971 യുദ്ധത്തിന്റെ സമയത്ത് ഡിസംബർ മാസം 25-ാം തീയതിയാണ് എൻ്റെ ജന്മം ഗോളിയാറിൽ വെച്ച് നടക്കുന്നത്. അന്ന് എൻ്റെ പപ്പ യുദ്ധത്തോടുള്ള ബന്ധത്തിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിലും എൻ്റെ മമ്മി കഠിനമായ തണുപ്പിന്റെ സമയത്ത് ഞാൻ ജനിച്ചു. വളരെ ബദ്ധപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ആ ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ മാതാപിതാക്കൾ എന്നെ ഒരു വൈദികനായിട്ട് നേർന്ന് ആ രീതിയിൽ എന്നെ വളർത്തി. അതുകൊണ്ട് എൻ്റെ ബാല്യകാലം മുതൽ
ഞാൻ ജനിച്ച ആ സമയം മുതൽ തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഈ വൈദികനാകണം എന്നുള്ള ഒരു കാര്യം എന്നെ അഭ്യസിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ആ ഒരു പശ്ചാത്തലത്തിലാണ് വളർന്നു വന്നത്. പത്തനാപുരത്തുള്ള മൗണ്ട് താബോർ ദേറ എന്ന് പറയുന്ന ദേറയിലെ പല പുരോഹിതന്മാരായിരുന്നു. ഞങ്ങൾ താമസിക്കുന്നതിന് തൊട്ടടുത്തായിട്ട് ഒരു ഓർത്തഡോക്സ് പള്ളിയുണ്ട്. അവിടെ 8 വീട്ടുകാരെ ആ പള്ളിയിലുള്ളൂ. അതിലെ പ്രമുഖമായ ഒരു കുടുംബമായിരുന്നു, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. അതുകൊണ്ട് അവിടെ വരുന്ന വൈദികരൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വരികയും വിശ്രമിക്കുകയും പള്ളിയിലെ എല്ലാ കാര്യങ്ങളും കുഞ്ഞു പ്രായം മുതൽ എൻ്റെ 5ാമത്തെ ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോഴും ഞാൻ മധുബായിൽ ശുശ്രൂഷിക്കുന്ന ഒരു അൽത്താര സേവകനായിട്ട് മാറി. അന്ന് മുതൽ ഞാൻ ഭയങ്കര ഓർത്തഡോക്സ് ഭക്തിയിലായിരുന്നത് കൊണ്ട് പലപ്പോഴും പെന്തക്കോസ്റ്റൽ ദൈവദാസന്മാരെ, പാസ്റ്റേഴ്സിനെ പ്രത്യേകിച്ച് വളരെ വിരോധമായിട്ടാണ് കണ്ടിരുന്നത്. അവര് തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുവെന്നൊക്കെ ഞങ്ങളുടെ ലീഡേഴ്സ് ഞങ്ങളോട് പറഞ്ഞു തന്നിരുന്നുകൊണ്ട് ആ രീതിയിലാണ് ഞങ്ങൾ പലപ്പോഴും സുവിശേഷ പ്രവർത്തകരെ കണ്ടുവരുന്നതും അങ്ങനെയാണ് ഞാൻ ഇടപെട്ടിരുന്നതും. എൻ്റെ കുഞ്ഞു പ്രായം മുതലേ എൻ്റെ ജീവിതത്തോട്, എൻ്റെ ജനനം മുതലേ പല അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ചില ഇൻസിഡന്റ് എൻ്റെ മാതാപിതാക്കൾ അറിയാൻ കഴിഞ്ഞത് ഞാൻ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ, മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോൾ എന്നെ നാട്ടിൽ കൊണ്ടുചെന്നു. ഞങ്ങളുടെ കുടുംബ വീട്ടില് ഒരു ചെറിയ കട്ടിലില് രാത്രിയിൽ എന്നെ കിടത്തിയിട്ട് എൻ്റെ മാതാവ് തൊട്ടടുത്ത കട്ടിലിൽ കിടക്കുകയായിരുന്നു. ഈ നെറ്റൊക്കെ വെച്ചിട്ട് കിടക്കുകയായിരുന്നു. രാത്രിയിൽ എന്തോ എൻ്റെ അമ്മയെ ആരോ വിളിക്കുന്ന പോലെ തോന്നി. എഴുന്നേറ്റ് നോക്കിയപ്പോൾ എൻ്റെ തൊട്ട് തലയ്ക്ക് മുകളിൽ ഒരു പാമ്പ് പത്തി വിടർത്തി നിൽക്കുന്നതാണ് കണ്ടത്. രാത്രിയിൽ മറ്റ് പുരുഷന്മാരൊന്നും ഞങ്ങളുടെ വീട്ടിലില്ലായിരുന്നു, എൻ്റെ വല്യമ്മച്ചി മാത്രമേ ഉള്ളായിരുന്നു. എൻ്റെ മമ്മി വല്ലാതെ ഭാരപ്പെട്ടു. എങ്കിലും ശബ്ദമുണ്ടാക്കിയപ്പോൾ ഇത് മറ്റൊരു സൈഡിലേക്ക് നോക്കിയ സമയത്ത് എൻ്റെ കാലിൽ പിടിച്ച് വലിച്ച് എന്നെ എടുത്ത് അങ്ങനെ അതിൻ്റെ കയ്യിൽ നിന്ന്, അതിൻ്റെ കൊത്തേക്കാതെ കർത്താവ് എന്നെ അതിൽ നിന്ന് വിടുവിച്ചു. അതിനുശേഷം ഞാൻ പിച്ച് വെച്ച് നടക്കുന്ന പ്രായത്തില് എൻ്റെ വീടിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു പഴയ ഒരു കിണറുണ്ടായിരുന്നു. ഞാനിങ്ങനെ അവിടേക്ക് പോയത് ആരും കണ്ടില്ല. ഞാൻ പോയി അതിന്റെ മുകളിൽ പലക ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പലകയുടെ ഏറ്റവും എഡ്ജിൽ പോയിട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. കുറെ കഴിഞ്ഞ് അന്വേഷിച്ചു വന്നപ്പോഴാണ് എൻ്റെ മമ്മി കണ്ടു ഞാൻ അവിടെ ഇരിക്കുന്നത്. എന്നെ ഒരു തരത്തിലും വിളിച്ചാൽ ഞാൻ എടുത്തു ചാടും, അങ്ങനെ ഒരു സാഹചര്യം. പക്ഷേ പുറകിലൂടെ വളരെ ദൂരം മാറി മാറി വന്ന് എന്നെ പതുക്കെ അവിടുന്ന് കാലിൽ പിടിച്ച് എന്നെ വലിച്ചെടുത്തു. അങ്ങനെയൊക്കെ പല സംഭവങ്ങൾ ചെറുപ്രായം മുതലുണ്ടായി. പിന്നീട് പല അപകടങ്ങൾ എൻ്റെ ജീവിതത്തില് ചെറുപ്രായം മുതലുണ്ടായി. ഞാൻ വലിയൊരു മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ വീണു. അത് എൻ്റെ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ഒരു പ്ലാവില് വളരെ ഉയരമുള്ളൊരു ഈ ഏണി, മുളയുടെ ഏണി വെച്ചിരുന്നു. അപ്പം അത് പൊതുവെ അങ്ങനെ ആരും മാറ്റാറില്ല, മഴയും വെയിലും ഒക്കെ കൊണ്ട് അവിടെ തന്നെ ഇരുന്നത്. ഞാൻ ഒരിക്കല് എൻ്റെ ഉപ്പാപ്പന്റെ കൊച്ചുമക്കൾ, അവരുടെ അമ്മ കുഞ്ഞു പ്രായത്തിൽ മരിച്ചുപോയി. അതിലിളയ കുഞ്ഞിന് ഏകദേശം 2.5 വയസ്സേ പ്രായമുള്ളൂ. അവളെയും കൂടെ എടുത്തുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. അവരെ അവിടെ നിർത്തിയിടിച്ച് ദൂരെ നിർത്തിയിട്ട് ഞാൻ ആ ഏണിയിൽ കയറി. എൻ്റെ പപ്പ മിലിറ്ററിയിൽ ആയിരുന്നതുകൊണ്ട് ഒത്തിരി കാക്കി പാൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതെല്ലാം വെട്ടി ചെറുതാക്കിയ 1-2 നിക്കറിട്ടുകൊണ്ട് ആണ് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത്. അതിട്ടുകൊണ്ട് ഇതിന്റെ മുകളിൽ കയറാൻ പോയപ്പോഴും ഒരു ചെറിയ പിച്ചാത്തി എൻ്റെ അരയ്ക്ക് കുത്തിവെച്ചുകൊണ്ടാണ് അതിന്റെ മുകളിൽ കയറുന്നത്. ഏകദേശം ലാബിന്റെ ഒരു കവട്ടയോട് അടുത്ത സമയത്ത് അതിലേക്ക് സ്റ്റെപ്പ് വെക്കാൻ നോക്കിയപ്പോൾ എന്തോ ഒരു കിറുകരാന്നൊരു ശബ്ദം ഞാൻ കേട്ടു. പെട്ടെന്ന് ഞാൻ ഈ കത്തി വലിച്ചൂരി, ദൈവമേ എന്ന് പറഞ്ഞ് ഇത് കത്തി വലിച്ചൂരി എറിഞ്ഞു. പക്ഷെ ഇത് ഈ ഏണി 3 പീസായിട്ടാണ് ഒടിഞ്ഞത്. പീസ് താഴേക്ക് വീഴുകയും ഞാൻ അതിന് അടുത്ത ഒത്തിരി റബ്ബർ നിന്നിരുന്നു. റബ്ബർ തോട്ടത്തിനകത്താണ് ഈ പ്ലാവ് നിന്നത്. അതിന് തൊട്ടടുത്തായിട്ട് ആ സമയത്ത് ഞങ്ങളുടെയൊക്കെ ആ സ്ഥലങ്ങളിൽ ഈ കയ്യാല കെട്ടാൻ വേണ്ടി കല്ലെടുത്തത് വലിയ കല്ല് വെട്ടിയ കുഴിയുണ്ടായിരുന്നു. അതിന്റെ വക്കത്താണ് ഈ ഏണി ഒടിഞ്ഞു വീഴുന്നത്. ഞാൻ അവിടേക്ക് വീണു. ഇതിന്റെ കവട്ടകളെല്ലാം ആ 3 പീസും അവിടെ താഴെ തന്നെ കിടക്കുകയാണ്. അതിന്റെ മണ്ടയിലോട്ടാണ് ചെന്ന് വീഴേണ്ടത്. പക്ഷേ ആരോ എന്നെ എടുത്തു മാറ്റി കളയുന്നത് പോലെ ഒരു റബ്ബറിന്റെ ചുവട്ടിലേക്കാണ് ഞാൻ തെന്നി അടിച്ചു വീഴുന്നത്. ഈ വരുന്ന വഴിക്കെല്ലാം കുറെ റബ്ബറലയും കമ്പുകളും എല്ലാം നല്ല ഉയരത്തിൽ നിന്നാണ് വരുന്നത്. അതെല്ലാം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പക്ഷെ താഴെ വീണിട്ട് മീൻ പിടയ്ക്കുന്നത് പോലെ 3-4 പ്രാവശ്യം പിടച്ചു. എൻ്റെ വായിലൂടെ ഈ സോഡാ കുപ്പിയിൽ നിന്നൊക്കെ ഇങ്ങനെ പതഞ്ഞ് തുറക്കുന്നുണ്ട് വരുന്ന പോലെ ബ്ലഡ് പതപതയായിട്ട് മൂക്കിലൂടെയും വായിലൂടെയും ചെവിയിലൂടെയും എല്ലാം വരാൻ തുടങ്ങി. തൊട്ടടുത്ത് എൻ്റെ ഈ പാപ്പന്റെ കുഞ്ഞുങ്ങൾ, വളരെ കൊച്ചു കുഞ്ഞുങ്ങളാണ്. അവർ ദൂരത്തു നിന്ന് കാണുന്നുണ്ട്.
പക്ഷെ അവർക്കൊന്നും ചെയ്യാം. അവരെ നിലവിളിക്കുന്നു. അടുത്തുള്ള ഒരു അമ്മച്ചി അത് കണ്ടുകൊണ്ട് അവിടെ കിടന്ന് നിലവിളിക്കുകയും അവിടുന്ന് ആൾക്കാരെല്ലാം ഓടി വന്ന് എന്നെ എടുക്കാൻ നോക്കിയപ്പോഴേക്കും നൂന്ന് നിൽക്കാൻ കഴിയുന്നില്ല. അവരവിടുന്ന് വെള്ളമൊക്കെ തന്നു. പിന്നീട് എന്നെ പലയിടത്ത് കൊണ്ടുപോയി, തിരുമാനൊക്കെ കൊണ്ടുപോയി. കുറേ ദിവസങ്ങൾ ആ ഒരു ലെവലിൽ ഞാൻ കിടന്നു. എന്നാൽ എൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞില്ല. മറ്റ് യാതൊരു ക്ഷതവും സംഭവിക്കാതെ ദൈവം അതിൽ നിന്ന് വിടുവിച്ചു. ആ സമയം തന്നെ എൻ്റെ മമ്മിക്ക് 5 മേജർ ഓപ്പറേഷൻസ് നടക്കേണ്ടി വന്നു. എൻ്റെ പപ്പ മിലിറ്ററിയിൽ നിന്ന് ആ രോഗകാരണങ്ങൾ കൊണ്ട് നേരത്തെ റിട്ടയർമെന്റ് എടുത്ത് വന്നു. പപ്പ അത് കഴിഞ്ഞിട്ട് മസ്കറ്റിൽ ജോലിയുള്ള ബന്ധത്തിൽ പോയി. അവിടെ വെച്ച് ഒരു ആക്സിഡന്റില് എൻ്റെ പപ്പയുടെ റൈറ്റ് ഫിംഗർ ഇവിടെ വെച്ച് കട്ടായി പോയി. പിന്നീട് അതിപ്പോ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ മടങ്ങും, അല്ലാതെ ഇങ്ങനെ മടങ്ങില്ല. ആ ഒരു അവസ്ഥയിലാണ് ചെയ്തു വന്നു. വീട്ടിലെ പുതിയ വീട് വെക്കാൻ ഞങ്ങൾ ഫൗണ്ടേഷൻ എടുത്ത അന്ന് അതിന്റെ കല്ല് വെക്കുന്ന ആദ്യത്തെ ദിവസം തന്നെ പെട്ടെന്ന് ഞാനിവിടെ ബോധമറ്റ് വീഴുകയായിരുന്നു. അങ്ങനെ പല പല പ്രയാസങ്ങൾ ആ വീട് പണിയുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ ഭവനത്തിൽ നേരിട്ടു. എൻ്റെ മാതാപിതാക്കൾ സമ്പാദിച്ചതെല്ലാം ആ ഹോസ്പിറ്റലുകളിൽ ഓരോ വർഷവും കൊണ്ടുപോയി മമ്മിയുടെ ഓപ്പറേഷനുള്ള ബന്ധത്തിൽ ഒരു ഡോക്ടറെ പറ്റിയ ഒരു മിസ്റ്റേക്ക് വെച്ച് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ലാസ്റ്റില് എൻ്റെ ഇളയ പെങ്ങളുടെ ഏകദേശം ഒരു 1.5 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ മമ്മിയുടെ സർജറി ആരംഭിച്ചതാണ്. എന്നെക്കാട്ടിൽ 7 വയസ്സിന് ഇളയതാണ് എൻ്റെ നേരെ ഇളയ സഹോദരി. എന്നെക്കാട്ടിൽ 9 വയസ്സിന് ഇളയതാണ് എൻ്റെ ഏറ്റവും ഇളയ സഹോദരി. അതുകൊണ്ട് മമ്മി വളരെ ഈ ഒരു അവസ്ഥയിലായി. ലാസ്റ്റിൽ മെഡിക്കൽ കോളേജിൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കറ്റാനത്ത് അതിനു മുമ്പ് മേപ്പള്ളിക്കുറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് ഹോസ്പിറ്റലിൽ 1-2 ഓപ്പറേഷൻ നടത്തിയിരുന്നു, കൊട്ടാരക്കര നടത്തിയിരുന്നു. അവസാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ലാസ്റ്റില് ഇനി 3 മാസത്തിലധികം ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവന്നു. വളരെ ഇൻഫെക്ഷൻ ആയി വയറ്റിൽ നിന്ന് ഓപ്പൺ ആയിട്ടാണ് കൊണ്ടുവന്നത്, പൊതിഞ്ഞു കെട്ടി കൊണ്ടുവന്നു. ഡിഷ് കണക്കിനാണ് ഓരോ ദിവസവും പസ് എടുത്ത് കളഞ്ഞുകൊണ്ടിരുന്നത്. ലാസ്റ്റിൽ പ്ലാസ്റ്റിക് സർജറി നടത്തി കൃപയാൽ 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 ഇന്ന് എൻ്റെ മാതാവ് ജീവിച്ചിരിപ്പുണ്ട്, എൻ്റെ പിതാവ് ജീവിച്ചിരിപ്പുണ്ട്. അതെല്ലാം ദൈവത്തിന്റെ വലിയൊരു കൃപയാണ്. ചെറുപ്രായം മുതലേ അതുകൊണ്ട് രോഗങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചു. എങ്കിലും ദൈവത്തിന്റെ വലിയ സ്നേഹം, അന്നൊന്നും ഇതൊന്നും അറിയത്തില്ല, പക്ഷെ അന്നുണ്ടായിരുന്ന ഭക്തിക്കനുസരിച്ച് ഞങ്ങള് കൂടുതൽ കൂടുതൽ അതിലേക്ക് പോയി. അങ്ങനെ എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഈ പള്ളി ഭക്തി വലുതായിരുന്നുകൊണ്ട് ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് ഞാൻ നടന്ന് പരുമലയിലൊക്കെ പോകുമായിരുന്നു. എൻ്റെ 5-ാം ക്ലാസ് 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ ഞാൻ അങ്ങനെ പോകുമായിരുന്നു. ചില സമയങ്ങളിൽ ഞാൻ ഒറ്റയ്ക്ക് പട്ടാഴി 12 മുറിയിൽ നിന്ന് നടന്ന് അടൂര് വരെ ഒറ്റയ്ക്ക് നടന്നു പോകും. വെളുപ്പിനെ മെഴുകുതിരിയൊക്കെ കത്തിച്ചു പോകും. അവിടെ ചെന്നിട്ട് കണ്ണൻകോടം എന്ന് പറയുന്ന സ്ഥലത്ത് പള്ളിയുണ്ട്, അവിടുന്ന് വലിയൊരു പദയാത്രയുണ്ട്, അവരോടൊപ്പം ചേർന്ന് പോകുമായിരുന്നു. പിന്നെ കുഞ്ഞു പ്രായം മുതലേ ഈ മണർകാട്, അതുപോലെ തന്നെ പുതുപ്പള്ളി, ഇങ്ങനെ പറയുന്ന പല പള്ളികളിൽ എന്നെ കൊണ്ടുപോയി പിടിപ്പണം വാരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കർമ്മങ്ങൾ എൻ്റെ ഗ്രാൻഡ് പേരൻസും എൻ്റെ മാതാപിതാക്കളും ഒക്കെ ചെയ്തിരുന്നു. ഞങ്ങൾക്ക് അന്നത്തെ ഭക്തിക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു. എന്നാൽ എൻ്റെ ഏറ്റവും ഇളയ സഹോദരി എൻ്റെ മമ്മി ഒരു കന്യാസ്ത്രീയായിട്ട് നേർന്നു വളർത്തി. എന്നാൽ അവൾക്കും കുറച്ചു കഴിഞ്ഞപ്പോൾ ആർത്രൈറ്റിസിന്റെ പ്രശ്നം ഉണ്ടായി. ആമവാദം എന്ന് പറയുന്ന ആ രോഗം അവളെ അലട്ടാൻ തുടങ്ങി. ഈ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ എൻ്റെ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അതിനുശേഷം പത്തനാപുരത്തുള്ള മാലൂരിലുള്ള സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയെല്ലാം എന്നെ പിള്ളേര് കത്തനാരെ എന്നാണ് വിളിക്കുന്നത്. കാരണം ആര് ചോദിച്ചാലും സ്കൂളിലെല്ലാം അധ്യാപകർ ചോദിച്ചാൽ എന്താവാണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ ഞാൻ പുരോഹിതനാകണം. അങ്ങനെ പിള്ളേരെല്ലാം എന്നെ കളിയാക്കി വിളിച്ചിരുന്നത് കത്തനാരെന്ന്. അങ്ങനെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചില പ്രത്യേക വിഷയങ്ങൾ, FGOCSM മുതലായ കാര്യങ്ങൾ ഞാൻ വളരെ ആക്റ്റീവായിരുന്നു. പിള്ളേരുടെ ഇടയിൽ ഞാനൊരു വൈദികൻ ആവാൻ പോകുന്നത് കൊണ്ട് നീ ഇങ്ങനെ കള്ളക്കത്തനാരാവാൻ പോവുകയാണോ എന്നൊക്കെ ചോദിച്ച് എന്നെ കളിയാക്കുന്നത് കൊണ്ട് ഞാൻ അതിനോട് റിയാക്ട് ചെയ്യാൻ തുടങ്ങി. അവസാനം എനിക്ക് ഒറ്റയ്ക്ക് പറ്റാത്തത് കൊണ്ട് ഞാൻ ഒരു സമരത്തില് ഞാനും പങ്കെടുത്തു. അത് പ്രിൻസിപ്പൽ വൈസ് പ്രിൻസിപ്പളിനെയൊക്കെ ഖരാവ് ചെയ്യുന്ന ഒരു സന്ദർഭമായിരുന്നു. അതിനകത്ത് ഞാനും പങ്കെടുത്തു. അതെന്റെ വീട്ടിൽ വലിയ പ്രശ്നമായി. എൻ്റെ പേരൻസ് വൈദികരുമായിട്ടൊക്കെ അടുത്ത ബന്ധം ഉണ്ടായതുകൊണ്ട് അവരെ ആ വിവരം വീട്ടിൽ അറിയിച്ചു. അത് നിമിത്തം കുറെ നാള് എൻ്റെ പപ്പ എന്നെ കോളേജിൽ വിടാതെ വീട്ടിൽ അടിക്കുകയും എന്നെ വീട്ടിൽ നിന്ന് വിടാതെ പുറത്തു വിടാതെ ഇടുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ നേരെ
IT പഠനത്തിനോടുള്ള ബന്ധത്തില് പുനലൂര് കടന്നുപോയി. അങ്ങനെ IT കഴിഞ്ഞ് ഉടൻ തന്നെ എൻ്റെ 22ാമത്തെ വയസ്സിൽ തന്നെ എനിക്ക് വിദേശത്തേക്ക് പോകാനുള്ള ഒരു അവസരം ഉണ്ടായി. അങ്ങനെ ഞാൻ പോകുന്നിടത്തെല്ലാം ഈ കുപ്പായം കൊണ്ടാണ് പോകുന്നത്. കാരണം 5ാം ക്ലാസ് മുതലേ ധൂപറ്റിയൊക്കെ വീശി നടന്നതുകൊണ്ട് ഞാൻ എവിടെ പോയാലും പള്ളിയിൽ മദുബായിൽ ശുശ്രൂഷിക്കാൻ കയറും. അങ്ങനെ ദുബായിൽ പോയപ്പോഴും ആ കുപ്പായം കൊണ്ടാണ്. അതിന് പോകാനുണ്ടായ മുഖാന്തരം എൻ്റെ മമ്മിയുടെ ഇളയ സഹോദരി സാറാമ്മ കൊച്ചുമോൾ എന്ന് പറയും, ആന്റി അന്ന് അവിടെ ജോലിയുണ്ട്. ആന്റി കുടുംബം അവിടെയായിരുന്നു, ദുബൈയിലായിരുന്നു. അവർ നിമിത്തം എനിക്ക് ഒരു വിസ അവിടെ ലഭിച്ചു. അങ്ങനെ ഞാൻ മെറ്റ്കോ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ദുബായിൽ 1993 ഡിസംബറിൽ അവിടെ ജോലിക്ക് പ്രവേശിച്ചു. ആ സമയത്ത് എൻ്റെ മമ്മിയുടെ അനുജത്തി അവിടെയുള്ള അസംബ്ലീസ് ബോർഡിന്റെ ചർച്ചില് പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ടായിരുന്നു. എൻ്റെ കൊച്ചപ്പൻ, അദ്ദേഹത്തിന്റെ പേര് മത്തായി എന്നായിരുന്നു, അദ്ദേഹം ഇന്ന് ഈ ഭൂമിയിലില്ല. അദ്ദേഹം ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു. അത് കാരണം അദ്ദേഹത്തിൽ നിന്നുള്ള വലിയ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നുകൊണ്ട് ആന്റി പ്രാർത്ഥിക്കാനൊക്കെ കടന്നു പോവുകയും എൻ്റെ മമ്മിയുടെ ചില കസിൻ ബ്രദേഴ്സ് അവിടെ ശുശ്രൂഷയിലുണ്ട്, അവരോടൊപ്പം പ്രാർത്ഥനയ്ക്കൊക്കെ കടന്നുപോയി. അങ്ങനെ ആ ഒരു സമയത്താണ് ഞാൻ അവിടേക്ക് ചെല്ലുന്നത്. അത് എൻ്റെ കൊച്ചപ്പന്റെ മാനസാന്തരമൊക്കെ പെട്ട ആ സമയമായിരുന്നു. അദ്ദേഹം ചില പ്രയാസങ്ങളുള്ള ബന്ധത്തില് കുറച്ചു ദിവസം ജയിലിൽ പോകേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി അദ്ദേഹം ചർച്ചിലൊക്കെ പോകുന്ന ഒരു നല്ല ഒരു അനുഭവത്തിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. ഞാൻ അവിടെ ചെന്നിട്ട് ഇവരന്നേരം പെന്തക്കോസ്തൽ കൂട്ടായ്മയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ എനിക്കൊട്ടും സഹിച്ചില്ല. ഞാൻ അദ്ദേഹത്തെ തിരിച്ച് ഞങ്ങളുടെ പള്ളിയിലെ തന്നെ മെമ്പർ ആയിരുന്നത് കൊണ്ട് ഒത്തിരി ഫോഴ്സ് ചെയ്ത് അദ്ദേഹത്തിന്റെ കുടിശ്ശിയൊക്കെ തിരിച്ചടപ്പിച്ച് തിരിച്ച് പുള്ളിയെ ഓർത്തഡോക്സിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തി. അദ്ദേഹത്തെ കൊണ്ടുവന്നു. പക്ഷേ ആന്റിയും കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നു ആന്റി കൊണ്ടായിരുന്നത്. അവരെ പലപ്പോഴും ആന്റിയെ ഞാൻ ഒത്തിരി വേദനിപ്പിച്ചു. അങ്ങനെ ഇരിക്കെ ഷാർജ, ദുബായ് അന്ന് ഒരുമിച്ചായിരുന്നു അസംബ്ലീസ് ബോർഡിന്റെ ശാലേം AG ചർച്ചിന്റെ പ്രവർത്തനങ്ങൾ. അവിടെയുള്ള 2 ദൈവദാസന്മാർ, ഞാൻ എല്ലാ ദിവസങ്ങളിലും ഈ ആന്റിയുടെ വീട്ടിൽ വൈകിട്ട് ജോലി കഴിഞ്ഞ് എത്തുമെന്നുള്ളത് അറിഞ്ഞ് എൻ്റെ റിലേറ്റീവ്സ് ആണ്, പത്തനാപുരത്തുള്ള സാവുച്ചാൻ എന്ന് പറയും, ലഭിച്ചായ, അവർ രണ്ടുപേരും കൂടെ എന്നെ കാണാൻ വേണ്ടി അവിടെ വന്നു. ഇങ്ങനെ ഞാനൊരു വലിയ ശൗലിനെ പോലെ ദൈവസഭയ്ക്ക് ഒരു ഉപദ്രവകാരിയായിട്ട് മാറുന്നു എന്നുള്ളത് കൊണ്ട് എന്നോട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അവരെന്നോട് വന്ന് സുവിശേഷം പറഞ്ഞു, മോനെ, എന്നെ സുരേഷ് എന്നാണ് വീട്ടിലേക്ക് വിളിക്കുന്നത്, അതുകൊണ്ട് സുരേഷ് നീ ഇങ്ങനെ പോയാൽ പോരാ, നീ വിശ്വാസത്തിലേക്ക് വരണം, ദൈവകൽപ്പന അനുസരിക്കണം. ഞാൻ അവരെ ഒത്തിരി വേദനിപ്പിച്ചു. അവസാനം ഞാൻ ഈ പുരോഹിതന്മാരുടെ കൂടെ കുഞ്ഞിലേ തൊട്ട് വളർന്നു വന്നതുകൊണ്ട് എനിക്ക് പെന്തക്കോസ്തുകാരെ എങ്ങനെ നേരിടണമെന്നുള്ള കുറച്ച് ട്രെയിനിങ് ഒക്കെ കിട്ടിയിരുന്നു. ഞാൻ ഈ മർക്കോസിന്റെ സുവിശേഷം 2ാം അധ്യായമൊക്കെ എടുത്തിട്ട് 4 പേരൊരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് വന്നു, അത് ഞങ്ങളുടെ മധ്യസ്ഥന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ വലിയ വീരവാദമൊക്കെ പറഞ്ഞ് അവരെ വേദനിപ്പിക്കുകയും അവസാനം അവരോട് ഒത്തിരി കയർത്ത് സംസാരിക്കുകയും ചെയ്തു. അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ദൈവസഭ പ്രത്യേകിച്ച് ഒരാഴ്ചക്കാലം എനിക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അത് എനിക്കറിയത്തില്ലായിരുന്നു. കാരണം അത്രമാത്രം ഞാനൊരു വലിയൊരു വിരോധിയായിട്ട് നീങ്ങുന്ന ഒരു സമയമായിരുന്നു. എന്നാൽ ഒരു വെള്ളിയാഴ്ച, ഇത് ഏകദേശം 94 ഫെബ്രുവരി മാസത്തിലാണ് ഈ സംഭവം. ഒരു വെള്ളിയാഴ്ച രാവിലെ ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടി തലേന്ന് തന്നെ കുപ്പായം എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചു. അന്ന് അവിടെ വെള്ളിയാഴ്ചയാണ് ആരാധന നടക്കുന്നത്. പള്ളിയിലെ കുർബാനയും അതുപോലെ തന്നെ ചർച്ചിലെ ആരാധനയെല്ലാം വെള്ളിയാഴ്ചയായിരുന്നു. അതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടി എല്ലാം തയ്യാറാക്കി വെച്ചു. പക്ഷേ എനിക്ക് ഒരു 15ാമത്തെ വയസ്സ് മുതൽ ആസ്മയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് രാവിലെ മറ്റ് യാതൊരു സിംറ്റംസും ഇല്ല. പെട്ടെന്ന് ഞാൻ പള്ളിയിലെ പാട്ടുകളൊക്കെ പാടി, വെളിവ് നിറഞ്ഞ ഒരു ഈശോ എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ട് ഇങ്ങനെ മുറിയിലേക്ക് കയറുമ്പോൾ എൻ്റെ കമ്പനിയിൽ വേറെ മലയാളികൾ ആരുമില്ല. ഉള്ളത് കുറച്ച് നോർത്ത് ഇന്ത്യൻസ്, കുറച്ച് ആന്ധ്രാക്കാര്, ബാക്കിയുള്ളത് പാകിസ്ഥാനികൾ, അങ്ങനെയൊക്കെയുള്ളവരാണ് ഞാൻ ചെയ്ത കമ്പനിയിലുള്ളത്. മലയാളികൾ ആരും തന്നെ അന്നേരമില്ല. അപ്സ്റ്റെയറിലാണ് എൻ്റെ റൂം. അവിടെ ഞാൻ എൻ്റെ റൂമിലേക്ക് ഈ പാട്ടൊക്കെ ഇങ്ങനെ പാടി കയറി ചെന്ന് ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ വല്ലാത്ത ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ തുടങ്ങി. എൻ്റെ ശ്വാസം നിലയ്ക്കുന്ന പോലെ തോന്നി. അതിന് ചില ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ ഈ ദൈവദാസന്മാരോട് ഞാനിങ്ങനെ ഉടക്കി, ഞാനിങ്ങനെ കയർത്ത് സംസാരിച്ചതിന് ശേഷം എൻ്റെ സമാധാനം എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു. വല്ലാത്തൊരു അസ്വസ്ഥത എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എൻ്റെ നാട്, എൻ്റെ ഗ്രാമം, അവിടെ ഒത്തിരി ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്തൂടെയാണ് കല്ലടയാറ് പോകുന്നത്. അപ്പൊ ഈ കല്ലടയാറ്റിൽ ഒത്തിരി പേര് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേര് വിഷം കഴിച്ചിട്ട്, ഞാൻ എൻ്റെ കുഞ്ഞിലെയൊക്കെ ഈ വാഴക്കിടുന്ന ഫ്യൂരിഡാൻ എന്ന് പറയുന്ന ഒരു വിഷം ഉണ്ട്, ഒരു മണ്ടയടപ്പ് മാറാനിടുന്നത്, അത് കഴിച്ച് കുറെ പേര് മരിച്ചു. തൂങ്ങി മരിച്ചിട്ടുണ്ട്, ആസിഡ് കൊണ്ട് മരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി
അകാല മരണങ്ങളും ആത്മഹത്യകളും ഞങ്ങളുടെ സമീപങ്ങളിൽ, ഞങ്ങളുടെ അടുത്തുള്ള പല ഭവനങ്ങളിൽ പോലും നടന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അന്ന് ഒരു പുരോഹിതൻ ഒരിക്കൽ എന്നോട്, ഞാൻ അച്ഛന്മാരുടെ ശനിയാഴ്ച രാത്രിയിൽ പള്ളിയിലാണ് കിടക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് അവരോട് ആയിരിക്കും കിടക്കാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ രാത്രിയിൽ കുറെ നേരം ഇങ്ങനെ സംസാരിക്കും. അന്നേരം ഞാൻ കുഞ്ഞാണെങ്കിലും എൻ്റെ അടുത്ത് ഒരു വൈദികൻ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, മോനെ, ഈ ആത്മഹത്യ ചെയ്യുന്നവരുടെ ആത്മാവ് നരകത്തിലെ പോകും, അത് സ്വർഗത്തിൽ പോകും. അതുകൊണ്ട് ഈ നമ്മൾ ഇനി എത്ര പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും, അദ്ദേഹം ഒരു പുരോഹിതനായിട്ട് പോലും ആ പള്ളിയിൽ തന്നെ ഒരു ആത്മഹത്യാ മരണത്തിന്റെ വിഷയത്തിലുള്ള ബന്ധത്തിലാണ് അദ്ദേഹം എന്നോട് ഇത് പറഞ്ഞത്. അപ്പം എന്നോട് പറഞ്ഞു, നമ്മൾ എത്ര പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും ഈ ആത്മഹത്യ ചെയ്തവരുടെ ആത്മാവ് സ്വർഗത്തിൽ പോകുന്നു. അതെന്റെ കുഞ്ഞു മനസ്സിൽ അന്നേ കിടപ്പുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ ഈ ശാരീരിക ബുദ്ധിമുട്ടുകളും മാനസിക പ്രയാസങ്ങളും എല്ലാം കാരണം ഞാൻ നിരാശനായി. അവസാനം ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു ദൈവമുണ്ട്, എന്നെ കൊല്ലണം. അതിനി ക്രിസ്ത്യാനിയുടെയോ ഹിന്ദുവിന്റെയോ മുസ്ലിമിന്റെയോ ജൈനന്റെയോ ബുദ്ധന്റെയോ ഒന്നും എനിക്കറിയത്തില്ല. ഏതാണ് ജീവനുള്ള ദൈവം എന്ന് വെച്ചാൽ എന്നെ കൊല്ലണം. ഞാൻ അതിനു വേണ്ടി ആണ് പ്രാർത്ഥിക്കുന്നത്. കാരണം എനിക്ക് സ്വർഗത്തിൽ പോവുകയും വേണം, മരിക്കുകയും വേണം. അപ്പം വേറൊരു ഓപ്ഷൻ ഇല്ല. ഇനിയും ഞാൻ പ്രാർത്ഥിച്ചിട്ട് ആരും എന്നെ കൊല്ലാൻ വന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. അതായിരുന്നു എൻ്റെ ഒരു അവസാനത്തെ പെട്ടെന്നുണ്ടായ ഒരു മാനസിക ബുദ്ധിമുട്ടിൽ അങ്ങനെ ഞാൻ തീരുമാനമെടുത്തു. അങ്ങനെ ഞാൻ പറഞ്ഞു. പക്ഷെ ഈ പറഞ്ഞിട്ട് ഞാൻ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ശ്വാസം എടുക്കാൻ പറ്റാതെ നിൽക്കുമ്പോൾ ഞാനൊരു ശബ്ദം കേട്ടു, ഞാൻ നിന്നെ കൊല്ലുവാനല്ല, നിനക്ക് ജീവൻ തരുന്ന ദൈവം. ഞാൻ പെട്ടെന്ന് റൂം തുറന്നു പുറത്തിറങ്ങി നോക്കി. അവിടെ ഒരു മലയാളിയും വരാൻ യാതൊരു സാധ്യതയില്ല. താഴെ 2 കതവുകളുണ്ട്, അത് രണ്ടും അടഞ്ഞു കിടക്കുകയാണ്. വേറെ ഒരുത്തരും മേളിൽ വരാൻ സാധ്യതയില്ല. എൻ്റെ റൂമിൽ മറ്റാരും ഇല്ലതാണ്. ആ റൂമില് ഉണ്ടായ ഈ ശബ്ദം ആരാണെന്ന് ഞാൻ പുറത്തിറങ്ങി നോക്കിയിട്ട് ആരെയും കാണാനില്ല. ഞാൻ വീണ്ടും ചോദിച്ചു, ആരാ? യേശു ആണെന്ന് അന്ന് ഞാൻ ആ ശബ്ദം എൻ്റെ കാതുകൾ കേട്ടു. അന്ന് മുതൽ കൃപയാണ്. ഹല്ലേലൂയ. കർത്താവ് എന്നോട് ഇടപെട്ടു. ഇനിമേലും ഈ രോഗം നിന്നെ ബാധിക്കുകയില്ല. 94 ഫെബ്രുവരി മാസം 20-ാം തീയതി രാവിലെ 7:30 മണിക്ക് കർത്താവ് അങ്ങനെ ഒരു എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ട്. കർത്താവ് അതിൽ നിന്നെ അത്ഭുതകരമായി വിടുവിച്ചു. അതിനുശേഷം ഇന്ന് വരെ കൃപയാണ്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ കർത്താവ് എന്നെ അതിൽ നിന്ന് സൗഖ്യമാക്കി. അങ്ങനെ യേശു സൗഖ്യദായകനെന്ന് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുകയും, അപ്പോൾ ഞാൻ മുട്ടുമടക്കി, എനിക്ക് എൻ്റെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ തലയണയുടെ അടിയിൽ ഈ ബൈബിൾ വെക്കും. രാത്രി 91 സങ്കീർത്തനം വായിക്കും. ബാക്കിയുള്ളത് പേടി കിട്ടാതിരിക്കാൻ വെക്കുന്ന ഒരു ആയുധമായിട്ട് മാത്രമാണ് എൻ്റെ ബൈബിളിനെ ഞാൻ ഉപയോഗിച്ചത്. പക്ഷെ അന്ന് ഞാൻ ഈ തേച്ചു വെച്ചിരുന്ന കുപ്പായൊക്കെ എടുത്ത് സൈഡിലേക്ക് മാറ്റിയിട്ടിട്ട് ഞാൻ ഓടി പെട്ടെന്ന് എൻ്റെ ആ ബൈബിൾ തലയണയുടെ അടിയിൽ നിന്ന് എടുത്തു. ഞാൻ ഇങ്ങനെ ബൈബിൾ ഇങ്ങനെ ചുമ്മാ ബൈബിൾ ഇങ്ങനെ തുറന്ന് ഇങ്ങനെ നോക്കുകയാണ്. നോക്കുമ്പോൾ ഞാൻ കണ്ടത് 27-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യമാണ്. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിക്കുന്നു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലം ഒക്കെ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടത് തന്നെ. ഈ വാക്യം ഇങ്ങനെ വായിക്കുമ്പം എൻ്റെ ഉള്ളിൽ, ദൈവം, ഞാനിത് കൊച്ചിലെ തൊട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലോ, എനിക്ക് പള്ളിയിൽ സേവകനാകണം എന്നൊക്കെയാണല്ലോ ഞാൻ ആഗ്രഹിച്ചത്, അതാണല്ലോ എഴുതിയിരിക്കുന്നത് എന്നൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തൊട്ടടുത്ത വാക്കുകൾ, എൻ്റെ മുഖം അന്വേഷിപ്പീൻ, 8-ാമത്തെ വാക്യം, എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്ങൾ നിന്ന് കൽപ്പന എന്ന് ഹൃദയം പറയുന്നു, യഹോവേ ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു എന്നുള്ള വാക്യം. അത് കൊട്ടേഷനാണ്. അത് എടുത്ത് ഇതിങ്ങനെ കുറച്ചു നേരത്തേക്ക് എനിക്ക് മറ്റൊന്നും കാണാൻ കഴിയുന്നില്ല. മുകളിലത്തെ വാക്യമോ താഴത്തെ വാക്യമോ ഇനി കണ്ണീര് നിറഞ്ഞു നിന്നത് കൊണ്ടാണോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഈ വാക്യം എന്നോട് വളരെ ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ തുടങ്ങി. ഇന്ന് ഞാൻ ഒരു ശുശ്രൂഷകനായതുകൊണ്ട് എനിക്കിതൊക്കെ മനസ്സിലാവും. പക്ഷെ അന്ന് എനിക്ക് ABCD അറിയത്തില്ല. ഇങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. തികഞ്ഞ സുവിശേഷ വിരോധിയായ ദൈവദാസന്മാരെ ഒത്തിരി വേദനിപ്പിച്ച, ഇതിനു മുമ്പ് ഒത്തിരി ഇൻസിഡന്റുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ ഈ പള്ളിയിലൊക്കെ കുഞ്ഞു പ്രായത്തിൽ മുതലേ ഈ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്നതുപോലെയാണ്. ഞങ്ങളുടെ പള്ളിയിൽ ഈ 8 വീട്ടുകാരെ ഉള്ളതായിട്ട് മാസത്തിൽ ഒരു കുർബാനയുള്ളൂ. അപ്പം അച്ഛൻ വരുന്നത് മാസത്തിൽ ഒരിക്കലേ വരത്തുള്ളൂ. ബാക്കിയുള്ള ആഴ്ചകളിലെ എല്ലാ പരിപാടിയും നടത്തുന്നതിനകത്ത് കൊച്ചു ചെറുക്കനായ ഞാൻ നാട്ടിലും എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്നത്. ഞായറാഴ്ചകളിൽ പള്ളിയിലെ കുർബാന കഴിഞ്ഞിട്ട് വൈകിട്ട് ഈ 8 വീടേ ഉള്ളെങ്കിലും ഓരോ വീട്ടിലും പ്രാർത്ഥന നടത്തും. അങ്ങനെ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പം അവിടുത്തെ ഒരു മകൻ, പൊന്നച്ചൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹം ഇന്നും ബോംബെയിലുണ്ട്. അദ്ദേഹം ബോംബെയിൽ വെച്ച് രക്ഷിക്കപ്പെട്ടിട്ട് നാട്ടിൽ വന്ന് അദ്ദേഹത്തിന്റെ വീട്ടില് മണക്കാല ബൈബിൾ കോളേജിൽ പഠിക്കുന്ന 3-4 ദൈവദാസന്മാർ അവരുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വന്നു. അപ്പം
ഞങ്ങളത് അറിയുന്നില്ല, പള്ളിക്കാരെല്ലാം കൂടെ പ്രാർത്ഥിക്കാൻ ചെല്ലുകയാണ്. അപ്പൊ ഞാൻ ഇവരെ കണ്ടപ്പം തന്നെ ആകപ്പാടെ കലിയിളകി. പള്ളിയിലെ എനിക്കറിയാവുന്ന എല്ലാ പ്രാർത്ഥനകളും ചൊല്ലി. അതിനുശേഷം ഇവർ വിചാരിച്ചു അവർക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ദൈവവചനം പറയാനോ അവർ ഉപവാസം ഇരിക്കുക. ആ വീട്ടിൽ വന്നിരുന്ന് ചില ദിവസങ്ങളായിട്ട് ഒരു ഉപവാസം ഇരിക്കുകയാണ്. ഞാൻ അവരെ 4 ദൈവദാസന്മാരുണ്ട്. ഞാൻ അവരുടെ എല്ലാവരുടെ മുഖം ഓർക്കുന്നില്ല. എന്നാൽ അതിൽ ഒരു ദൈവദാസനെ കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂർ പട്ടണത്തിൽ വെച്ച് എനിക്ക് കാണാനിടയായി. ഞാൻ അങ്ങനെ ആ ദൈവദാസന്മാരെ വേദനിപ്പിച്ചു, അവിടെയും വേദനിപ്പിച്ചു. ഞാൻ വളരെ ഹർട്ട് ചെയ്ത് സംസാരിച്ചു. എന്നിട്ട് അവർക്ക് ഒട്ടും അവസരം കൊടുക്കാതെ ഞാൻ പ്രാർത്ഥിച്ച് അവിടുന്ന് ആശീർവാദമൊക്കെ പറഞ്ഞ്. അന്ന് ഞാൻ ഏകദേശം 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു സമയം. എന്നിട്ട് പോലും ആ രീതിയിൽ ഇടപെട്ട് പോവുകയുണ്ടായി. എന്നാൽ ചില വർഷങ്ങൾക്ക് ശേഷം ബാംഗ്ലൂർ പട്ടണത്തിൽ വെച്ച് എനിക്ക് കാണാനിടയായി. അദ്ദേഹത്തിനോട് ചോദിച്ചു എവിടെ നിന്നാണ്. ഞാൻ ഇതുപോലെ പന്തർണപുരയിലാന്ന് പറഞ്ഞു. പന്തപ്ലാവില്ല, വട്ടാഴിയിലാണ്. പന്തർണപുരയിലാന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ ഞങ്ങൾ ഇങ്ങനെ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചുനക്കര വീടെന്ന അത് അറിയപ്പെടും. ആ വീട്ടില് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ വന്നപ്പോൾ അവിടെ ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നു. ഒരു കൊച്ചു ചെറുക്കനാ, പക്ഷെ ഭയങ്കര നീറാന്ന് പറഞ്ഞു. ഞങ്ങളോട് തന്ന് ഒത്തിരി കയറി തർക്കിച്ചു എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിങ്ങളുടെ ആരെങ്കിലും ബന്ധുവല്ലോ ആണോ, ഷേപ്പ് കണ്ടിട്ട് അതുപോലൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. അങ്ങനെ അനേകരെ വേദനിപ്പിച്ച എന്നെ, അനേകരെ ദുഃഖിപ്പിച്ച സത്യവചനം വിളിച്ചു പറഞ്ഞ അനേകരുടെ കയ്യിലിരുന്ന ബൈബിളിൽ നോക്കി നിന്ദിച്ച എന്നെ എന്റെ കർത്താവ് സ്നേഹിച്ചു. ഞാൻ കർത്താവിനെ ഒത്തിരി വേദനിപ്പിച്ചപ്പോഴും ദൈവദാസന്മാരെ ദൈവസഭയെ വേദനിപ്പിച്ചപ്പോഴും എന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് 94 ഫെബ്രുവരി മാസം ദുബായിൽ വെച്ച് അറിയുവാൻ കർത്താവിന് അവസരം നൽകി. മാത്രമല്ല ദൈവത്തിന്റെ വചനത്തില് ഞാൻ ഇങ്ങനെ കണ്ടു. ഞാൻ അവിടെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി കൃത്യമായി സംസാരിക്കും. നാട്ടിലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻസിന് പോയത്. പക്ഷേ ആരുമില്ലാതെ ഒറ്റയ്ക്ക് മാതാപിതാക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും എല്ലാവരിൽ നിന്നും എന്നെ ദൂരത്ത് കൊണ്ടുപോയി എന്നോട് ഇടപെടേണ്ടുന്ന മേഖലകൾ എങ്ങനെയാണെന്ന് അറിഞ്ഞ് എന്റെ സൃഷ്ടികർത്താവായ എന്റെ ദൈവം അന്ന് ആ മുറിക്കകത്ത് എന്നോട് ഇടപെട്ടു. അങ്ങനെ ഞാൻ കർത്താവിനെ വിശ്വസിക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ ഈ സങ്കീർത്തന ഭാഗം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നു. എന്റെ ആന്റിയൊക്കെ പോകുന്ന ആ ചർച്ചിനെ കുറിച്ചും അവിടുത്തെ കൂട്ടായ്മയെ കുറിച്ചൊക്കെ എനിക്കറിയാം. പക്ഷേ ഞാൻ ഈ പെന്തക്കോസ്റ്റിലേക്ക് എങ്ങാനും സ്റ്റെപ്പ് വെച്ചാൽ എന്റെ പപ്പ മിലിറ്ററിക്കാരനാണ്. എന്നിൽ നിന്നൊരു പുരോഹിതനെ അവർ പ്രതീക്ഷിക്കുന്നു. അതിനപ്പുറത്ത് എന്തെങ്കിലും ഒരു ഞാനിങ്ങനെ ജോലിക്ക് പോയത് തന്നെ എൻ്റെ വീട്ടിലെ അന്നേരമുള്ള ഒരു സാഹചര്യം കൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു ജോലിയുള്ള ബന്ധത്തിൽ പോകത്തില്ല. ഞാൻ മാവേലിക്കരയുള്ള മിഷൻ സെന്ററിൽ പോയി പഠിച്ചിട്ട് ഓർത്തഡോക്സിലെ ഒരു സുവിശേഷകനായി പോകാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ലാസ്റ്റ് IT പഠനം കഴിയുമ്പോഴും എൻ്റെ ചിന്ത അതായിരുന്നു. പക്ഷെ അവിടെ വെച്ച് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാനിങ്ങനെ സ്റ്റെപ്പ് വെച്ചാൽ എൻ്റെ പപ്പായും മമ്മിയൊക്കെ എന്നെ തള്ളിക്കളയുമല്ലോ, എന്നെ റിജക്ട് ചെയ്യുമല്ലോ. പക്ഷെ എനിക്കറിയില്ല, ഈ സങ്കീർത്തനം ഞാൻ അതിന് മുമ്പ് വായിച്ചിട്ടില്ല. പക്ഷെ അതിന്റെ 10ാമത്തെ വാക്യം ഞാൻ തൊട്ട് താഴോട്ട് വായിക്കാൻ ആരോ എന്നെ പ്രേരിപ്പിക്കുന്നത് പോലെ ഈ 8ാമത്തെ വാക്യം കഴിഞ്ഞ് 9, 10ലേക്ക് വന്നപ്പോൾ ഞാൻ കണ്ടു എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊണ്ടും. എൻ്റെ എന്ത് ചിന്തയായിരുന്നു, എൻ്റെ ഭയം എന്തായിരുന്നു, അതിന്റെ ഉത്തരം ഞാൻ ഇന്നെടുത്തിരിക്കുന്ന ഈ ബൈബിളിനകത്ത് എൻ്റെ കർത്താപ്പച്ചനിലേക്ക് അന്നേരം കാണിച്ചു. അത് കഴിഞ്ഞിട്ട് അതിന്റെ 12, 13 വാക്യങ്ങൾ, 13, 14 വാക്യങ്ങളിലേക്ക് ഞാൻ നോക്കിയപ്പോൾ ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം, യഹോവയെങ്കിൽ പ്രത്യാശിക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഈ വചനങ്ങളാ കർത്താവ് എനിക്ക് 27ാം സങ്കീർത്തനം. ഞാൻ വിശ്വസിക്കുന്നു ദാവീദിനെ കൊണ്ട് ഈ സങ്കീർത്തനം എഴുതിച്ചത് എന്നെ വിടുവിക്കാൻ വേണ്ടിയാണ്. ഒത്തിരി പേരെ വിടുവിച്ചാണ്. പക്ഷെ എനിക്ക് എൻ്റെ കർത്താവിന്റെ സ്ഥിതിയിൽ നിത്യതയിൽ ചെല്ലുമ്പോൾ എനിക്ക് എൻ്റെ കർത്താവിനോട്, കർത്താവേ, ഈ സങ്കീർത്തനം എനിക്ക് വേണ്ടി ഈ തന്നതിനായിട്ട് സ്തോത്രം. ദൈവവചനത്തിലെ ഓരോ വാക്കുകൾക്കും വചനത്തിനും നമ്മെ വിടുവിക്കാൻ കഴിയുമെന്ന് ഞാൻ അന്ന് അവിടെ വെച്ച് തിരിച്ചറിഞ്ഞു. ഞാൻ എൻ്റെ തേച്ച് വെച്ചിരുന്ന കുപ്പായൊക്കെ മാറ്റിയിട്ടു. ഞാൻ എൻ്റെ ബൈബിൾ എടുത്തു, ഞാൻ ഓടി. എനിക്കറിയാം ഏകദേശം 8:45 ആകുമ്പോഴത്തേക്കിന് അവിടെ ഒരു വണ്ടി വരും. എൻ്റെ മമ്മിയുടെ അനുജത്തി ഒക്കെ പോകുന്ന ചർച്ചിൽ, ഷാർജയിൽ അവർ ആരാധനയ്ക്ക് പോകുന്നത്. അവരെ കൊണ്ടുപോകാൻ സാജൻ എന്ന് പറയുന്ന ഒരു അച്ചായൻ തന്റെ പജീറോ ജീപ്പുമായിട്ട് വരുമെന്ന് എനിക്കറിയാം. ഞാൻ അതുകൊണ്ട് ഈ ബൈബിൾ ഒരു കവറൊന്നും ഇടാതെ, അന്ന് ഈ ബൈബിൾ അല്ല, ഇപ്പൊ ഒരു പുതിയ ബൈബിൾ, മറ്റേ എൻ്റെ പഴയ ബൈബിള് അന്നേരം എൻ്റെ കയ്യിലിരുന്ന ബൈബിൾ എടുത്ത് നെഞ്ചത്തോട് ചേർത്ത് പിടിച്ചിട്ട് ഞാൻ ഈ പറയുന്ന സമയത്ത് തന്നെ ഞാൻ ഇലക്ട്രിക്കൽ ഫീൽഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് പല പ്രാവശ്യം ഷോക്ക്, പണിയിടയ്ക്ക് ചെറിയ ഷോക്കൊക്കെ കിട്ടിയിട്ടുണ്ട്.
പക്ഷെ ഷോക്ക് അടിക്കുന്നതിനെക്കാട്ടിൽ ശക്തമായ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. ഈ മുറിക്കകത്ത് ഈ 7:30 മുതൽ ഏകദേശം ഒരു 8:30 വരെയുള്ള സമയത്ത് ഞാൻ പൊട്ടി കരയാണ്. പക്ഷെ ഞാൻ എന്തിനാണ് കരയുന്നതെന്നും എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല. ഞാൻ ഈ വാക്യങ്ങൾ വായിച്ചു, സത്യം. പക്ഷേ ഞാൻ കർത്താവിനോട് പറയുന്നുണ്ട്, ഞാനൊരു പാപിയ, എന്നോട് ക്ഷമിക്കണമേ എന്ന് നെഞ്ചത്തടിച്ച് കരയുന്നുണ്ട്. ഞാന് അന്യഭാഷ പറയുന്ന ദൈവദാസന്മാരെ കളിയാക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത എൻ്റെ നാവിൽ കർത്താവ് എനിക്ക് ഭാഷ തന്നു. അതെന്താ പറയുന്നതെന്ന് ഞാൻ അറിയുന്നില്ല. എൻ്റെ റൂമിൽ ആരും എൻ്റെ തലയെ കൈവച്ച് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ അവിടെ ആരുമില്ല. പക്ഷേ കൃപയാവും. അന്നേരം തന്നെ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറച്ചു. ഒരു മടിയും കൂടാതെ. ആ സംസാരിക്കുന്ന ഭാഷ എന്തെന്ന് എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ ഞാൻ ആരോടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ആ റോഡിലൂടെ, ബാർദുബയിലുള്ള റോഡിലൂടെ, ബ്രിട്ടീഷ് ബാങ്കിലാണ് അവിടെയാണ് എൻ്റെ മമ്മയുടെ അനിയത്തിയും കുടുംബവും താമസിക്കുന്നത്. അവിടേക്ക് ഞാൻ ഓടിപ്പോയി. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പം ആന്റി എന്നെ നോക്കുന്നുണ്ട്. കാരണം 2-3 ദിവസത്തേക്ക് മുമ്പ് അതേ മുറിക്കകത്തിരുന്ന് ആ ദൈവദാസന്മാരെ ഞാൻ വേദനിപ്പിച്ചു വിട്ടവന്. ഞാൻ എന്തിനാ അവിടെ ചെല്ലുന്നതെന്നുള്ളത് ആന്റി നോക്കുന്നുണ്ട്. നോക്കിയപ്പോ എൻ്റെ കയ്യിൽ ബൈബിളും ഉണ്ട്. ഞാനിങ്ങനെ ബൈബിളും നെഞ്ചത്ത് ചേർത്ത് പിടിച്ചുകൊണ്ടാണ്. പക്ഷെ എനിക്ക് അവരോടൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്കിന് വണ്ടി വന്നു. അതിന്റെ ബാക്ക് സൈഡിൽ ഞാൻ കയറിയിരിക്കുകയാണ്. ദുബായിൽ നിന്ന് ഷാർജയിൽ വരെയുള്ള അത്രയും ദൂരവും ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് അന്യഭാഷയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ആ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ഷാർജയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വീടിനകത്താണ് ജേക്കബ് വർഗീസ് എന്ന് പറയുന്ന, ജോണിച്ചാൻ എന്ന് പറയുന്ന ആ ദേവദാസന്റെ വീട്ടിനകത്താണ് പ്രാർത്ഥന നടക്കുന്നത്. അവിടെ എല്ലാവരും നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ ലാസ്റ്റിലാണ് അവിടെ കയറുന്നത്. അപ്പം ആ കതവിന്റെ സൈഡിൽ തന്നെ ഞാൻ ഇരിക്കുകയാണ്. ഒരാളുടെ മടിയിലോട്ട് ഒരാളുടെ കാല് വെച്ചാലേ ഇരിക്കാൻ പറ്റൂ, അത്രമാത്രം തിങ്ങിയിരിക്കുകയാണ്. ഞാൻ ചെന്ന് കയറിയപ്പോൾ പാട്ട് പാടുകയാണ്. സ്തുതിപ്പീൻ എന്ന് സ്തുതിച്ചിടുവീൻ യേശു രാജാതി രാജാവിനെ, ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ എന്നുള്ള പാട്ടാ പാടുന്നത്. അപ്പം ഈ പാട്ടിന്റെ വരികൾ പാടിക്കൊണ്ടിരിക്കുമ്പോ തന്നെ ഞാൻ അറിയാതെ പൊട്ടിക്കരഞ്ഞ് യേശു എൻ്റെ ഉള്ളത്തിൽ വന്നതിനാലുള്ള വരി പാടുമ്പോൾ ഞാന് കൈയൊന്നും അടിക്കുന്നത് എനിക്കറിയത്തില്ല പെന്തക്കോസ്തിലെ ആരാധന എങ്ങനെയാണ്. പക്ഷെ ഞാൻ അറിയാതെ കൈകളടിച്ച് പാട്ട് തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ അന്യഭാഷയിൽ സ്തുതിക്കാൻ തുടങ്ങി. എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നു. കാരണം എനിക്ക് വേണ്ടിയാണ് ആ സഭ കഴിഞ്ഞ 7 ദിവസങ്ങളായിട്ട് ഹോസ്റ്റുകൊണ്ടിരുന്നത്. എൻ്റെ മമ്മയുടെ അനുജത്തെ ഞാൻ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിനെ കൊണ്ട് അടുപ്പിച്ചു. പള്ളി വരാത്ത എനിക്ക് വേണ്ടി ഒരു ശൗലിനെ പോലെ ഒന്ന് എനിക്ക് വേണ്ടി ആ സഭ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ ആ ചർച്ച കയറുന്നത്. അപ്പൊ എല്ലാവരും സാക്ഷ്യം പറഞ്ഞു. എനിക്ക് സാക്ഷ്യം പറയേണ്ടതൊന്നും അറിയത്തില്ല. ഞാൻ ഈ 5ാം ക്ലാസ് പോലെ ധൂപറ്റി വീശി അത് ഇച്ചിരി എക്സ്പേർട്ട് ആയതുകൊണ്ട് കറക്കിയൊക്കെ വീശുമായിരുന്നു. അങ്ങനെ അത്രമാത്രം പരിപാടി നടത്തുന്ന എനിക്ക് ഈ പെന്തക്കോസ്തിലെ ആരാധന എന്തുവാന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. പാട്ട് പാടിക്കഴിഞ്ഞു, സങ്കീർത്തനം വായിച്ചു, എഴുന്നേറ്റ് എല്ലാവരും സാക്ഷ്യം പറയുന്നു. ഞാന് എല്ലാരെയും വിറപ്പിക്കാൻ നിന്ന് ഞാൻ 2 കാലും ഒട്ടു തമ്മി കൂട്ടിയിടിക്കുന്നത് പോലെ വിറച്ചുകൊണ്ട് അവരുടെ നടുവിൽ ഈ ബൈബിളുമായിട്ട് എഴുതിയിട്ടെന്ന് പറഞ്ഞു, ഇന്ന് രാവിലെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഇൻസിഡന്റ് ഉണ്ടായി, കർത്താവ് എന്നെ വിടുവിച്ചു, കർത്താവ് എന്നെ ആ അസുഖത്തിൽ നിന്ന് വിടുവിച്ചു എന്ന് പറഞ്ഞ് സാക്ഷ്യം പറയുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ ചർച്ച് കംപ്ലീറ്റ് പൊട്ടി കരയാണ്. പിന്നീടാണ് ഓരോരുത്തർ എഴുന്നേറ്റ് സാക്ഷ്യം പറയുകയാണ്, ഈ ചെറുപ്പക്കാരന് വേണ്ടിയായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട്. അങ്ങനെ 94 ജൂൺ മാസത്തില് ആ ചർച്ചിൽ സ്നാനം നടക്കുകയാണ്. പക്ഷെ എനിക്ക് എന്നിട്ടും ഒത്തിരി ഡൗട്ടാണ്. കാരണം ഈ കൊച്ചിലെ മുതൽ ഒത്തിരി കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കിയിട്ട് ത്രോണോസിൽ കൊണ്ടുവന്ന് മുത്തിച്ചു കൊണ്ടു കൊടുക്കുന്നത് ഞാനായിരുന്നു. അപ്പം അതുകൊണ്ട് ഈ ശിശു സ്നാനം ശരിയാണെന്ന് വാദിക്കുന്ന ഒരു പരിപാടി എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സ്നാനത്തെ കുറിച്ച് എനിക്ക് ഒത്തിരി ഡൗട്ട്. ഇന്നത്തെ അസംബ്ലി സോണിന്റെ സൂപ്രണ്ടായിരിക്കുന്ന TJ സോമൻ സാറ് അവിടെ വന്ന് സ്നാനത്തിന് ക്ലാസ് എടുക്കുകയാണ്. 9 പേര് സ്നാനത്തിന് തയ്യാറായി. അപ്പോൾ ആ സ്നാനത്തിന്റെ ക്ലാസ് ഞാനും അറ്റൻഡ് ചെയ്തു. 10 കുഷ്ഠരോഗികൾ സൗഖ്യമായെന്ന് പറഞ്ഞിട്ടുണ്ട്. 10ാമത്തെ കുഷ്ഠരോഗിയായിരുന്ന ഞാനും ആ പിറ്റേന്ന് നടന്ന സ്നാന ശുശ്രൂഷയിൽ 10ാമനായിട്ട് ഞാനും സമർപ്പിച്ച് കടന്നു ചെന്നു. ഞാൻ സ്നാനപ്പെട്ടു. എന്നോടൊപ്പം സ്നാനപ്പെട്ട പലരും ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിന്റെ വേലയിലുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. നിനക്ക് അറിയാൻ കഴിഞ്ഞു. ഒരു പക്ഷേ ഈ സാക്ഷ്യം അവരൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം ആ പഴയ കാലങ്ങൾ ഓർമ്മ വരുമായിരിക്കാം. അങ്ങനെ ദുബായിൽ ഷാർജയിലുള്ള ഒരു സ്വിമ്മിംഗ് പൂളിലാണ് ഞങ്ങളുടെ സ്നാനം നടന്നത്. അവിടുന്ന് അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് ഒരു എഴുത്തെഴുതി. ഇന്നു മുതൽ
ഞാൻ കർത്താവിന്റെ വചനമനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നോ, അല്ലാതെ ഞാൻ പെന്തക്കോസിൽ പോയെന്നോ സ്നാനപ്പെട്ടെന്നോ ഒന്നും പറഞ്ഞില്ല. എന്നാൽ എന്റെ ലെറ്റർ വീട്ടിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്റെ മമ്മി ഒരു റെഡ് പേന വെച്ചിട്ട് കുറെ ഭാഗങ്ങൾ എഴുതി. അതിനകത്ത് എഴുതി, നീ പള്ളിയിൽ ചെന്നിട്ടില്ലെന്ന് ഞങ്ങൾ അറിഞ്ഞു. കാരണം അവര് പത്തനാപുരം ദേറായിലുണ്ടായിരുന്ന ഒരു പുരോഹിതനായിരുന്നു, അന്ന് മെത്രാനായിട്ട് അവിടുത്തെ ദുബായിലെ ഇൻചാർജ് ആയിരുന്നത്. അദ്ദേഹം ത്രൂ അവരന്വേഷിച്ചു, ഞാൻ അന്ന് പള്ളിയിൽ ചെന്നിട്ടില്ല, മധുവായിൽ കയറിയിട്ടില്ലെന്ന് അറിഞ്ഞു. അപ്പോൾ അവരന്വേഷിച്ചു ഞാൻ എവിടെ പോയത്. അപ്പൊ ഞാൻ അമ്മയുടെ അനിയത്തിയുടെ കൂടെ പോയെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ പെന്തക്കോസ്റ്റിലേക്ക് നീങ്ങുകയാണ്. അതുകൊണ്ട് എഴുതി, പപ്പ പറഞ്ഞിട്ടുണ്ട് ഇനി എന്റെ ഒരു വിവരം നിന്നെ അറിയിക്കേണ്ടത്, തിരിച്ച് ഓർത്തഡോക്സിലേക്ക് വരികയാണെങ്കിൽ മാത്രം ഈ ഞങ്ങൾ ഇനി ഇങ്ങോട്ട് സംസാരിച്ചാൽ മതി എന്ന് ഒരു റെഡ് പേന വെച്ച് അത്ര എഴുതി എൻ്റെ മമ്മി എനിക്കൊരു ലെറ്റർ ഇട്ടു. ആ ലെറ്ററിന്റെ കയ്യിൽ കിട്ടി. ഞാൻ വളരെ വേദനയോടെയാണ്, കാരണം എൻ്റെ മാതാപിതാക്കളെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നു, അവരും എന്നെ ഒത്തിരി സ്നേഹിക്കുന്നു, പക്ഷേ ഈ ഒരു കാര്യത്തിൽ അവർ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല എന്ന് പറയുകയുണ്ടായി. അങ്ങനെ 94 കഴിഞ്ഞു. ലാസ്റ്റില് അവിടെ വെച്ച് ദുബായിൽ ഒരു കൺവെൻഷൻ നടക്കുന്നുണ്ടായിരുന്നു. ആ കൺവെൻഷനിൽ സുരേഷ് ബാബു പാസ്റ്റർ ആയിരുന്നു അന്ന് അവിടെ വന്ന് ശുശ്രൂഷിക്കുന്നത്. ആ സമയത്ത് ഞാനും ആ മീറ്റിങ്ങിൽ പോയി അറ്റൻഡ് ചെയ്തിരുന്നു. അദ്ദേഹം അവിടെ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ലാസ്റ്റില് കുറെ രോഗികളൊക്കെ സൗഖ്യമായിരുന്നു. അതിന്റെ ഓഡിയോ കാസറ്റ് ഞാൻ കരസ്ഥമാക്കി. ഒരു ടേപ്പ് റെക്കോർഡ് വാങ്ങിച്ച് കുറെ ഓഡിയോ കാസറ്റും ഒക്കെ ഞാൻ നാട്ടിൽ വന്നപ്പോൾ കൊണ്ടുവരാൻ വേണ്ടി വന്നു. അങ്ങനെ നാട്ടിൽ വന്നു. ട്രിവാൻഡ്രം എയർപോർട്ടിൽ ഞാൻ വരുന്ന തീയതിയൊക്കെ വീട്ടിൽ അറിയിച്ചു. പക്ഷേ 3.5 വർഷത്തോളം എൻ്റെ പപ്പ ഫോണിൽ പോലും എന്നോട് അത് സംസാരിക്കുകയില്ലായിരുന്നു. ഞാൻ നാട്ടിലെ ലീവിന് വരാൻ എല്ലാവരെയും അറിയിച്ചിട്ടാണ് വന്നതെങ്കിലും ട്രിവാൻഡ്രത്തെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഞാൻ വന്ന ഫ്ലൈറ്റും അതിനുശേഷമുള്ള പല ഫ്ലൈറ്റുകളും പോകുന്നിടം വരെ എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും എന്നെ വിളിക്കാൻ വന്നു കാണുമെന്നുള്ള പ്രതീക്ഷയിൽ 24-ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് ഗൾഫിൽ നിന്ന് വരിക. പക്ഷേ ആരും തന്നെ ഉണ്ടായില്ല. ഞാൻ കുറെ മണിക്കൂറുകൾ അവിടെ നോക്കി നിന്നിട്ടും അപ്പോഴെനിക്ക് മനസ്സിലായി എന്നെ വിളിക്കാൻ ആരും വരില്ല എന്നുള്ള കാര്യം മനസ്സിലായി. ഞാൻ ഉപവാസത്തോടെയായിരുന്നു വന്നത്. അവിടെ നിന്നൊരു വണ്ടിയെടുത്ത് ഞാൻ വീട്ടിൽ അവിടെ വന്നു. വണ്ടിക്കാരനോട് ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടേ പോകാവുള്ളൂ, പൈസയൊക്കെ ഞാൻ തന്നിട്ട് പോകാം, പക്ഷേ ഞാൻ പറയുന്നിടം വരെ ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്യണം. എനിക്കറിയാം വീട്ടിൽ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത്. അതുകൊണ്ട് വീട്ടിലേക്കുള്ളതെല്ലാം ഒരു പെട്ടിയിലും എനിക്ക് അത്യാവശ്യമുള്ള ഉടുപ്പും കാര്യങ്ങളും വേറൊരു ചെറിയ പെട്ടിയിലുമായിട്ടാണ് ഞാൻ വന്നത്. മിക്കവാറും ഗെറ്റ് ഔട്ട് അടിച്ചാൽ അവിടെ നിന്ന് അന്നേരെ പോകേണ്ടി വരും എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വാതിക്കൽ വണ്ടി കൊണ്ടുവന്ന് നിർത്തി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വീടിന്റെ കതവ് തുറന്നു. വന്നു എന്നുള്ളത് മനസ്സിലായി. അവരെല്ലാം അകത്തേക്ക് മാറി. ആരും തന്നെ മുമ്പോട്ട് വന്നില്ല. ഞാൻ വീട്ടിനകത്തേക്ക് കയറിയപ്പോൾ കുറച്ചു നേരം ആരും മിണ്ടുന്നില്ല. അപ്പൊ ഞാൻ വണ്ടിക്കാരനോട് പോകാൻ പറഞ്ഞു. അതിനുശേഷം എന്നോട് പറഞ്ഞു, ഭക്ഷണം ഇരിപ്പുണ്ട്, എടുത്തു കഴിക്കണം എന്ന് പറഞ്ഞു. വളരെ പരുഷമായ രീതിയിലാണ് സംസാരമൊക്കെ. ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കുന്നില്ല. അതെന്താ? ഞാൻ പറഞ്ഞു ഉപവാസം. എന്തോന്നിന്റെ ഉപവാസം എന്നുള്ള രീതിയിൽ ടോക്കുകൾ ആരംഭിച്ചു. വൈകിട്ടായപ്പോഴത്തേക്കിന് എല്ലാവരും എൻ്റെ വീട്ടില് സന്ധ്യാ നമസ്കാരം എല്ലാ ചൊല്ലും. അപ്പം അവരെല്ലാം, ഞാനും കുളിച്ച് റെഡിയായി അവിടെ ഇരുന്നു. ഇവരെല്ലാം അതെല്ലാം ചൊല്ലും. എനിക്കറിയാം എവിടെ ചൊല്ലിയാലും എവിടെ വരെ ചൊല്ലുമെന്നറിയാം. മൊത്തം എൻ്റെ പപ്പായും മമ്മിയും സഹോദരിമാരും കൊണ്ട് ചൊല്ലി തീർത്തു. ഞാന് അനങ്ങാതെ അവിടെ ഇരുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ബൈബിൾ എടുത്തു. ഞാനൊരു അധ്യായം വായിച്ചു. ഞാൻ ഒരു പാട്ട് പാടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇവരെന്നെ വല്ലാതെ ഏതോ ഒരു ജീവി വന്നിട്ടുണ്ടെന്നുള്ള രീതിയിൽ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി. പിറ്റേന്ന് രാവിലെ പള്ളിയിലെ കുർബാനയുള്ള ദിവസമാണ്. രാവിലെ തന്നെ വീട്ടിലെ അന്തരീക്ഷം വളരെ രൂക്ഷമായി. പപ്പ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു, നീ ഗൾഫിൽ പോയി പെന്തക്കോസോ എന്തോ കോസോ ആയിക്കോ, പക്ഷേ ഇവിടെ വരുമ്പം എൻ്റെ കൂടെ പള്ളി വന്നേ പറ്റുള്ളൂ. ഞാൻ അന്ന് വരെ എൻ്റെ പപ്പായോട് ഒന്നും മറുതലിച്ച് പറഞ്ഞിട്ടില്ല. കാരണം അതുപോലെയാണ് ഞങ്ങളുടെ വീട്ടില് ഞങ്ങളെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ വളർത്തിക്കൊണ്ടുവന്നത്. അന്ന് ഞാൻ ഈ കാര്യത്തിൽ പപ്പയോട് പറഞ്ഞു, പപ്പായ്ക്ക് എൻ്റെ മേലെ എല്ലാ അധികാരമുണ്ട്, പപ്പ എൻ്റെ പപ്പയാണ്, പക്ഷേ എന്നെ കൊല്ലണമെങ്കിൽ പപ്പയ്ക്ക് കൊല്ലുവേണം ചെയ്യാം, അതിനു വേണ്ടിയും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഞാൻ അവിടെയും ഇവിടെയും എന്നെ ഒരുപോലെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കണ്ണ് വെട്ടിച്ച് എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, ഇവിടെ ഇഷ്ടം പോലെ പേര് ഗൾഫിൽ പോയി അങ്ങനെയൊക്കെ പോകുന്നവരുണ്ട്, പക്ഷെ നാട്ടിൽ വരുമ്പം അവർ മർത്തോമ പള്ളിയിലും മറ്റു പള്ളികളിലും ഒക്കെ അവരവരുടെ പള്ളികളിലാണ് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ
അത് എന്നെ നാണം കെടുത്തരുത്, അതുകൊണ്ട് പള്ളി വന്നോളൂ എന്ന് പറഞ്ഞു. കുറെ നേരം വീട്ടിലെ അന്തരീക്ഷം രാവിലെ ഒരു മരണ വീട്ടിലെ പോലെ, വീട്ടിൽ കരച്ചില്, നിലവിളി, മമ്മി കരയുന്നു, പെങ്ങന്മാര് കരയുന്നു, പപ്പ വളരെ രൂക്ഷമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. ഓരോരുത്തർ പള്ളിയിൽ പോകാൻ തുടങ്ങി. ലാസ്റ്റ് പപ്പ എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ എന്നുള്ള രീതിയിൽ അവിടെ നിന്നു. ഞാൻ ഇറങ്ങാതെ ഞാൻ കുളിച്ച് റെഡിയായി, രാവിലെ തയ്യാറായി. പക്ഷെ ഒരു പായാണ് അവിടെ വിരിച്ചു. എനിക്കറിയത്തില്ല എൻ്റെ അടുത്ത് പ്രാർത്ഥനയുണ്ടോ എന്നൊന്നും അറിയത്തില്ല. കുറച്ച് ദൂരെ TPM-ന്റെ ഒരു ചർച്ച ഉണ്ടെന്ന് അറിയാം. അതല്ലാതെ പെന്തക്കോസ് ആൾക്കാരെ കുറിച്ച് എനിക്ക് യാതൊരു വിവരവും അവിടെ ഇല്ല. ഞാനങ്ങനെ ഇവരെല്ലാം പോയി കഴിഞ്ഞിട്ട് പപ്പ പോവാതെ നിന്നു. എന്നെ കൊണ്ടുപോയി അടങ്ങുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു, ഒരു കാരണവശാലും ഞാൻ വരില്ല. അവസാനം ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഇളയ പെങ്ങളെ അവിടുത്തെ വൈദികൻ കുർബാനയ്ക്കിടയ്ക്ക് ഞാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് അവനെ വിളിച്ചോണ്ട് വന്നു പറഞ്ഞു. ഇങ്ങനെ കൂടെ അവള് വരുന്നുണ്ട്, അച്ഛൻ വിളിക്കുന്നുണ്ട്, പെട്ടെന്ന് വന്നോണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവളും വന്ന് ചൂടായിട്ട് സംസാരിച്ചിട്ട് പോകും. ഞാൻ അവിടെ നിന്ന് ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. എങ്ങനെയാണോ ഒരു ആരാധനയിൽ ഞാൻ കണ്ടത് അതുപോലെ സങ്കീർത്തനം വായിച്ചു, പാടി പ്രാർത്ഥിച്ചു. ഞാൻ തന്നെ തല ദിവസം കുറെ കഴിഞ്ഞപ്പോഴേ പള്ളിയിൽ എനിക്ക്, ഞങ്ങളുടെ കട്ടിലേക്ക് കടന്നാൽ പള്ളിയിലെ കുർബാന മൈക്കില്ലാതെ കേൾക്കാം, അത്ര അടുത്താണ് പള്ളി. അതുകൊണ്ട് അവിടുന്ന് തീരാറായപ്പോൾ അച്ഛൻ വീണ്ടും എൻ്റെ പെങ്ങളെ പറഞ്ഞിട്ട് എന്നോട് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് പള്ളിയിൽ ചെല്ലണം. ഞാൻ ബൈബിൾ എടുത്തു, ദൈവത്തോട് പറഞ്ഞ കർത്താവെ, ഞാൻ ഈ ദൈവവചനമായിട്ട് പോകും, എനിക്കൊന്നും അറിയത്തില്ല, ഞാനൊരു പുതിയ വിശ്വാസിയാണ്. പക്ഷേ കർത്താവ് അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അങ്ങയുടെ വചനത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, തക്ക സമയത്ത് അങ്ങ് തരും, നാവിന്മേൽ തരുമെന്ന്. അതുകൊണ്ട് കർത്താവെ, അദ്ദേഹം എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ എന്നോട് അതിന് മറുപടി പറയാം, എനിക്ക് കർത്താവെ കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്ന് അദ്ദേഹം എന്നെ രൂക്ഷമായിട്ട് പല കാര്യങ്ങൾ എന്നോട് ഇടപെട്ടു. അദ്ദേഹത്തിന് അതിലൊരു ഇവിടെ അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നതുകൊണ്ട് പിന്നെ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് പോയി. ചില താക്കീതുകളൊക്കെ തന്നു. അദ്ദേഹം ഈ അന്നുണ്ടായിരുന്ന ആ വൈദികൻ ചില സേവാ പരിപാടിയൊക്കെ ഉള്ളായിരുന്നതാണ്. അതെനിക്ക് കുഞ്ഞിലെ തൊട്ട് അദ്ദേഹം ബ്രദർ ആയിരിക്കും മുതൽ എനിക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ചില സേവാ പരിപാടികളുണ്ട്. ഞാൻ തിരിച്ച് ലീവ് കഴിഞ്ഞിട്ട് പോകുന്ന ആ സമയമായപ്പോൾ അദ്ദേഹം കോളേജില് ജോലിയുള്ള ആളായതുകൊണ്ട് അവിടെ നിന്ന് ഒരു അറ്റൻഡറിന്റെ കയ്യില് ഒരു A4 സൈസില് 2 ഷീറ്റ് നിറച്ചു. അതിന്റെ 2 പുറം നിറച്ച് ലോകത്തിൽ എന്തെല്ലാം ശാപമുണ്ടോ, ബൈബിളിൽ എന്തെല്ലാം ശാപത്തിന്റെ വാക്കുകളുണ്ടോ, അതെല്ലാം പറഞ്ഞൊരു ലെറ്റർ എഴുതി. എന്നിട്ട് അവസാനം ഞങ്ങളുടെ നാട്ടിലും ഒക്കെ സംഭവിച്ച പല ഇൻസിഡന്റുകളൊക്കെ, പല വീടുകളുടെ അവസ്ഥയൊക്കെ എഴുതിയിട്ട് പറഞ്ഞു, നീ തിരിച്ച് ഓർത്തഡോക്സ് പള്ളി വന്നില്ലെങ്കിൽ ഇതുപോലുള്ള ശാപങ്ങളെല്ലാം നീ കാരണം നിന്റെ വീട്ടിലും വരും. മാത്രമല്ല, നീ തിരിച്ച് പള്ളി വന്നില്ലെങ്കിൽ നീ ജീവനോടെ തിരിച്ചു വരത്തില്ല, നിന്റെ ശവം ഒരു പെട്ടിക്കകത്തെ നാട്ടിൽ കൊണ്ടുവരത്തുള്ളൂ എന്ന് എനിക്ക് വാണിങ് ഒരു ലെറ്റർ തന്നു. എൻ്റെ പപ്പയായിരുന്നു പള്ളിയിലെ ട്രഷററും ഒക്കെ. അത് പള്ളിയുടെ ചാവി ഞങ്ങളുടെ വീട്ടിലാണ്. അപ്പം ഈ ലെറ്റർ കൊണ്ടുവന്ന് എൻ്റെ പപ്പയുടെ കയ്യിലാണ് കൊടുത്തത്. പള്ളിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കയ്യിലാണ് കൊണ്ടുകൊടുത്തത്. പപ്പ ഈ ലെറ്റർ, അച്ഛന്റെ ലെറ്റർ ആയതുകൊണ്ട് പൊട്ടിച്ചു വായിച്ചപ്പോഴാണ് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ശാപവാക്കുകൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത്. പപ്പ ഇങ്ങനെ പറഞ്ഞു, ഇവൻ ജനിക്കാതിരുന്നെങ്കിൽ ഇത്ര ശാപം വരത്തില്ലായിരുന്നു എന്നൊരു കാര്യം കൂടി ഇവിടെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ ലെറ്റർ എൻ്റെ കയ്യിൽ തന്നു. എനിക്കറിയില്ല, ഞാൻ ഈ ലെറ്ററുമായിട്ട് തിരികെ അടുത്ത ദിവസം ദുബൈയിലേക്ക് തിരിച്ചു പോയി. സംഖ്യാപുസ്തകത്തിൽ നിന്ന് ദൈവം എനിക്കൊരു വാക്ക് കാണിച്ചു തന്നു. 23:23 സംഖ്യ 23. ഇസ്രായേലിന് ആഭിചാരം ഫലിക്കുകയും യാക്കോബിന് ലക്ഷണവിദ്യേശത്തിൽ. ഈ വാക്യം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനിങ്ങനെ ദിവസങ്ങളിൽ ഈ വാക്യം ഇങ്ങനെ തുറന്നു വെച്ച് ഈ ലെറ്റർ എടുത്ത് ഇതിന്റെ ആ സൈഡിൽ വെച്ചിട്ട് ഞാനിങ്ങനെ ഈ ലെറ്ററിലും കൈവെക്കും, ഈ വാക്യത്തിലും കൈവെക്കും. കർത്താവെ, ഈ എൻ്റെ കൊച്ചു അറിവുകൾക്കനുസരിച്ച് ഞാൻ ഈ വാക്യം പറഞ്ഞ് സ്വോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൃപയാൽ ഞാൻ പല പ്രാവശ്യം എനിക്ക് ആക്സിഡന്റ് ഉണ്ടായി. അവിടെ വെച്ച് തന്നെ ഞാൻ ദുബൈയില് ഒരു കേബിൾ ജോയിന്റിങ് സെക്ഷനിലായിരുന്നു എൻ്റെ ജോലി. ദുബൈയിൽ നിന്ന് ദീർഘദൂരം യാത്ര ചെയ്തായിരുന്നു എല്ലാ ദിവസവും എനിക്ക് പോകേണ്ടി വന്നു. ജബുലാലി എന്ന് പറയുന്ന പോർട്ടിലായിരുന്നു ഞങ്ങളുടെ കമ്പനിയുടെ കൂടുതൽ വർക്ക് നടന്നത്. അവിടെയുള്ള പെട്രോളിയം കമ്പനി, എക്കോ, കോൾടെക്സ് എന്ന് പറയുന്ന 2 കമ്പനികൾ ഉണ്ടായിരുന്നു. അതിന്റെ ഇലക്ട്രിക്കൽ കോൺട്രാക്ട് ഞങ്ങളുടെ കമ്പനിക്കായിരുന്നുകൊണ്ട് മിക്കവാറും രാവിലെ 5:30-6 മണിക്ക് തന്നെ ഞങ്ങൾ യാത്ര ചെയ്യും. തിരിച്ച് വരുന്നത് ഒരു രാത്രി വൈകിട്ട് സമയത്തോടു കൂടിയാണ്. അതിനുശേഷം ഞാന് ഈ ജോലി തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഓടിപ്പോയി പെട്ടെന്ന് തന്നെ പ്രാർത്ഥിക്കുന്ന പല സഹോദരന്മാരുണ്ട്.
അവരുടെ കൂടെ പോയിരുന്ന് രാത്രി പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പൊ ഈ ലെറ്റർ അന്നുണ്ടായിരുന്ന എന്റെ സഹോദരങ്ങൾ പലരും കാണുകയും അവരെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഒരിക്കൽ ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എബ്രഹാം എന്ന് പറഞ്ഞ എന്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹം പ്രാർത്ഥിക്കുന്നതിന് മധ്യേ ഒരു വെളിപ്പാട് കണ്ടു. എന്നെ ഒരു പൊള്ളലേറ്റ അവസ്ഥയിൽ ഒരു വാഴയിലക്കകത്ത് കിടത്തിയിരിക്കുന്ന ഒരു സാഹചര്യം കാണുകയുണ്ടായി. എന്നോട് പറഞ്ഞു, മോനെ നീ നന്നായിട്ട് പ്രാർത്ഥിക്കണം, ഇങ്ങനെ ഒരു സംഭവം കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഷിപ്പിനകത്ത് ചില ജോലിക്ക് വേണ്ടി കമ്പനിയിൽ നിന്ന് പോകേണ്ടി വന്നു. അങ്ങനെ ദുബായിലുള്ള ട്രൈഡോക്കിൽ ഞാൻ ഷിപ്പിൽ ജോലിക്ക് പോകുമ്പോൾ അവിടെ വെച്ച് എൻ്റെ ഒരു തവണ എൻ്റെ വലത്തെ ഫിംഗറിന്റെ ഈ ഇതിനകത്ത് വെച്ച് ഒരു പൊട്ടലുണ്ടായി. അത് കഴിഞ്ഞ് അതൊന്ന് ശരിയായി വന്നു. ഞാൻ വീണ്ടും ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. അതൊരു വെള്ളിയാഴ്ചയാണ് സംഭവിച്ചത്. ആരാധനയ്ക്കെന്ന് പോവാതെ കമ്പനിയുടെ സ്ട്രിക്റ്റ് ആയ റൂൾ ആയതുകൊണ്ട് പോയി. വീണ്ടും ഒരു പ്രാവശ്യം ഇതുപോലെ ജോലിക്ക് പോയപ്പോൾ ഒരു വെള്ളിയാഴ്ച തന്നെയാണ് അതും. അന്ന് ജോലിക്കിടയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു ഫിലിപ്പിയനി ഒരു സഹോദരനായിരുന്നു. ഒരു വലിയൊരു ജനറേറ്ററിന്റെ കവർ ഡിസ്മാൻഡിൽ ചെയ്യുന്ന വഴിക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഓയിൽ ഉണ്ടായതുകൊണ്ട് സ്ലിപ്പായി പോയി. ആ സാധനം കാസ്റ്റ് അയൺ ആയതുകൊണ്ട് പൊട്ടിപ്പോയാൽ വലിയൊരു നഷ്ടം ഉണ്ടാകുന്നുള്ളത് കൊണ്ട് ഞാൻ അത് രക്ഷിക്കാൻ വേണ്ടി പിടിവിടാതെ നിന്നു. വലിയൊരു വെയിറ്റ് ഉള്ള സാധനമുണ്ട്. അതും എൻ്റെ കൈയും കൂടെ വന്ന് ഒരു ഇടത്ത് തട്ടി എൻ്റെ ഈ വിരലിന്റെ ഈ ഭാഗം, ഇവിടെ ഇത്രയും ഭാഗം ഇപ്പോഴും ആ പാടുണ്ട്. ഇവിടുന്ന് ഇത്രയും ഭാഗം ഞാൻ ഇട്ടിരുന്ന ഗ്ലൗസിനകത്ത് അത് തെറിച്ചുപോയി. വലിച്ചൂരുമ്പോൾ ആ ഭാഗമില്ല, തൂങ്ങിക്കിടക്കുകയാണ്. ഞാൻ അന്നൊരു തീരുമാനമെടുത്തു, കർത്താവേ, ഇനി മേലിൽ ആരാധനയെ മുടക്കിയിട്ട് ഞാനൊരു ജോലിക്ക് പോകുന്നു. അതായത് ഞാനൊരു തീരുമാനമെടുത്തു. അപ്പോഴ് ഒരു സൈഡിൽ കൂടെ എനിക്കുള്ള വെല്ലുവിളി എന്നെ തിരിച്ച് ജീവനോട് ചെല്ലുകയില്ല എന്നുള്ള വെല്ലുവിളി. അങ്ങനെ ഇരിക്കെ ഒരു വലിയൊരു മോട്ടറെല്ലാം ഷിപ്പിന്റെ വലിയ 2-3 നില കെട്ടിടം പോലെയാണ് ഷിപ്പിന്റെ ഉൾഭാഗം. അതിന്റെ മുകളിലൊരു ട്രെയിനിന്റെ ഒരു മോട്ടർ ഞങ്ങൾ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വഴിക്ക് എൻ്റെ അടുത്ത് നിന്ന ആള് പെട്ടെന്ന് ഓയിൽ കാരണം സ്ലിപ്പായി അദ്ദേഹത്തിന്റെ കാല് വന്ന് എൻ്റെ കാലിൽ തട്ടിയിട്ട് തെന്നിപ്പോയത്. പക്ഷേ ഞാൻ ഇട്ടിരുന്ന ബോയിലർ സൂട്ട് അവിടെ ഒരു നട്ട് ബോൾട്ടിൽ കുടുങ്ങിയിട്ട് എൻ്റെ വാരിയിൽ അതിനകത്ത് കുടുങ്ങി. ഞാൻ അങ്ങനെ അതിനകത്ത് കിടന്നു. അല്ലെങ്കിൽ നേരെ വീഴുന്നത് ഈ എഞ്ചിൻ റൂമിലെ തുറന്നു വെച്ചിരിക്കുന്ന എഞ്ചിനകത്തേക്കാണ് ഞാൻ പോകുന്നത്. പിന്നെ ഒരു തവിട് പൊടിയാന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടില്ല. ഈ വെളിപ്പാട് ഈ ദേവദാസനോട് പറഞ്ഞ ചില ദിവസങ്ങൾക്കുള്ളിലാണ് ഈ സംഭവം നടന്നത്. അങ്ങനെ പറഞ്ഞത് മരണകരമായ പല ഘട്ടങ്ങൾ വന്നു. അപ്പോഴെല്ലാം എനിക്ക് രക്ഷിക്കപ്പെട്ട് ഞാൻ ഇത്രയും കർത്താവിനെ വിരോധിച്ചിട്ടും കർത്താവ് എന്നെ സ്നേഹിച്ചുള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മറ്റുള്ളവരോട് സുവിശേഷം പറയാൻ. അപ്പം എനിക്ക് ഒത്തിരി കാര്യങ്ങൾ മറ്റു പല രാജ്യക്കാരവിടെ ഈ ഷിപ്പിൽ വർക്കിന് വരുന്നുണ്ട്. അതിനകത്ത് ബംഗ്ലാദേശികളുണ്ട്, പാകിസ്ഥാനികളുണ്ട്, നേപ്പാളിൽ നിന്നുള്ളവരുണ്ട്, ഏഷ്യൻ ഭൂഖണ്ഡത്തിലുള്ള പല രാജ്യങ്ങളുണ്ട്, അപ്പൊ തന്നെ യൂറോപ്പിൽ നിന്നുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട്. അപ്പൊ ഞാൻ എല്ലാവരും ഹെൽമെറ്റ്, അവിടെ സേഫ്റ്റി ഫസ്റ്റ് ആണ്. അപ്പൊ ഹെൽമെറ്റിന്റെ മുകളില് വാക്യങ്ങൾ എഴുതും. ജീസസ് ലവ്സ് യു എന്നും ക്രൈസ്റ്റ് ഈസ് ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്നൊക്കെ സൈഡിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ട് പോകും. അത് ഞങ്ങൾ എല്ലാവരും ഈ ഉച്ച സമയത്ത് ഒരുമിച്ച് അവിടെ അലാറം മുഴങ്ങുമ്പം, സൈറൺ മുഴങ്ങുമ്പം ഗാങ് വേയിൽ വരണം. ഏകദേശം ഒരു 150ഓളം സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് വേണം ഷിപ്പിന്റെ ഡെക്കിൽ നിന്ന് അതിന്റെ താഴെ ഭാഗത്ത് ഞങ്ങളുടെ ഡോക്കിലേക്ക് വരാം. അത്രയും സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഇത് നിറച്ച ആളുകൾ നിൽക്കുകയാണ്. ഈ മെക്കാനിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന പല മുസ്ലിം സഹോദരങ്ങൾ ഇത് കാണുമ്പോൾ അവർ കരിശമാണ്. അവരുടെ കയ്യിലിരിക്കുന്ന വലിയ അവരുടെ ടൂൾസ് വെച്ചിട്ട് എൻ്റെ ഹെൽമെറ്റിൽ അടിക്കും. ചില സന്ദർഭങ്ങളിൽ എൻ്റെ ഹെൽമെറ്റ് പൊട്ടിപ്പോയിട്ടുണ്ട്. പക്ഷേ കൃപയാണ് അവിടെ നിന്ന് അതിലെല്ലാം കർത്താവ് സഹായിച്ചു. ഞാൻ ഇന്ന് സിവിയർ ആയിട്ടുള്ള സർവൈക്കൽ പ്രോബ്ലംസ് അഭിമുഖീകരിക്കുകയാണ്. അന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഇത്രയും വലിയ അടി തലയ്ക്ക് വരുമ്പം അത് വലിയ റിംഗ് സ്പാനറുകളുണ്ട്. അത് വളരെ ഹെവി ആയിട്ടുള്ള സാധനം. ഇതൊക്കെ വെച്ചായിരിക്കും ചിലപ്പം തൊട്ട് ബാക്കിൽ നിൽക്കുന്നവൻ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പം അതിന് മേളിൽ നിന്ന് തലയ്ക്ക് ഹെൽമെറ്റിൽ അടിക്കുന്നത്. ഈ വാക്യം കാരണമാണ് പ്രശ്നം. അങ്ങനെയൊക്കെയുള്ള പല വിരോധങ്ങൾ അവിടെ വെച്ച് തന്നെ സഹിക്കേണ്ടി വന്നു. പിന്നീട് എൻ്റെ കമ്പനി പല പ്രാവശ്യം എനിക്ക് താക്കീത് തന്നു. വെള്ളിയാഴ്ച ആരാധനയ്ക്ക് പോകുന്നത് അവര് എന്നോട് ബാൻ ചെയ്തു. അങ്ങനെ കമ്പനിയിലെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലെല്ലാം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവരെനിക്ക് ഒരു സൈറ്റിലെ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ഒരു വ്യാഴാഴ്ച വൈകിട്ടാണ് എന്നെ ഓഫീസിലേക്ക് വിളിച്ചു. എന്നോട് പറഞ്ഞു ഓഫീസിൽ വരണം, ചില കാര്യങ്ങൾ സംസാരിക്കാനാണെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു കമ്പനിയുടെ ജോലി കാര്യങ്ങളായിരിക്കും. അവസാനം എന്നോട് പറഞ്ഞു ഞാൻ നിനക്ക് ചില പ്രോമിസ് തരാം, പക്ഷെ ഒരു കാര്യം നിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് വേണം. ഞാൻ ചോദിച്ചു എന്താണ്? അത് നീ അന്നേരം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, വിവാഹം കഴിച്ചാൽ ഫാമിലി വിസ തരാം.
ദുബായിലെ ഡ്രൈവിംഗ് ലൈസൻസ്, അന്ന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണമെന്ന് പറഞ്ഞാൽ വലിയ പാടാ. കമ്പനിയുടെ പേപ്പർ ഇല്ലാതെ പറ്റില്ല. അത് തരാം. സൈറ്റിൽ അധികം പോകണ്ട. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി തരാം. 1 ഇയർ ടിക്കറ്റ് തരാം. ഇത് എല്ലാ ഫെസിലിറ്റീസും നിനക്ക് തരാം. പക്ഷെ ഒറ്റ കാര്യം നിന്റെ ഭാഗത്ത് വേണം, നീ ആ പള്ളി പോകുന്ന പരിപാടി ഉണ്ടല്ലോ അതങ്ങ് നിർത്തണം, ചർച്ചിൽ പോകുന്നത് നിർത്തണം. ഞാൻ പറഞ്ഞു അത് മാത്രം പറ്റില്ല. നിങ്ങൾ ഈ പറഞ്ഞ ഫെസിലിറ്റീസ് ഒന്നും എനിക്ക് തന്നില്ലെങ്കിൽ ഇപ്പൊ തരുന്ന സാലറി എനിക്ക് മതി. പക്ഷെ എനിക്ക് 2 മണിക്കൂർ വെള്ളിയാഴ്ച ആരാധനയ്ക്ക് പോകാനുള്ള സമയം തരണം. ബാക്കി സമയത്ത് വേണമെങ്കിൽ നിങ്ങൾ പറയുന്ന എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അതും ഞാൻ ചെയ്യാൻ തയ്യാറ്. എനിക്ക് ഓവർ ടൈമും തരണ്ട, ഒന്നും തരണ്ട. പറഞ്ഞു എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോഴേ, എന്റെ കൂടെ ഉണ്ടായിരുന്ന പല കമ്പനികളുണ്ടായിരുന്ന പല ഗോവൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവരെല്ലാം ഓവർ ടൈം ഡബിൾ ആണ് ഞങ്ങളുടെ കമ്പനിയുടെ കൊടുക്കുന്നത്. ഇവര് വെള്ളിയാഴ്ച രാവിലെ നേരെ സൈറ്റിന്റെ അടുത്ത് പോയിട്ട് അവിടെ ചെന്നിട്ട് ഞങ്ങളുടെ ബോസിന് ഫോൺ ചെയ്തിട്ട് പറയും, ജോസ് വന്നിട്ടില്ല, അവനില്ലാതെ പണികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അത് കാരണം ഞങ്ങൾ തിരിച്ചു പോവാണ്. പക്ഷെ സാലറി അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ. അവര് പോയി സീഷോറിലൊക്കെ പോയി അവര് അതെല്ലാം കഴിഞ്ഞ് അവർ വരത്തുള്ളൂ. അങ്ങനായി കമ്പനിക്ക് അത് ഞാൻ നിമിത്തം നഷ്ടം ഉണ്ടാകുന്നുള്ള രീതിയിൽ അവര് വരുത്തി തീർത്തു. സത്യത്തിൽ അങ്ങനെയല്ലായിരുന്നു. ഞാൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും പിറ്റേന്ന് ദിവസങ്ങളും എല്ലാം ചെയ്തിട്ടേ ഞാൻ വരത്തുള്ളൂ. പക്ഷെ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൊടുത്തതാണ് ഇങ്ങനെയൊരു സംസാരത്തിന് കാരണമായത്. അവസാനം വൈകിട്ടായിരുന്നു ഈ സംഭവം. ഏകദേശം 7 മണി കഴിഞ്ഞു. എന്റെ മുമ്പിൽ 1 മണിക്കൂർ എനിക്ക് അവസരം തന്നു. 1 മണിക്കൂർ അദ്ദേഹത്തിന് മുമ്പിൽ ഇരുത്തി എന്നെ എത്രത്തോളം ബ്രെയിൻ വാഷ് ചെയ്യാമോ അത്രത്തോളം എന്റെ ബോസ് എന്നെ ബ്രെയിൻ വാഷ് ചെയ്തു. ഈ രീതിയിലെല്ലാം പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ കമ്പനിയിൽ നിന്ന് കുറച്ച് എന്റെ പെങ്ങളുടെ സ്റ്റഡിക്ക് വേണ്ടി കുറച്ച് ലോൺ എടുത്തിരുന്നു. അതും ഇളവ് ചെയ്തു തരാം, എല്ലാം ചെയ്തു തരാം. പക്ഷെ ആരാധനയ്ക്ക് പോകണം. വെള്ളിയാഴ്ച ആരാധനയ്ക്ക് പോകാൻ പാടില്ല. ജോലി ഉണ്ട് പോലും ഇല്ല പോലും, നീ ക്യാമ്പിൽ കാണും. എനിക്ക് ഈ 2 മണിക്കൂർ അവധി തന്നേ പറ്റുള്ളൂ, ബാക്കിയുള്ള സമയത്ത് ഞാൻ അവിടെ കാണും. അത് മാത്രം പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ദേഷ്യപ്പെട്ട് അദ്ദേഹം റിസൈൻ ലെറ്റർ എടുത്ത് മേശപ്പുറത്തുനിന്ന് എന്റെ മുമ്പിലേക്ക് ഇട്ടു. ഞാൻ ചോദിച്ചു, കർത്താവ് ഞാൻ എന്ത് ചെയ്യണം? ഒരു മറുപടി. ഞാൻ അന്നേരം പെട്ടെന്ന് എനിക്കറിയാവുന്ന പലരുടെയും ഫോൺ വിളിക്കാൻ നോക്കി, ആരും ഫോണിൽ കിട്ടുന്നില്ല. പെട്ടെന്ന് എനിക്ക് 32-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം ഓർമ്മ വന്നു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ വചനം പറയുന്നല്ലോ, ഞാൻ നിന്റെ ഉപദേശം നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരും, ഞാൻ നിന്റെ പേര് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു. കർത്താവെ, ആ വാക്യപ്രകാരം എനിക്കിപ്പം ഒരാലോചന വരും. കാരണം എൻ്റെ 2 പെങ്ങന്മാരും എനിക്ക് പുറകില് പഠിക്കുന്നു, പപ്പ മമ്മി വയ്യ, അവരുടെ കാര്യങ്ങളെല്ലാം എനിക്ക് നോക്കണം. കർത്താവെ, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. നീ എന്നോടൊപ്പം, നീ എന്റെ കാര്യം നോക്കുന്നു, നിന്റെ കാര്യം ഞാൻ നോക്കുമെന്നൊരു ശബ്ദം അന്ന് കേട്ടതുപോലെ എന്റെ കാതിൽ ഞാൻ കേട്ടു. ഞാൻ ഒരു മടി കൂടാതെ ആ റിസൈൻ ലെറ്റർ എടുത്തിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ നിന്ന് ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സൈൻ ചെയ്ത് ആ പേപ്പർ തിരിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് കലി ഇളകി. ഉടൻ തന്നെ ഏകദേശം 8 മണിക്ക് അടുപ്പിച്ചായി. പെട്ടെന്ന് PR വിളിച്ചിട്ട് പറഞ്ഞു, ഓഫീസ് അടയ്ക്കരുത്, ഞാൻ ഒരുത്തനെ കൊണ്ട് വരുവാന്ന്. നേരെ പോയി രാത്രി തന്നെ എന്റെ ക്യാൻസലേഷൻ ചെയ്തു. തൊട്ടടുത്ത എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് ഒരു ബെനിഫിറ്റും തരില്ല. ആക്ച്വലി എന്റെ 2 ആക്സിഡന്റ് ഉണ്ടായതുകൊണ്ട് ഞാൻ കേബിൾ ജോയിന്റിങ് സെക്ഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ലക്ഷക്കണക്കിന് രൂപ എനിക്ക് ഇൻഷുറൻസ് ആയിട്ട് ലഭിച്ചതാണ്. പക്ഷെ അതിൽ 1 രൂപ പോലും എന്റെ കയ്യിൽ തന്നില്ല. മറിച്ച് ഞാൻ 5 വർഷത്തോളം ജോലി ചെയ്തു, ഒരു ബെനിഫിറ്റും തരാതെ. എന്റെ ടിക്കറ്റ് പോലും തരില്ലെന്ന് പറഞ്ഞു. നാട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റ് തരില്ലെന്ന് പറഞ്ഞു. അതും നിന്റെ സ്വന്തം കയ്യിൽ നിന്ന് എടുത്തോണം പറഞ്ഞു. അവസാനം ഞാൻ ഇട്ടിരുന്ന പഴയ ഉടുപ്പുകളല്ലാതെ എന്റെ സിസ്റ്റേഴ്സിന് ഒരു പാക്കറ്റ് മുട്ടായി പോലും വാങ്ങിക്കാൻ അനുവദിക്കാതെ എന്നെ തൊട്ടടുത്ത ദിവസം രാവിലെ വെറും കൈയായി എന്നോട് പറഞ്ഞു, ലാസ്റ്റ് ബോംബെ വരെയുള്ള ടിക്കറ്റ് തരുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എന്റെ കയ്യിൽ 1 പൈസ പോലും ഇല്ല, എനിക്ക് നാട്ടിൽ വരെ പോകാനുള്ള ടിക്കറ്റ് തരണം, നിങ്ങൾ അത്ര ഒരു ഉപകാരം ചെയ്താൽ മതി. അങ്ങനെ 98 നവംബർ മാസം ആദ്യത്തെ ആഴ്ചയിൽ എൻ്റെ ജോലിയിലുള്ള ബന്ധത്തിൽ അവിടെ നിന്ന് സുവിശേഷം എനിക്ക് തിരിച്ചു വരേണ്ടി വന്നു. അതിന്റെ കാരണം മറ്റൊരു വിഷയം കൂടെ ഉണ്ടായത്, ചില സഹോദരന്മാരൊക്കെ പുതുതായിട്ട് വന്നവരെ ഞാൻ എൻ്റെ റൂമിൽ കൊണ്ടുപോയി അവരോട് സമയം ചെലവഴിക്കുകയും സുവിശേഷം പറയുകയും ചെയ്യുമായിരുന്നു. ക്യാമ്പിലുള്ളവരോട് ദൈവവചനം പറയുമായിരുന്നു. രാത്രിയിൽ ടെറസിന്റെ മണ്ടയിൽ പോയിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു. ഇതൊക്കെ അവിടെ മദ്യപിക്കുകയൊക്കെ ചെയ്യുന്ന മറ്റുള്ള ദേശക്കാരാണ്. അപ്പം അവർക്കൊന്നും അത് അത്ര ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. അങ്ങനെ പലയിടത്തുനിന്നും എനിക്കെതിരെ ഞാനിങ്ങനെ ചർച്ചയിൽ പോകുന്ന കാരണം കംപ്ലൈന്റുകൾ പോയിരുന്നു. ഇതെല്ലാം കാരണം എനിക്ക് സുവിശേഷ നിമിത്തം അവിടെ നിന്ന് പോകേണ്ടി വന്നു. നാട്ടിൽ വന്നു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. 98 നവംബർ മാസത്തിൽ നാട്ടിൽ വന്നെങ്കിലും ഞാൻ വന്നിരുന്നു ഉപവാസ പ്രാർത്ഥന തുടങ്ങി. ആ സമയത്താണ് പറയാൻ മറ്റൊരു കാരണം ഇതിനിടയ്ക്ക് സംഭവിച്ചു. എൻ്റെ മാതാപിതാക്കളെ ദൈവം അതിനിടയ്ക്ക് സന്ദർശിച്ചു. 96
എൻ്റെ പെങ്ങള്, എൻ്റെ ഏറ്റവും ഇളയ പെങ്ങള്, ഞാൻ മുമ്പേ പറഞ്ഞ ആദ്യം ഞാൻ ഓർമ്മപ്പെടുത്തിയ ഒരു കാസറ്റ് കൊണ്ടുവന്നൊരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ആ കാസറ്റ് എൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ ഉള്ളപ്പോൾ ഇട്ടപ്പം അതൊക്കെ ഒന്നുമില്ല എൻ്റെ വയറ് ഊരിക്കളയും, ഇല്ലെന്നുണ്ടെങ്കിൽ ആ കാസറ്റ് അതിനകത്തുനിന്ന് എടുത്ത് കളയും. കാരണം ഇത് കേൾപ്പിച്ച് ഞങ്ങളെ പെന്തക്കോസ് ആക്കാൻ നോക്കണ്ടെന്ന് വേണ്ടി പറയും. അങ്ങനെ ഞാൻ ഈ ടേപ്പ് കാർഡും കാസറ്റും അവിടെ പ്രാർത്ഥിച്ചു വെച്ചിട്ട് പോയി. 96 ഒരു ഞായറാഴ്ച രാവിലെ എൻ്റെ പെങ്ങള് തീരെ വയ്യാതെ, ഇളയ സിസ്റ്റർ ഇന്ന് കർത്താവിന്റെ വേലയിലാണ്, വയ്യാതെ കട്ടിലേക്ക് കിടക്കുകയാണ്. പപ്പായും മമ്മിയും പള്ളിയിൽ പോയി. അവളുടെ ഇവിടെ കിടന്നുകൊണ്ട് അവളിങ്ങനെ ആ കാസറ്റ് എടുത്തിട്ട് കേട്ടോണ്ട് കിടക്കുകയാണ്. അപ്പൊ ആ കർത്താവ് സുരേഷ് ബാബു നടത്തിയ ആ ശുശ്രൂഷയില് ലാസ്റ്റ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ ആ മീറ്റിംഗ് കണ്ടതാണ്. അന്ന് ഒത്തിരി രോഗികളെ കർത്താവ് സൗഖ്യമാക്കുന്ന കണ്ടു. പക്ഷെ ഇത് ഓഡിയോ കാസറ്റാണ്, വീഡിയോ പോലും അല്ല, ഓഡിയോ കാസറ്റാണ്. അതിന്റെ ലാസ്റ്റില് കർത്താവിദാസൻ ശക്തമായ സുവിശേഷം പറഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, യേശുവിന്റെ ക്രൂശിലെ മൊഴികൾ, ഇറ്റ് ഈസ് ഫിനിഷ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രസിദ്ധമായ ഒരു മെസ്സേജ് ആയിരുന്നു അന്ന് അവിടെ പറഞ്ഞത്. അതില് ശക്തമായ സുവിശേഷത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതിന് ശേഷം ലാസ്റ്റ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ സമയത്ത് എൻ്റെ സഹോദരി ദൈവത്തോട്, ദൈവമേ എൻ്റെ അച്ചാച്ചൻ പോയത് സത്യമാണെങ്കിൽ, ഈ പറയുന്ന സത്യമാണെങ്കിൽ, അദ്ദേഹം അന്നേരം പറഞ്ഞു, നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് നിങ്ങളുടെ തന്നെ കൈവെക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ആ ഓഡിയോ കാസറ്റിലെ 1-2 വർഷത്തിന് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. എൻ്റെ സിസ്റ്റർ ആ പ്രാർത്ഥനയില് തന്റെ നീരുള്ള കൈ മറ്റേ നീരുള്ള കൈയുടെ മുകളിൽ വെച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ആ പ്രാർത്ഥന അവസാനിച്ചു, ആമേൻ പറഞ്ഞപ്പോൾ അവൾ നോക്കിയപ്പം അവളുടെ 2 കൈയുടെയും കാലിലെയും നീരുകൾ അപ്രത്യക്ഷമായി. അവൾ എനിക്ക് എഴുതി, അച്ചാച്ച ഇത് സത്യമാണെന്ന് ഞാൻ അറിയുന്നു, കർത്താവ് എന്നെ തൊട്ട് സൗഖ്യമാക്കി. പക്ഷെ ഇപ്പൊ വീട്ടിൽ പറയാൻ പറ്റത്തില്ല. ഞാന് അച്ചാച്ചൻ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യും. എനിക്കൊരു ലെറ്റർ എഴുതി. ആ ലെറ്റർ എൻ്റെ കൈ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ആവേശമായി. ഞാൻ കർത്താവിനോട് ഇന്നും പ്രാർത്ഥിക്കണം, കർത്താവെ എൻ്റെ വീട്ടിൽ നിന്ന് മറ്റുള്ളവരും കൂടി രക്ഷിക്കപ്പെടണം, കർത്താവ് അവസരം എടുക്കണമേ. അങ്ങനെ ഞാൻ എഴുതി തുടങ്ങി. കർത്താവെ 97 എൻ്റെ കുടുംബം പൂർണ്ണമായിട്ട് വിശ്വാസത്തിലേക്ക് വരണം. എൻ്റെ ബൈബിളില് ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം അവസാനിക്കുന്ന അവിടെയും സങ്കീർത്തനം തുടങ്ങുന്നതിന് മുമ്പായിട്ടൊരു ശകലം കാലിയായ ഒരു ഭാഗമുണ്ട്. അവിടെ ഒരു ചെറിയ പേപ്പർ കൊണ്ട് എഴുതി വെച്ചിട്ട് അതിനകത്ത് ഞാൻ ഒരു 10 പ്രാർത്ഥനാ വിഷയം എഴുതി വെച്ച് ദിവസം വെളുപ്പിനെ ജോലിക്ക് പോകുന്നതിന് മുമ്പും ജോലി കഴിഞ്ഞു വന്നു ഈ പുസ്തകത്തിൽ എടുത്തു വെച്ചിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കും. പക്ഷേ ഇത് നിറച്ച് കണ്ണുനീര് വീണ് 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 ആ ബൈബിളിന്റെ പേജ് മൊത്തവും മഞ്ഞൾ കലക്കിയ ഒഴിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ കളർ മാറും. ആ ഒരു ഭാഗം മാറും, പേജ് മാത്രം. അത്രത്തോളം അതിനകത്ത് കണ്ണീര് വീഴും. കർത്താവ് ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതിരിക്കുകയില്ല. എത്ര കഠിനമാണെന്ന് പറഞ്ഞാലും ദൈവം അത്ഭുതം പ്രവർത്തിക്കും. 97 എൻ്റെ കുടുംബത്തിൽ ഓരോരുത്തരും ദൈവം തൊട്ടു. എൻ്റെ ഇളയ പെങ്ങൾ വിശ്വാസം വന്നു. അതിനുശേഷം ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരുന്ന പെങ്ങൾ ഭയങ്കര എതിരായിരുന്നു. അവിടെ മർത്തോമയിലും കത്തോലിക്കയിലൊക്കെയുള്ള മറ്റ് BSc നഴ്സിംഗ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവരെയൊക്കെ വിളിച്ചുകൂട്ടി പെന്തക്കോസ്തൽ പ്രാർത്ഥനയ്ക്ക് പോകരുതെന്ന് പറഞ്ഞ് അവിടെ ഒരു പാസ്റ്ററും കുടുംബം വന്ന് പ്രാർത്ഥന നടത്തുന്നുണ്ടായിരുന്നു കോളാറിൽ. ആ കോളേജില് ഒരു റിബൽ പ്രാർത്ഥന എൻ്റെ പെങ്ങളും, മർത്തോമയിലെ ഒരു അച്ഛൻ്റെ പെങ്ങളും, കത്തോലിക്കയിലെ ഒരു അച്ഛൻ്റെ പെങ്ങളും, ഇവര് 3 പേരോടെ കൂടി അങ്ങനെ ഒരു മീറ്റിംഗ് ആ മീറ്റിങ്ങിനെതിരെ ഒരു സമുദായത്തിലുള്ള കുഞ്ഞുങ്ങളെ വിടാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു പരിപാടി ചെയ്തു. എന്നാൽ ദൈവം അവളെ അവിടെ വെച്ച് സന്ദർശിച്ചു. അങ്ങനെ അവൾ കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. അവളും ശ്വാസം മുട്ടനാൽ ഭാരപ്പെട്ടു. തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാനിരിക്കുമ്പോൾ ഏത് പാസ്റ്ററെയാണോ അവള് വേദനിപ്പിച്ചത് അതേ ദേവദാസൻ അവിടെയുള്ള കോളേജിലെ കുഞ്ഞുങ്ങൾ പറഞ്ഞറിഞ്ഞു, ഇങ്ങനെ ഒരു കൊച്ച് സൂല കിടക്കുന്നു, അതിനുവേണ്ടി പോയി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പോയി പ്രാർത്ഥിച്ചു. എൻ്റെ പെങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ അവിടെ വെച്ച് ദൈവം സൗഖ്യം കൊടുത്തു. അവൾ ഉടനെ പപ്പായ്ക്ക് വിളിച്ചു പറഞ്ഞു, പപ്പ ഞാന് നാട്ടിലോട്ട് ഇപ്പൊ വരുന്നില്ല, കർത്താവ് എന്നെ സൗഖ്യമാക്കി. അപ്പം പറഞ്ഞു, ഒരുത്തന് വട്ടുപിടിച്ചു, ഇനിയിപ്പം ഒരുത്തിക്ക് ഇവിടെ ഏതാണ്ടൊക്കെ തുടങ്ങി, ഇനി ബാംഗ്ലൂരിൽ അവക്കും തുടങ്ങിയ സോക്കേടെന്ന് പറഞ്ഞ പപ്പ ആകെപ്പാടെ മമ്മിയോട് ചൂടാവാൻ തുടങ്ങി. എന്നാൽ 97 അവസാനമായപ്പോഴത്തേക്കിന് എൻ്റെ വീട്ടിൽ ഓരോരുത്തരും കർത്താവ് തൊട്ടു. ഡിസംബർ മാസം 31-ാം തീയതി 5 മണിക്ക് ഞാൻ വിളിക്കുമ്പോഴും എൻ്റെ പപ്പായ്ക്ക് ഒരു മാറ്റമില്ല. എന്നാൽ അന്ന് വൈകിട്ട് എൻ്റെ പപ്പായെ ദൈവം സന്ദർശിക്കാൻ തുടങ്ങി. എൻ്റെ മമ്മിയുടെ അനുജത്തി പത്തനാപുരത്ത് ഹോസ്റ്റൽ സെന്ററിലാണ് അന്ന് ആരാധനയ്ക്ക് പോകുന്നത്. അവിടെ നിന്നുള്ള PV മത്തായിച്ചൻ എന്ന് പറഞ്ഞ പാസ്റ്ററും കുഞ്ഞമ്മ എന്ന് പറഞ്ഞ പാസ്റ്റർ ആന്റിയും പലപ്പോഴും എൻ്റെ മമ്മിയുടെ അനിയത്തിയോടെ പോവുകയും എൻ്റെ ഇളയ സിസ്റ്റർ ട്യൂഷന് പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ അറിയാതെ ഞായറാഴ്ച അവിടെ കൂട്ടായ്മയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ അവര് വീട്ടിൽ വരുമ്പം എൻ്റെ പപ്പ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞങ്ങൾക്ക് അന്ന് കന്നാലികളുണ്ടായിരുന്നു, പശുവൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇരുത്തിൽ എവിടെയെങ്കിലും പോയി മാറിയിരിക്കും. മമ്മി പിന്നെ കുറേയൊക്കെ കേൾക്കും.
അങ്ങനെ ഈ മമ്മിക്ക് ആഗ്രഹമുണ്ടായി സ്നാനപ്പെടണമെന്നൊക്കെ. പക്ഷേ പപ്പ സ്ട്രിക്റ്റായിട്ട് നിൽക്കുന്നതുകൊണ്ട് പപ്പയെ വിട്ടിട്ട് മമ്മി പോകില്ലെന്ന് പറഞ്ഞു. എന്നാൽ 97 ഡിസംബർ മാസം വൈകിട്ട് 31 വൈകിട്ട് 5 മണിക്ക് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മമ്മി പണ്ട് സ്കൂളിൽ പഠിച്ച ഏതൊരു കഥ ഓർമ്മ വന്നും പപ്പയോട് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തില് പപ്പ കുറച്ചു നേരം മിണ്ടാതിരുന്നിട്ട്, സാധാരണ പെട്ടെന്ന് ചൂടാവുന്നതാണ്, പക്ഷെ മിണ്ടാതെ എഴുന്നേറ്റ് പോയി. കുറച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വേണ്ടി പറഞ്ഞു, നീ റെഡി ആയിക്കോ, നമുക്കിന്ന് പത്തനാപുരത്ത് പോകാം. പള്ളിയിലെ താക്കോലും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് അന്ന് രാത്രി പത്തനാപുരത്തിന് അവര്, എന്റെ വീട്ടിൽ നിന്ന് 7 കിലോമീറ്റർ ഉണ്ട് പത്തനാപുരത്തിന്. അവിടെ ആ ഗോസ്ബൽ സെന്ററിൽ അന്ന് നടന്ന നൈറ്റ് പ്രയറില്, ന്യൂ ഇയർ പ്രയറിന്റെ സമയത്ത് 12 മണിക്ക് മുമ്പ് സാക്ഷ്യത്തിന് സമയമായപ്പോൾ ആദ്യമായിട്ട് പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ പോകുന്ന എന്റെ പപ്പ അവിടെ എഴുന്നേറ്റ് നിന്ന് ഞാൻ എന്റെ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നു. കൃപയാൽ 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 എന്റെ പപ്പായും മമ്മിയും എന്റെ 2 സഹോദരിമാരും, എന്റെ മമ്മിയുടെ അമ്മച്ചി അന്ന് ജീവനോടുണ്ടായിരുന്നു. അന്നേരം 70 വയസ്സ് പ്രായം. ആ അമ്മച്ചി പറഞ്ഞു, എനിക്കും ഈ കർത്താവിന് വേണം. അങ്ങനെ പത്തനാപുരത്ത് ടൗണിലൂടെ ഡ്രമ്മൊക്കെ അടിച്ച് കല്ലുംകടവിലുള്ള ആ തോട്ടിൽ പോയി എന്റെ പപ്പായും മമ്മിയും എന്റെ ഇളയ സഹോദരിയും എന്റെ അമ്മച്ചിയും എല്ലാം അവിടെ സ്നാനപ്പെട്ടു. മൂത്ത സഹോദരി മുമ്പ് ബാംഗ്ലൂരിൽ സ്നാനപ്പെട്ടായിരുന്നു. അവര് 4 പേരും ഇവിടെ പോയി സ്നാനപ്പെട്ടു. കൃപയാൽ അതിനുശേഷം 98 എന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഇൻസിഡന്റ് ഉണ്ടായത്. ഞാൻ നാട്ടിൽ വന്നു, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ ചില പ്രവാചകർ വന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ നിന്നെ പൂർണ്ണസമയ വേലയ്ക്ക് കണ്ടിരിക്കുന്നു. ചിലർ പറഞ്ഞു, ഇല്ല ഒരു ബ്രാക്കറ്റ് പീരീഡിലേക്ക് നിന്നെ വീണ്ടും അയക്കും. ഞാൻ ആകെ ഇച്ചിരി കൺഫ്യൂഷനായി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു ഫാസ്റ്റിംഗ് പ്രയറിന്റെ സമയത്ത് എന്റെ വീട്ടിൽ മിക്കവാറും 21 ദിവസം 7 ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ഫാസ്റ്റിംഗ് പ്രയർ ഇരിക്കും. അവിടെ നിന്നുള്ള പല വിരോധങ്ങൾ ഉണ്ടായി. ഞാൻ വിട്ടുപോകുന്ന ആ പള്ളിയില് ഞങ്ങൾക്കെതിരെ പല ധ്യാനയോഗങ്ങളും പല പരിപാടികളും ഒക്കെ നടത്തി. പ്രഗത്ഭരായ പല ആളുകളെ കൊണ്ടുവന്ന് അവിടെ വലിയ പരിപാടികളൊക്കെ നടത്തി. എല്ലാം മൈക്ക് വെച്ചിട്ട് ഇവിടെ ഒന്ന് പോയാൽ ഇന്ന കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ പേര് പറയും. എല്ലാവരും മധുബായിലേക്ക് നോക്കി അവരുടെ മടങ്ങി വരവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതെല്ലാം ഞങ്ങൾ തൊട്ട് താഴെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ദൈവത്തോട്, ദൈവമേ പാവങ്ങൾക്ക് അറിയത്തില്ല ഈ സത്യം എന്തെന്ന് തിരിച്ചറിയാനുള്ള കൃപ അവർ കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാനൊരു 21 ദിവസം വാസം ഇരിക്കുമ്പോൾ 10ാമത്തെ ദിവസം എനിക്ക് എന്റെ യൂറിൻ ബ്ലോക്കായി. 7 ദിവസം ഒരു തുള്ളി യൂറിൻ പോലും പോകാതെ വലിയ ബുദ്ധിമുട്ടിലായി. എല്ലാവരും പറഞ്ഞു, അറിയാവുന്നവരെല്ലാം വന്ന് പറഞ്ഞു ഫാസ്റ്റിംഗ് നിർത്തണം, ഹോസ്പിറ്റലിൽ പോകണം. ഞാൻ പറഞ്ഞില്ല, ഞാൻ എടുത്ത തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകില്ല, കർത്താവ് വിടുവിക്കും. ഞാൻ പപ്പായോട് മുഴുവൻ പറഞ്ഞു, അഥവാ ഞാൻ അബോധാവസ്ഥയിൽ പോയാൽ പോലും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകല് ഞാൻ എഴുതി വെക്കാം, എന്റെ സ്വന്തം റിസ്ക് ആണ്. അവർ പുതുതായിട്ട് വിശ്വാസത്തിൽ വന്നതേ ഉള്ളൂ. അതുകൊണ്ട് ആകെപ്പാടെ ഒരു വല്ലാത്ത അന്തരീക്ഷം. ഞങ്ങളുടെ അവിടെ അന്നേരം അധികം വിശ്വാസികളില്ല, പത്തനാപുരത്തു നിന്നുള്ളവരാണ്. അപ്പൊ എല്ലാവരും അവിടെ ഇവിടെ എല്ലാം അറിഞ്ഞു ഞാനിങ്ങനെ മരിക്കാൻ പോവുകയാണെന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ പരന്നു. 7 ദിവസം എൻ്റെ കൂടെ വന്ന് രാജൻ പാസ്റ്റർ എന്ന് പറഞ്ഞൊരു ദേവദാസനായിരുന്നു ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർ. അദ്ദേഹവും രാത്രിയിൽ ഉറങ്ങാതെ ഞാനിങ്ങനെ മുട്ടുകുത്തി ഇങ്ങനെ കൈയും കുത്തി ഇങ്ങനെ നിൽക്കും. കാരണം നേരെ ഇരിക്കാനോ കിടക്കാനോ ഒന്നും പറ്റത്തില്ല. അങ്ങനെ നിന്ന് 7 ദിവസം ആ ഒരു ലെവലില് നിൽക്കേണ്ടി വന്നു. രാത്രിയും പകലും ആ ഒരു ലെവലിലായിരുന്നു. എന്നാൽ 17ാമത്തെ ദിവസം ആരാധനയുടെ നടുവിൽ ദേവദാസനോട് പറഞ്ഞു, ദൈവാത്മാവ് പറയുന്നു, സുരേഷ് എഴുന്നേറ്റ് ഒരു വാക്ക് ഒന്ന് പറയണം, ദൈവം എന്തോ ഒരു വചനം തന്നിട്ടുണ്ടല്ലോ, അത് പറയാൻ പോകും. ഞാന് ബൈബിൾ എടുത്തു, എഴുന്നേറ്റ് ഭിത്തിയോട് ചാരി ഇങ്ങനെ നിന്നത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ദൈവാത്മാവ് വളരെ ശക്തമായി ഒരു അഭിഷേകത്തിന്റെ നിറവ് പറഞ്ഞു. ഇരുന്നവരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് എനിക്ക് തോന്നി ഒന്ന് ബാത്റൂമിൽ പോകുന്നു. ഞാൻ അതിനു മുമ്പ് ആ ദിവസങ്ങളെല്ലാം വെള്ളം എല്ലാവരും കൂടെ എന്നെ കുടിപ്പിക്കാൻ തുടങ്ങി. വെള്ളം കുടിക്കാത്തതുകൊണ്ടാന്ന് പറഞ്ഞു. എന്റെ വയറ് വീർക്കുന്നല്ലാതെ വെള്ളം ഒരു ഡ്രോപ്പ് പോലും പോകുന്നില്ല. അതുകൊണ്ട് ആകെ ബുദ്ധിമുട്ടി. പോകുമ്പം 1-2 ഡ്രോപ്പ് ബ്ലഡ് പോകും. അത് മരണവപ്രാളമാണ് അന്നേരം എടുക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ 7 ദിവസം പോയത്. ഞാൻ ഈ ആരാധനയ്ക്ക് തീ പാറുന്ന ഒരു ആരാധന വെളിപ്പെട്ടു. എന്നോട് എനിക്ക് നടന്നു പോകാൻ കഴിയാമെങ്കിൽ ഞാൻ പിടിച്ച് ജസ്റ്റ് ബാത്റൂം വരെ പോയി. എനിക്കറിയില്ല, എന്റെ ശരീരത്തിലുണ്ടായിരുന്ന മുഴുവൻ യൂറിനും പാസ് ചെയ്തു പോയി. കാരണം എനിക്ക് വലിയൊരു വിടുതൽ തന്നു. അതിനുശേഷം കൃപയാൽ
അനേക തവണ 21 ദിവസം ഉപസിക്കാനും 40 ദിവസം ഉപസിക്കാനും ഒക്കെ ദൈവം കൃപ തന്നു. ആ ഒരു ഘട്ടം ദൈവം പൊട്ടിച്ചു. ഹല്ലേലൂയ. ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ പുതിയ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു. ഇതുപോലെയുള്ള പ്രതിസന്ധി ഒരു പക്ഷെ നിങ്ങളുടെ ജീവിതത്തിലും അഭിമുഖീകരിക്കേണ്ട. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് ചിലപ്പോൾ ചോദ്യചിഹ്നങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരും. അന്ന് എനിക്കറിയത്തില്ല, എനിക്കിങ്ങനെ പറഞ്ഞു തരാനോ ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞ് അധികം ഒന്നും സാക്ഷ്യം ഞാൻ കേട്ടിട്ടില്ല. കാരണം ഞാനിങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ അങ്ങനെ വന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പല ദൂതുകളും ഇങ്ങനെ എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ ആകെ ഒരു കൺഫ്യൂഷനായി. അവസാനം ഞാൻ ഒരു തീരുമാനമെടുത്തു. 2 വർഷം ഞാൻ അവിടെ നാട്ടില് പത്തനാപുരത്തൊക്കെയുള്ള പലയിടത്ത് പരസ്യങ്ങൾ നടത്താനും എന്റെ പല സ്നേഹിതന്മാരും, എനിക്ക് മുമ്പ് കോളേജിലൊക്കെ പഠിച്ചിരുന്ന ഒരു ജോസ്മോൻ എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്. ഇതിനു മുമ്പ് അരോമ ടിവിയിൽ അദ്ദേഹത്തിന് സാക്ഷ്യം വന്നിരുന്നു. അദ്ദേഹം മുക്കൂട്ടുതറയ്ക്ക് അടുത്ത് വേല ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തും അവിടെ ഒരു ജോമാക്കലെ അച്ചായനുണ്ട്, അദ്ദേഹത്തിന് അങ്ങനെയൊക്കെയുള്ള പല സ്ഥലങ്ങളിലും പരസ്യങ്ങൾ നടത്താൻ പോകും. ഞങ്ങളുടെ സ്ഥലത്ത് തന്നെ മറ്റ് ടീമുകളൊക്കെ വിളിച്ച് പരസ്യങ്ങൾ നടത്തും. അങ്ങനെയൊക്കെ ആയി ഇരുന്നു. എന്റെ ഒരു 1.5 വർഷം അങ്ങനെ പോയി. അവസാനം ഞാൻ തീരുമാനമെടുത്തു, 2000 ഡിസംബർ 31 നകത്ത് എനിക്ക് വിസ വന്നാൽ ഞാൻ തിരിച്ച് ഗൾഫിലേക്ക് പോകും, അല്ല എങ്കിൽ ഞാൻ പോകില്ല എന്നൊരു ഡേറ്റ് ഞാൻ ഗിദെയോൻ ഒരു അടയാളം വെച്ചുകൊണ്ട് ഞാൻ അടയാളം. കാരണം 2 ദൂതുകൾ എന്റെ മുമ്പിൽ ഇങ്ങനെ വന്നതുകൊണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ഫാസ്റ്റിംഗ് പ്രയറിൽ മറ്റൊരു സ്ഥലത്ത് ഞാൻ ചെന്നപ്പോൾ ഒരു കർത്തൃദാസൻ, വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ദൂത് പറയുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹം ദൂത് പറയുന്ന ഇടയ്ക്ക് എന്നോട് ചോദിച്ചു, നിന്നെ കർത്താവിന്റെ വേലയ്ക്ക് കണ്ടിരിക്കുന്നതാ, എന്താ മിണ്ടാത്തത് ചോദിച്ചു. ഞാനൊന്നും വേണ്ടിയില്ല. തിരിച്ച് മീറ്റിംഗ് കഴിഞ്ഞിട്ട് അദ്ദേഹം ചോദിച്ചു, നീ എന്റെ വേലയ്ക്ക് ഇറങ്ങാൻ എന്താ തടസ്സമൊന്നും? എന്റെ ഒരു തടസ്സമില്ല, പക്ഷെ ഞാൻ ദൈവത്തിന് ഒരു തീരുമാനം വെച്ചിട്ടുണ്ട്. എന്തോ തീരുമാനം പറഞ്ഞു. ഞാൻ ഇതുപോലെ ഈ ഡിസംബർ 31 വിസ വന്നാൽ ഞാൻ തിരിച്ച് ജോലിയുള്ള ബന്ധത്തിൽ തിരിച്ചു പോകും. പക്ഷെ അതിനുശേഷം കർത്താവ് പറയുന്നത്, അപ്പം ഞാൻ ജോലി വിട്ടിട്ട് വീണ്ടും തിരിച്ചു വന്ന് കർത്താവിന് വേല ചെയ്യും. നീ പോവോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവ് അങ്ങനെ വിസ തന്നാ പോകും, നിന്നെ അതിനല്ല കണ്ടേക്കുന്നത്, സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ 2 ദൂത് ഇതുപോലെയുള്ളവരെന്നാ കേട്ടത്. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാനൊരു പുതിയ വിശ്വാസിയാണ്. അപ്പൊ എനിക്ക് അറിയില്ലല്ലോ. വചനത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് ദൈവം നൽകും. അതുകൊണ്ട് എനിക്ക് എന്റെ ദൈവമാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരെക്കാട്ടിലും എന്റെ കർത്താവിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നു. അതുകൊണ്ട് ഞാൻ ദൈവം പറയുന്നതിനനുസരിച്ച് നീങ്ങാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹത്തോടും പറഞ്ഞു. ഡിസംബർ 31 2000 ഡിസംബർ 31 വൈകിട്ട് 5:30 മണിക്ക് ഞാൻ STD ബൂത്തിൽ നിന്ന് എനിക്ക് വേണ്ടി വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സ്ഥാപിച്ചാൻ, എന്നെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ എന്നോട് സുവിശേഷം പറഞ്ഞ് 2 ദേവാസന്മാരുടെ പേര് ഞാൻ സ്ഥാപിച്ചാനും ലഭിച്ചാനും പറഞ്ഞു. അതിൽ സ്ഥാപിച്ചാന് എനിക്ക് വേണ്ടി, അദ്ദേഹം ഇന്ന് ദുബായിലെ പാസ്റ്ററാണ്, സക്കറിയ അബ്രഹാം എന്ന അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചു, സൗജ ഇതുപോലെ എന്റെ വിസയുടെ കാര്യം എന്തായി? മോനെ, ജനുവരി 17 നിന്റെ വിസ കിട്ടുമെന്നാണ് ഇപ്പം അറിയുന്നത്. അത്രയും ദിവസം കൂടെ വെയിറ്റ് ചെയ്തത്, എന്നോട് ക്ഷമിക്കണം. കാരണം എന്റെ സർട്ടിഫിക്കറ്റിനകത്ത് എല്ലാം എംബസിയുടെ സീല. കാരണം പല പ്രാവശ്യം എംബസി പോകും. ഞാൻ ഇങ്ങനെ സുവിശേഷ നിമിത്തം അന്ന് ഇങ്ങനെ പോകുന്ന നിമിത്തം എന്റെ കമ്പനിക്കാര് ഞാൻ തിരിച്ചു ചെല്ലാതിരിക്കാൻ അവിടെ ഇച്ചിരി കാര്യങ്ങൾ ചെയ്തിരുന്നു. അദ്ദേഹം എന്നോട് ഈ പറഞ്ഞു, ഞാൻ പല പ്രാവശ്യം മോനെ നിന്റെ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു, പക്ഷേ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നു. അവസാനം ഇപ്പോൾ ജനുവരി 17 2001 ജനുവരി 17 നിന്റെ വിസ ലഭിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇന്ന് രാത്രി 12 മണിക്ക് മുമ്പ് വിസ കിട്ടുവാണെങ്കിൽ മാത്രമേ വരാൻ പറ്റുള്ളൂ, കാരണം ദൈവവുമായിട്ടൊരു ഉടമ്പടി ചെയ്തു. അങ്ങനെ ഞാൻ ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി അങ്ങനെ തീരുമാനമെടുത്തു. 2001 ജനുവരി മാസം 1 തന്നെ പ്രാർത്ഥനയോടുകൂടി ദൈവ വചനം പഠിക്കാനുള്ള ആഗ്രഹത്തിനായിട്ട് നിന്നു. അങ്ങനെ ജനുവരി 25 പെട്ടെന്ന് ഒരു വിവാഹാലോചന എനിക്ക് വരികയും എന്റെ വിവാഹം നടക്കുകയും ചെയ്തു. അങ്ങനെ വിവാഹത്തിന് ശേഷം ബദേൽ ബൈബിൾ കോളേജ്, പന്നലൂരിലുള്ള അസംബ്ലീസ് കൊണ്ട് ബദേൽ ബൈബിൾ കോളേജിൽ ഞാൻ BTH പഠനം ആരംഭിച്ചു. അവിടെ ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല ചർച്ചകളിൽ എന്നെ അവിടെ നിന്ന് കോളേജിൽ നിന്നൊക്കെ വിടുന്നുണ്ടായിരുന്നു. ഞാൻ പോവുകയും കുട്ടമ്പേരൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, മാന്നാറിനടുത്ത് കുട്ടമ്പേരൂർ എന്ന് പറഞ്ഞ സ്ഥലം, ചെന്നിത്തല ആ ഭാഗത്ത് ഒരു പൈനിയർ വർക്ക് ആരംഭിച്ച മാത്യു എന്ന് പറഞ്ഞൊരു ദേവദാസനോടൊപ്പം ഞാൻ 1 വർഷത്തോളം അവിടെ പോയി പ്രവർത്തിക്കാനിടയായി. അവിടെ വെച്ച് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ബൈബിളൊക്കെ തട്ടിപ്പറിക്കുകയും എൻ്റെ കയ്യിൽ കുറച്ച് പോക്കറ്റിൽ കുറച്ച് ചിൽഡ്രൻസിന് വേണ്ടിയുള്ള ട്രാക്ട് ഉണ്ടായിരുന്നു. അത് ഈ RSSന്റെ ശാഖയിൽ നിന്നുള്ള പിള്ളേർ വന്ന് ഞങ്ങളെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും എന്നെ പിടിച്ചു വിളിക്കുകയും ഒത്തിരി കാര്യങ്ങളൊക്കെ അവിടെ വെച്ചുണ്ടായി. എന്നാൽ അത് നോക്കിയും ദൈവം വിടുവിച്ചു. അന്ന് ഞങ്ങളുടെ ബൈബിളും ഞങ്ങളുടെ ട്രാക്റ്റുകളെല്ലാം അവര് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. അതിനുശേഷം പിന്നീട് ഞാൻ കോളേജിൽ നിന്ന് പഠനം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് എന്നെ
പത്തനംതിട്ട സെക്ഷനിലുള്ള ഒരു വർക്ക് എടുക്കാൻ വേണ്ടി കോളേജ് എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കൈപ്പട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നിയോഗിച്ചത്. പല പ്രാവശ്യം HMC എന്ന് പറയുന്ന കോളേജിന്റെ ഒരു ടീം പ്രവർത്തനമുണ്ട്, അതിനോടുള്ള കൈപ്പട്ടൂർ വിട്ടു. അവിടെ ഞങ്ങൾക്ക് വീടുകളൊന്നും വാടക കിട്ടുന്നില്ലായിരുന്നു. ഒരു കടയിൽ എന്നോടൊപ്പം 1.5 മാസത്തേക്ക് വർക്ക് ചെയ്യാൻ വന്ന മറ്റ് സഹോദരന്മാരുണ്ടായിരുന്നു. അവരോടൊപ്പം ഞാൻ പ്രവർത്തിച്ചു. അതിനുശേഷം ഈ കാലഘട്ടത്തില് എനിക്ക് 2 കുഞ്ഞുങ്ങളെ ദൈവം തന്നു. ഞാൻ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ. അവർ ഓരോ വയസ്സിന് വ്യത്യാസമുള്ളൂ. മൂത്ത മോൾക്ക് 2.5 വയസ്സും ഇളയ മോൾക്ക് 1.5 വയസ്സുള്ളപ്പോഴാണ് ഞാൻ കോളേജിൽ നിന്ന് പഠിത്തം കഴിഞ്ഞിട്ട് കൈപ്പട്ടൂർ വർക്കിന് വന്നത്. അപ്പം അവരെ കൊച്ചു പിള്ളേരെയും കൊണ്ടുവന്ന് ആ കടയിൽ താമസിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വീടുകൾ അന്വേഷിച്ചു. അങ്ങനെ ഒരു പഴയ വീട് കൈപ്പട്ടൂര് ജംഗ്ഷൻ നരിയാപുരത്തോട്ട് പോകുമ്പോൾ വയലിന് ഉള്ളിലുള്ള ഒരു വീട് ഞങ്ങൾക്ക് കിട്ടി. ആ വീട്ടില് ഞങ്ങൾ നിന്ന് നോക്കിയപ്പോഴ് വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ട് അതേ കിട്ടാറുള്ളൂ. അതിലധികം അങ്ങനെ ആരും വാടകയ്ക്ക് താമസിക്കുന്ന വീടല്ല. വീടിന്റെ കഥകളെല്ലാം പൊളിഞ്ഞിരിക്കുക. രാത്രിയിൽ എന്തെങ്കിലും കല്ലെല്ലാം അവിടെ കിടക്കുന്ന ആട്ടുകല്ലെല്ലാം പറക്കി വെച്ചെങ്കിലേ അത് സേഫ് ആവത്തുള്ളൂ, അല്ലെങ്കിൽ പട്ടിക. അതുപോലത്തെ ഒരു വീട്. ആദ്യത്തെ ദിവസം തന്നെ ഞാൻ വൈഫിനെയും 2 പൊടിക്കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നു. ഞങ്ങൾ അവിടെ സാധനങ്ങളെല്ലാം വെച്ചു. അന്ന് രാത്രി കിടന്നുറങ്ങാൻ നോക്കി, ഭയങ്കര മഴ പെയ്തു. വീട് ഓടിട്ട വീടാണ്. നോക്കിയപ്പോൾ ആ വീട്ടിനകത്ത് ഒരു സ്ഥലമില്ല, എല്ലായിടവും ചോരയാണ്. മൂത്ത കുഞ്ഞിനെ ഞാനും എടുത്തു. 2 കുട ഉണ്ടായിരുന്നുകൊണ്ട് ഒരു കുട പിടിച്ച് ഞാൻ മൂത്ത കുഞ്ഞുമായിട്ടിരുന്നു. ഇളയ കുഞ്ഞുമായിട്ട് എൻ്റെ വൈഫ് രാത്രി മുഴുവൻ ഞങ്ങൾ അതിനെ നേരം വെളുപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ പോയി റബ്ബറിനൊക്കെ കെട്ടുന്ന ഈ പ്ലാസ്റ്റിക് ഷീറ്റ് കൊടുമണ്ണം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഈ വലിയ ബജാറുണ്ട്, അവിടെ പോയി ഞാനത് വാങ്ങിച്ചുകൊണ്ട് വന്നു. അതെല്ലാം വലിച്ചു കെട്ടി അന്ന് രാത്രി എന്തെങ്കിലും ഒന്ന് മനസമാധാനത്തോടെ ഉറങ്ങാമെന്ന് വിചാരിച്ചപ്പം രാത്രിയിൽ എലി ഇറങ്ങി അത് കട്ട് ചെയ്തു. അന്നും മഴ പെയ്തു. ഞങ്ങൾ എവിടെയാണോ കട്ടിലിട്ടിരുന്നത് അവിടെ തന്നെ ആ വെള്ളമെല്ലാം പോയി. അത് കഴിഞ്ഞിട്ട് ആ കാട് പിടിച്ചു കിടന്ന സ്ഥലം ആയതുകൊണ്ട് പാമ്പ് മറ്റു ശല്യം. 6 മാസം അങ്ങനെ വളരെ കഷ്ടം നിറഞ്ഞൊരു അവസ്ഥയിൽ. അപ്പോഴ് മാതാപിതാക്കൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇവിടുന്ന് വലിയ ദൂരമില്ല, പട്ടാഴിന്ന് കൈപ്പട്ടൂർ വലിയ ദൂരമില്ല, നീ രാവിലെ പോയിട്ട് വൈകിട്ട് തിരിച്ചു പോവാം. പിന്നെ അവിടെ പ്രാർത്ഥന നടത്താൻ ആ വീട് എടുത്തിട്ടേര്. പിന്നെ വൈഫിനെയും കുഞ്ഞുങ്ങളെയും അവിടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോകാം. പറഞ്ഞില്ല, ഞങ്ങൾ വേലക്കിറങ്ങിയെങ്കിലും കുഞ്ഞുങ്ങൾ ഞങ്ങളോടൊപ്പം കുഞ്ഞിനെ പോട്ടെ, വേലയുടെ ഭാഗമാകണം. അങ്ങനെ എല്ലാ വീടുകളുടെയും വാതിക്കൽ ട്രാക്റ്റുമായിട്ട് ചെല്ലുമ്പം കൈപ്പട്ടൂരിന്റെ അവസ്ഥ ഇച്ചിരി മോശമായിരുന്നു. ഓർത്തഡോക്സുകാരുള്ള ഒരു ഏരിയയിലായിരുന്നു. അവര് ഈ കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ട് ചിലരൊക്കെ ഞങ്ങളോട് സംസാരിക്കുമായിരുന്നു. കുഞ്ഞുങ്ങളുടെ കളിയും ചിരിയും അവരുടെ സംസാരമൊക്കെ കേട്ടുകൊണ്ട് അങ്ങനെയൊക്കെ ചില കുടുംബങ്ങളുമായിട്ടൊക്കെ ചെറിയ അടുപ്പമൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ അവിടെ ഒരു വിശ്വാസിയെ പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കോളേജിൽ തന്നെ ഇന്ന് നിത്യത വിശ്രമിക്കുന്ന ഡോക്ടർ PS ഫിലിപ്പ് സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജോസ് ഒരു കാര്യം ചെയ്യണം, നമുക്കൊരു വീട് കടമനിട്ട എന്ന് പറയുന്ന സ്ഥലത്ത് തയ്യാറായിട്ടുണ്ട്. അവര് ഗൾഫിലുള്ളവരാണ്. കുളത്തൂർ എന്ന് പറഞ്ഞൊരു ഫാമിലിയിലെ അലക്സ് എന്ന് പറഞ്ഞൊരു അച്ചായൻ ഗൾഫിൽ വെച്ച് രക്ഷിക്കപ്പെട്ടു. അവര് ആ വീട് നമുക്ക് പ്രവർത്തനത്തിന് വേണ്ടി തുറന്നു തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങോട്ട് പോകണമെന്ന്. ഇത് രണ്ടും പത്തനംതിട്ടയിൽ നിന്ന് ഒരേ ദൂരമാണ്, അതുകൊണ്ട് അങ്ങോട്ട് നീങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കടമനിട്ടയിലേക്ക് പോയി അവിടെ പ്രവർത്തനം ആരംഭിച്ചു. 2004 ജൂൺ മാസം കഴിഞ്ഞിട്ടാണ് അവിടേക്ക് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അലക്സ് എന്ന് പറഞ്ഞ അച്ഛൻ ഇപ്പോഴും ബഹറിലാണ്. അവർ ബഹറിൻ AG ചർച്ചിലെ വിശ്വാസികളാണ്. ആന്റിയുടെ പേര് മോളി എന്നാണ്. അവര് നാട്ടിൽ വരികയും എന്നോട് പറഞ്ഞു, പക്ഷെ നമുക്ക് ഇവിടെ ഒരു കൺവെൻഷൻ നടക്കും, വലിയൊരു വീട്, വലിയൊരു ചുറ്റുപാട്, ഞങ്ങള് എത്രത്തോളം ബുദ്ധിമുട്ടിലാണോ കൈപ്പട്ടൂർ താമസിച്ചത് അതിനേക്കാളിന്റെ എത്രയോ മടങ്ങ് വലിയൊരു വീട്ടിലേക്കാണ് പിന്നീട് ഞങ്ങളെ 6 മാസത്തെ ഒരു കഠിന ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ അവിടോട്ട് കൊണ്ടുപോയി. ആ വീട് ഞങ്ങൾ അതിന്റെ പരിസരങ്ങളൊക്കെ വൃത്തിയാക്കി അവിടെ ഒരു കൺവെൻഷൻ നടത്തി. അദ്ദേഹത്തിന് സുരേഷ് ബാബു പാസ്റ്ററുമായിട്ട് നല്ല പരിചയം ഉണ്ടായിട്ട് ആദ്യത്തെ ദിവസം അദ്ദേഹത്തെ കിട്ടി. 2ാമത്തെ ദിവസം ജോർജ് മാത്യു പുതുപ്പള്ളി എന്ന് പറയുന്ന പുതുപ്പള്ളി അച്ഛൻ എന്ന് അറിയപ്പെടുന്ന ദേവദാസൻ ഉണ്ടായിരുന്നു. 3ാമത്തെ ദിവസം ഫിലിപ്പ് സാറും. അങ്ങനെ 3 പേര് വന്ന ദൈവവചനം സംസാരിക്കാൻ വേണ്ടി ഞങ്ങൾ പോസ്റ്ററുകളൊക്കെ അടിച്ചു. പക്ഷെ എന്നെ വിശ്വാസികളൊന്നുമില്ല. കുറച്ച് എനിക്ക് പരിചയമുള്ള എൻ്റെ ദൈവദാസന്മാരൊക്കെ എന്നെ സഹായിച്ചു. ഞങ്ങൾ എന്നെത്താൻ പോയി രാത്രിയിൽ പോസ്റ്റർ ഒട്ടിക്കുകയും ബാനർ വലിച്ചു കെട്ടുകയൊക്കെ ചെയ്തു. അവസാനം ആ മീറ്റിങ്ങിന്റെ സമയമായപ്പോഴത്തേക്കിന് എനിക്ക് കുറെ ഭീഷണികൾ വന്നു. എന്റെയും അലക്സ് അച്ചാന്റെയും കാല് വിട്ടുവന്ന്. കാരണം പ്രത്യേകിച്ച് കടമനിട്ട ജംഗ്ഷനിൽ ഒരു പരസ്യവും നടത്തുക ഇപ്പോഴും ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ വിഷയം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആറന്മുള സ്റ്റേഷനിൽ നിന്ന് ഇതിന് പെർമിഷൻ എടുക്കാൻ വേണ്ടി പോയി. പെർമിഷൻ കിട്ടി. പക്ഷേ മീറ്റിംഗ് തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് പോലീസ് ജീപ്പ് വന്നു.
അവർ വന്നിട്ട് എസ് ഐ എന്നോട് പറഞ്ഞു, എൻ്റെ പേഴ്സണൽ നമ്പർ വെച്ചു, ഒരു ഇന്റലിജൻസ് ഞങ്ങൾക്ക് റിപ്പോർട്ടുണ്ട്, പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം, വരുന്ന പ്രാഥമികരോട് കാര്യം പറയണം, ആരെയും മുറിവേൽപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറയാതെ നോക്കണം. ഇവിടെ വൈകിട്ട് അന്ന് ആദ്യത്തെ ദിവസം സുരേഷ് ബാബു പാസ്റ്റർ ആയതുകൊണ്ട് പത്തനംതിട്ടയിലും കോന്നിയിൽ നിന്നും കോഴഞ്ചേരിയിൽ നിന്നും ഒക്കെ നാലുപാടിൽ നിന്നും വാഹനങ്ങൾ വരാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ വയ്യാത്തതുപോലെ വാഹനങ്ങളും ആളുകളും നിരന്നു. ആ വീടിന്റെ അങ്ങനത്തെ ഞങ്ങൾ ക്രമീകരിച്ച ആളുകളെക്കാട്ടിൽ കസേരകളെക്കാട്ടിൽ കൂടുതൽ ആളുകളായി. ആദ്യ ദിവസം അങ്ങനെ കൺവെൻഷൻ നടന്നു. അന്ന് തിരിച്ചു പോകുന്നവരോടൊക്കെ പറഞ്ഞു, നാളെ ഇനി വന്നേരം നിന്നെയൊക്കെ ഞങ്ങള് അരിഞ്ഞു വിടുമെന്ന് അവിടെ ചെറുപ്പക്കാര് ആ ജംഗ്ഷനിൽ നിന്ന് പറയുണ്ടായി. അവർ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള സംഭവമുണ്ട്, നിങ്ങൾ ഇച്ചിരി കെയർഫുൾ ആയിരിക്കണമെന്ന്. പിറ്റേ ദിവസവും അതുപോലെയൊക്കെ അങ്ങനെ പല പ്രാവശ്യം അവിടെ ഞങ്ങളുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ വന്നു. എന്നാൽ ആരും ഞങ്ങളെ കൈവെക്കാൻ ദൈവം അനുവദിച്ചില്ല. അതിനുശേഷം ചുരുക്കി പറഞ്ഞാൽ 7 വർഷം കടമ്പനിട്ട് പ്രവർത്തിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് അവസരം നൽകി. പല പ്രാവശ്യം ഞങ്ങളെ പതിയിരുന്ന് ആക്രമിക്കാൻ പലരും ശ്രമിച്ചു. ഞങ്ങൾ താമസിച്ച വീട്ടിനകത്ത് രാത്രിയിൽ മതിൽ ചാടി വടിവാളുമായിട്ട് വരെ വന്ന സാഹചര്യമുണ്ട്. ഞങ്ങൾ വരുന്ന വഴിക്ക് അന്ന് ഞാൻ ഉപയോഗിച്ചിരുന്ന എൻ്റെ അളിയൻ എനിക്ക് എൻ്റെ കയ്യിൽ തന്ന ഒരു ബുള്ളറ്റ് വാഹനമായിരുന്നു. ആ വാഹനം ഒരു പ്രവർത്തനം ഞങ്ങൾ കോഴഞ്ചേരിക്കടുത്ത് ഒരു പുതിയൊരു പ്രവർത്തനം ആരംഭിച്ചു. അവിടെ രാത്രിയിൽ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എലന്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് എൻ്റെ ബൈക്ക് പഞ്ചറായി. എനിക്ക് മുമ്പോട്ട് രാത്രി ആയതുകൊണ്ട് ഈ 2 കുഞ്ഞുങ്ങളും ഉറങ്ങിപ്പോയി. വൈഫ് 2 കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് ബൈക്കിലിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു സ്നേഹിതൻ പ്ലസ് എന്ന് പറഞ്ഞ ദേവദാസ് എന്ന് കുഴിക്കാനെ വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ എനിക്ക് ഇങ്ങനൊരു സാഹചര്യമായി പോയി, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അദ്ദേഹം 2 ബൈക്ക് അദ്ദേഹത്തിന്റെ വേറൊരു ചർച്ചിലൊരു മകനുമായിട്ട് വന്നു. അദ്ദേഹത്തിന്റെ കാവാസാക്കി സ്കൂട്ടറാണ്, അതെന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഇത് ഇവിടെ ബൈക്ക് നമുക്ക് ഈ നാളെ രാവിലെ ഇത് ശരിയാക്കാം, ഫാസ്റ്റ് ഈ ബൈക്കിൽ വയ്ക്കൂ. ഞാൻ ആ ബൈക്കുമായിട്ട് കടമനിട്ടയിലേക്ക് വരുമ്പം കുറച്ച് ചെറുപ്പക്കാര് ദൂരത്ത് നോക്കിയപ്പോൾ റോഡ് സൈഡിൽ ഇരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് അവിടെ ഒരു അന്ന് ഈ 100 വാട്ടിന്റെ ഒരു ബൾബ് അവിടെ ഒരു അമ്പലത്തിന്റെ ഒരു ചെറിയൊരു വഞ്ചിപ്പെട്ടി ഇരിപ്പുണ്ട്, അതിന് മുകളിൽ അത് ഒരു ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റിന്റെ വെട്ടത്തിലൂടെ ഞങ്ങൾ ജസ്റ്റ് പാസ് ചെയ്യുമ്പോൾ ആ സൈഡിൽ നിന്ന് ചെറുപ്പക്കാർ ചാടി വരുന്നു. വൈഫ് തിരിഞ്ഞു നോക്കിയപ്പം, എടാ അവനാടാ പിടിയടാ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. നോക്കിയപ്പം വലിയ വടിവാളും വലിയ കമ്പുകളും ഒക്കെ അവരുടെ കയ്യിലുണ്ട്. എന്നാൽ അന്ന് എൻ്റെ ബുള്ളറ്റ് പഞ്ചറാക്കിയ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യാം. അത് കഴിഞ്ഞ് അന്ന് ഞങ്ങൾ അങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് 2008 പെട്ടെന്ന് ഞങ്ങൾ ഒരു ഉപവാസ പ്രാർത്ഥന ഇരിക്കുമ്പോൾ എനിക്കിത് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടായി. എൻ്റെ 3ാമത്തെ മകള് 2008 ജനിക്കുന്നത്. അവൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ ഹാർട്ടിന് ആദ്യം ഞങ്ങൾക്ക് അറിയാൻ പറ്റിയില്ല, ഹോസ്പിറ്റലൊന്നും പറഞ്ഞില്ല. അതിനുശേഷം അവൾക്ക് ചെറിയ പനി ഉണ്ടായി. ഞങ്ങൾ പത്തനംതിട്ടയുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടെ ചെക്ക് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുത്തുകൊണ്ട് പോകും. അത് കഴിയുമ്പോൾ പറഞ്ഞു ഇത് എക്കോ എടുക്കണം. അതിനുശേഷം എന്ത് പറ്റി, അവൾ ജനിച്ചത് കോഴഞ്ചേരിയിലാണ്, ഒരു ഹോസ്പിറ്റലാണ്. അപ്പൊ ഞാൻ നേരെ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ പിന്നെ ഇപ്പൊ എന്റെ പൈസയല്ല, ഞാൻ പോയി പൈസ എടുത്തിട്ട് വരട്ടെന്ന് പറഞ്ഞു നേരെ വണ്ടി എടുത്ത് ഞാൻ നേരെ കോഴഞ്ചേരി പോയി. ആ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ഒന്നും പറഞ്ഞില്ല, ജസ്റ്റ് ഡോക്ടറെ കാണിച്ചു. അവിടെയും ഡോക്ടർ ചെക്ക് ചെയ്തിട്ട്, ഡോക്ടർ ചെറിയാൻ എന്ന് പറഞ്ഞൊരു ഡോക്ടറായിരുന്നു അവിടെ ഇരുന്നത്. അദ്ദേഹം ടെസ്റ്റ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, ഫാസ്റ്റേ ഈ കുഞ്ഞിനെ ഒരു എക്കോ എടുക്കേണ്ടി വരും. ഞാൻ ചോദിച്ചു, ഇവിടെ ആണല്ലോ ജനിച്ചത്, എന്തെങ്കിലും അന്നേരം എന്തെങ്കിലും പറഞ്ഞു? ഇല്ല, അന്നേരം ഒന്നും റിപ്പോർട്ടിനകത്തൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അവസാനം അദ്ദേഹം എനിക്ക് പരുമല ഹാർട്ട് ഹോസ്പിറ്റലിലേക്ക് റഫർ ലെറ്റർ എഴുതി തന്നു. ഞാൻ നേരെ പരുമല പോയി. ഡോക്ടർ സജി എന്ന് പറയുന്ന ദേവദാസൻ, അദ്ദേഹം ഒരു ഇവാഞ്ചലിസ്റ്റ് ആണ്. അദ്ദേഹം ആയിരുന്നു പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ആണ്. അദ്ദേഹം ആയിരുന്നു എൻ്റെ കുഞ്ഞിനെ നോക്കിയത്. എക്കോ എടുത്ത് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, വലിയ 2 ബോളും ചെറിയ കുറെ പുട്ടുചില്ലി പോലെ കുറെ ബോളുകളുണ്ട്, ഇത് നോർമലി അടയില്ല. കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഇപ്പോൾ സർജറി ചെയ്യാൻ പറ്റില്ല. ഒരു 1.5 വയസ്സ് വരെ നമുക്ക് നോക്കാം, ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്ന് ചെക്ക് ചെയ്യണമെന്ന്. അങ്ങനെ അവൾക്ക് 9 മാസം പ്രായമുള്ള സമയം വരെ ഞങ്ങളിങ്ങനെ ഈ 2 ആഴ്ച കൂടിയിരിക്കുമ്പം കുഞ്ഞുമായിട്ട് പോകും. എന്നാൽ 9 മാസം പ്രായമാകുന്ന സമയത്ത് ഒരിക്കൽ വാക്സിനേഷന് വേണ്ടി കോഴഞ്ചേരി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങൾ പോകുമ്പം എന്നെ ഒന്ന് കാണിച്ചിട്ട് പോകണമെന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ, ഞങ്ങൾ പോകുന്ന വഴി തന്നെയാണ്, കടമനിട്ട കോഴഞ്ചേരി വഴി എനിക്ക് മാന്നാറിന് പോകാൻ പറ്റും. ഞാൻ അവിടെ ചെന്നു. ഡോക്ടർ ടെലസ്കോപ്പ് വെച്ച് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, നേരത്തെ പണ്ടുണ്ടായിരുന്ന പോലെ തന്നെ സൗണ്ട് ആണല്ലോ, ഡോക്ടർ സജി എന്താ പറഞ്ഞേ, റിപ്പോർട്ട് ഒന്ന് കാണിച്ചേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, അതുപോലെ അദ്ദേഹം എന്ത് പറയുന്നത് അതുപോലെ തന്നെ ചെയ്താട്ട്, പഴയ സൗണ്ട് തന്നെ എപ്പോഴും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനും വൈഫും
ഞങ്ങൾക്ക് അന്നൊരു ഒമിനി വാഹനം ഉണ്ടായിരുന്നു ഞങ്ങൾ വേലയ്ക്ക് ഉപയോഗിക്കുന്നത്. അതിനകത്ത് പ്രാർത്ഥനയോടുകൂടി ഒരു കൺവെൻഷന്റെ തിരക്കുന്ന സമയമായിരുന്നു. എന്തെങ്കിലും കുഞ്ഞിനെ ചെക്കപ്പിന് കൊണ്ടുപോകുന്ന സമയമുണ്ട്. ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ആത്മാവിൽ സ്തോത്രം ചെയ്തത്. ആ സമയത്ത് തന്നെ ഞങ്ങൾക്കറിയാവുന്ന ഒരു ക്യാൻസർ പേഷ്യന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. കൃപയാല് ആ സഹോദരിയെ ദൈവം സൗഖ്യമാക്കി. കീമോതെറാപ്പിക്ക് വേണ്ടി RCC പോയതാണ്. പക്ഷേ ആ റിപ്പോർട്ട് കൈവച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വിട്ടു. തിരിച്ചു വന്ന് ഡോക്ടർ ഒന്നുകൂടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവർക്ക് അങ്ങനെ കീമോ വേണ്ട, അങ്ങനെ ഒരു രോഗാണു അവരുടെ ശരീരത്തിൽ ഇല്ല എന്ന് റിപ്പോർട്ട്. ഇന്നും ആ സഹോദരി ജീവിച്ചിരിപ്പുണ്ട്. സ്തോത്രം. അങ്ങനെയൊക്കെയുള്ള ഞാൻ പറയും, കർത്താവെ മറ്റുള്ളവർക്ക് വിടുതൽ നടക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വന്ന്, കർത്താവെ ഈ കുഞ്ഞിനെ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യേണ്ടി വരുമല്ലോ, എന്താണ് കർത്താവെ എന്നിങ്ങനെ ദിവസം ഇങ്ങനെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം. കോഴഞ്ചേരിക്കും മാന്നാറിനിടയ്ക്ക് ഏതോ ഒരു സ്പോട്ടില് കർത്താവുടെ സർജറി ചെയ്തു. അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അവിടെ ചെന്നു. ഡോക്ടർ സജിയെ കാണാൻ വേണ്ടി ഞങ്ങള് റൂമിൽ അവിടെ വെയിറ്റ് ചെയ്യാണ്. അദ്ദേഹം ഞങ്ങളെ അകത്ത് വിളിച്ചു. കുഞ്ഞിനെ ടെലസ്കോപ്പ് വെച്ച് ചെക്ക് ചെയ്തോണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ ഇന്നെന്തോ ഒരു വലിയ ചേഞ്ചസ് ഉണ്ടല്ലോ. അതിന് അതേസമയം അരമുക്കാൽ മണിക്കൂർ മുമ്പ് കോഴഞ്ചേരിയിൽ ഞങ്ങളെ അവിടോട്ട് റെഫർ ചെയ്ത് ഡോക്ടർ പറയുന്നു ഇതേ സൗണ്ട്, പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും സൗണ്ട്. പക്ഷെ ഈ 3/4 മണിക്കൂറിനുള്ളിൽ എന്തോ ഒരു വലിയ ദൈവപ്രവൃത്തി മെഡിക്കലി. അതല്ലാതെ അദ്ദേഹത്തിന് ഞങ്ങളെ അവിടെ വിളിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ ഇതെല്ലാം ദൈവം വളരെ കൃത്യമായി ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഉറപ്പ് തരികയായിരുന്നു. അദ്ദേഹം ടെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഇന്ന് എക്കോ ചെയ്യേണ്ട ദിവസമല്ല, പക്ഷെ ഞാനൊന്ന് എക്കോ റൂമിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് കുഞ്ഞിനെ എക്കോ റൂമിലേക്ക് കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു നേഴ്സിനെ വിട്ടിട്ട് ഞങ്ങളെ രണ്ടുപേരും അകത്ത് വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഈ ഇടത്തെ കയ്യിൽ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഈ റിപ്പോർട്ട് ശരിയാണ്, ഞാൻ തന്നെയാണ് എക്കോ ചെയ്തത്, ഇതേ മെഷീനിലാണ് ചെയ്തത്, ഈ റിപ്പോർട്ട് ശരിയാണ്. പക്ഷേ ഇപ്പോഴും നോക്കിക്കോ എന്ന് പറഞ്ഞ് മൗസ് അനക്കി ഓരോരോ പോയിന്റ് ഞങ്ങളെ ക്ലിക്ക് ചെയ്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ആയിരുന്നു ആ വലിയ ഹോൾ, ഇവിടെ ആയിരുന്നു മറ്റേ വലിയ ഹോൾ. പുട്ടുജില്ലി പോലെ അദ്ദേഹം വരച്ചും കൂടെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് ആ ഹോളുകളൊക്കെ ഇന്ന ഭാഗത്തായിരുന്നു. പക്ഷെ ഒന്നും കാണാൻ, എല്ലാം മാറ്റി. ഇനിയും ഇതിനു വേണ്ടി ഇങ്ങോട്ട് വരിക വേണ്ട. അതിനുവേണ്ടി ഒരു ടാബ്ലറ്റ് പോലും കുഞ്ഞിന് കൊടുത്തിട്ടില്ല. കൃപയാൽ എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന് കർത്താവ് തെളിയിച്ചു. സെയിം ടൈമിൽ തന്നെ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പലപ്പോഴും എന്റെ കണ്ണിൽ എന്തോ കരട് കിടക്കുന്ന പോലെ തോന്നി. ഞാനിങ്ങനെ എപ്പോഴും കണ്ണ് തിരിഞ്ഞു. അല്ലെങ്കിൽ മുമ്പിൽ പോകുന്ന വാഹനം എത്ര ദൂരത്തിലാണ് പോകുന്നത് എനിക്ക് മെഷർ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ദൂരത്തേക്കുന്ന വാഹനം ഞാൻ പെട്ടെന്ന് ദൂരെ ബ്രേക്ക് ഔട്ട്, അല്ലെന്നുണ്ട് നേരെ കയറി ചെല്ലും. കട്ടറിലെല്ലാം ചാടി. ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്നോട് വൈഫ് പറയും, എന്തിനാ ഈ നല്ല വഴി ഉള്ളപ്പോഴും എനിക്ക് കുഴിക്കകത്ത് ചാടിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞ എന്റെ കണ്ണിൽ എന്തോ കരട് കിടക്കുന്നു. അങ്ങനെ പത്തനംതിട്ടയില് ഫേമസ് ആയ രാഷ്ട്രപതിയുടെ മെഡൽ വാങ്ങിച്ച ഒരു ഐ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരിയെ കൊണ്ട് കാണിച്ചു. പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, പോയിട്ട് ഈ ബ്ലഡും കൊളസ്ട്രോളും എല്ലാം ഷുഗർ എല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് വരാം, ലാബിൽ കൊണ്ട് ബ്ലഡ് കൊടുത്തിട്ട് വരാൻ പറഞ്ഞു. ആ ലാബിന്റെ പേര് തന്നു. ഞാൻ അവിടെ കൊണ്ടുപോയി ബ്ലഡ് കൊടുത്തിട്ട് വൈകിട്ട് റിപ്പോർട്ട് വാങ്ങിക്കാൻ ചെന്നു. റിപ്പോർട്ട് വാങ്ങിച്ച് ഡോക്ടറെ കൊണ്ട് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, അയ്യോ ഇതെന്തുവായി കാണുന്നേ, നിങ്ങളുടെ കൊളസ്ട്രോൾ ഹൈ ആണ്, നിങ്ങളുടെ ഷുഗർ ഹൈ ആണ്, ഇതെല്ലാം ഭയങ്കര കൂടുതലാണ്. അത് അവര് തന്നെ കുറച്ച് മെഡിസിൻ എഴുതി തന്നു. ഞാൻ ആ മെഡിസിൻ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ ചെന്നു. അന്ന് രാത്രി ഒരു ടാബ്ലറ്റ് എടുത്തു, പിറ്റേന്ന് രാവിലെ ഒരു ടാബ്ലറ്റ് എടുത്തു. ഞാൻ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോയി. എനിക്ക് എഴുന്നേക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിൽ അവിടെ ഇരിക്കുകയാണ്. ദൈവത്തിന്റെ മഹാകരുണയുണ്ട്. അന്ന് ഞങ്ങളുടെ സ്നേഹിതരായ അവര് മെഡിക്കൽ ഫീൽഡില്, അതായത് പത്തനാപുരത്ത് മെഡിക്കൽ സ്റ്റോർ ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന അവര് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിറങ്ങിയതാണ്. PV മത്തായിച്ച പാസ്റ്ററിന്റെ മൂത്ത മകൻ ബാബുജി ഞങ്ങൾ വിളിക്കുന്ന ജോൺസൺ, അദ്ദേഹവും വൈഫും കൂടെ അവിടെ വന്നു. ആന്റി ജെസി ആന്റി ഷൈനോട് ചോദിച്ചു, ഏത് മരുന്നാ കഴിച്ചത് ചോദിച്ചു. മരുന്നിന്റെ സ്ലിപ്പ് ഇങ്ങോട്ട് മരുന്ന് എടുത്തുകൊണ്ട് കൊടുത്തപ്പോഴാണ് ഹൈ ഡോസ് ആയിട്ടുള്ള ഹൈബ്രൂഫിന്റെ ഹൈ ഡോസ് മരുന്നൊക്കെയാണ് എനിക്ക് തന്നേക്കുന്നത്. ഞങ്ങൾക്കിപ്പം പുള്ളിക്കാരി പറഞ്ഞു, മോനെ നീ എത്ര എണ്ണം കഴിച്ചു? ഞാൻ പറഞ്ഞു 1-2 കഴിച്ചു, ഇനിയും കഴിക്കല്ലേന്ന്. ബ്ലഡ് ഒന്നുകൂടെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യണം, കാരണം ഇത് ഞരമ്പൊക്കെ കട്ടാവുമ്പോൾ കൊടുക്കുന്ന മെഡിസിൻ ടാബ്ലറ്റുകളൊക്കെ, ഇതെന്തിനാ മോൻ കഴിക്കുന്നത് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ വീണ്ടും പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ സത്യത്തില് എന്റെ ബ്ലഡ് റിപ്പോർട്ട് അല്ലായിരുന്നു, ഇത് മറ്റാരുടെയോ ബ്ലഡ് റിപ്പോർട്ടായിരുന്നു അങ്ങനെ വന്നത്. അങ്ങനെയും പിശാചി ഞങ്ങളെ തകർക്കാൻ നോക്കി. അത് കഴിഞ്ഞിട്ട് ഈ എന്റെ കണ്ണിന്റെ പ്രശ്നം സോൾവ് ആവുന്നില്ല. കേരളത്തിലെ പല ഹൈ ഹോസ്പിറ്റലുകളിൽ കാണിച്ചു. അവസാനം തിരുനെൽവേലിയിലുള്ള അരവിന്ദ് ഐ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഫേമസ് ആയ ഒരു ഐ ഹോസ്പിറ്റലിൽ തമിഴ്നാട്ടിൽ ഞങ്ങൾ പോയി. അവിടെ കാണിച്ചു. 1-2 പ്രാവശ്യം പോയി. അവസാനം അവിടെ എനിക്ക് ഡേറ്റ് തന്ന സമയത്ത് അവിടെ ചെന്നപ്പോഴേ അവരുടെ ജൂനിയർ ഡോക്ടേഴ്സ് എല്ലാം നോക്കിയിട്ട് എന്നെ നേരെ അവരുടെ പ്രൊഫസർ അടുക്കിലേക്ക് വിട്ടു. എന്നിട്ട് പറഞ്ഞു, ഈ നഷ്ടപ്പെട്ട കാഴ്ച ഇനി തിരിച്ചു കിട്ടില്ലെന്ന് പറഞ്ഞു.
ഞാനങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു. അങ്ങനെ വീട്ടിൽ വന്നു. ഞാനും വൈഫും കൂടെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുഞ്ഞിന്റെ ആ സ്ഥിതി കഴിഞ്ഞതേ ഉള്ളൂ. ദൈവമേ, എന്താണ് വേലക്കിറങ്ങിയിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നപ്പോഴേ ഒരു അതിനു മുമ്പ് ജസ്റ്റ് ഒരു 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നതിൽ അവസാന ദിവസം ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ പുറത്ത് രാത്രിയിൽ ഒരു കാവി മുണ്ടും കാവി ഉടുപ്പും കാവി തലയിൽ ചുറ്റിയ ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നത് ഞങ്ങൾ കണ്ടു. വൈഫ് കണ്ടു ലൈറ്റ് ഓഫ് ചെയ്യാൻ പോയപ്പോൾ. എന്ന് പറഞ്ഞ വെച്ചാൽ അതുകൊണ്ട് അവിടെ ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ഇറങ്ങിപ്പോകാനുള്ള ആരോഗ്യസ്ഥിതി ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ജനൽ തുറന്നു ഞങ്ങളൊന്ന് സ്തോത്രം ചെയ്തു. അദ്ദേഹം തിരിഞ്ഞു നോക്കാതെ എണ്ണിച്ചു. പിറ്റേന്ന് രാവിലെ ഒരു പ്രത്യേകതരം കല്ല് അവിടെ വെച്ചിരിക്കുന്നത്. ഞാൻ അത് തട്ടിയെടുത്ത് കളയും ചെയ്തു. അതിനുശേഷമായിരുന്നു ഈ ഇൻസിഡന്റുകളൊക്കെ എന്റെ കണ്ണിന്റെ പ്രശ്നമൊക്കെ ആരംഭിക്കുന്നത്. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാൽ ഞാൻ ഇങ്ങനെ വന്നിങ്ങനെ വീട്ടില് ഡോക്ടർ റിപ്പോർട്ട് കേട്ടിട്ട് വീട്ടിൽ വന്നിരിക്കുമ്പം ഒരു ഉച്ച സമയത്ത് പ്രായമുള്ള വെള്ള ജുബയും വെള്ള മുണ്ടും കൊടുത്ത് അല്പം താടിയുള്ള നരച്ച താടിയുള്ള ഒരു വയോധികനായ ഒരു അപ്പച്ചൻ വീട്ടിലേക്ക് കയറി വന്നു. അപ്പൊ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, പ്രാർത്ഥനാലയം, ഗിൽഗാൽ പ്രാർത്ഥനാലയം എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത് കണ്ടിട്ട് വന്നായിരിക്കും വിചാരിച്ചു. അപ്പം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മോനെ, നിന്നെ പല പ്രാവശ്യം അപായപ്പെടുത്താൻ ശത്രു ശ്രമിച്ചു, പക്ഷേ ഞാൻ നിന്നെ ഏൽപ്പിച്ചില്ല. എന്നാൽ ഈ ദിവസങ്ങൾ നിന്നെ അന്ധനാക്കി ഈ ദേശത്ത് നിന്ന് പറഞ്ഞുവിടാൻ ചില ആഭിചാര കർമ്മങ്ങൾ നടത്തിയിട്ടുണ്ട്. നീ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങൾ അത് ഏറ്റെടുത്തു. ഞാൻ വൈഫിനോട് പറഞ്ഞു പോയി ചായ ഇടാൻ പറഞ്ഞു. കിച്ചണിലേക്ക് പോയി. ഞാൻ ജസ്റ്റ് എന്റെ ബെഡ്റൂമിൽ കയറി പോക്കറ്റിൽ നിന്ന് ഇച്ചിരി പൈസ എടുത്ത് ദേവദാസിന് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് തിരിച്ച് ഞാൻ ജസ്റ്റ് ഒരു വാതിലിന്റെ വ്യത്യാസമുള്ളൂ. തിരിച്ച് ഹോളിൽ വരുമ്പോൾ അദ്ദേഹത്തെ കാണാനില്ല. ഞാൻ ഓടിച്ചെന്ന് വൈഫിനോട് ചോദിച്ചു, അപ്പച്ചൻ എന്ത് ചെയ്യും? പറഞ്ഞു കുറച്ച് ദൂരമുണ്ട്, ആ വലിയ വീടായിട്ട് മുറ്റത്തിന് തന്നെ വലിയ ദൂരമുണ്ട്, അദ്ദേഹം പുറത്തു പോകാൻ സാധ്യതയില്ല. അവിടെ എല്ലാം നോക്കി, ഞാൻ ഓടി റോഡിൽ ഇറങ്ങി നോക്കി, കണ്ടിട്ടില്ല. അതിന് മുമ്പും അതിന് പിമ്പും കണ്ടില്ല. പക്ഷേ ആ 3 ദിവസം ആ ദൈവദാസൻ പറഞ്ഞനുസരിച്ച് ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് എന്റെ നഷ്ടപ്പെട്ട കാഴ്ച തിരിച്ചു. കൃപയാൽ മെഡിക്കലി ഒരു ട്രീറ്റ്മെന്റ് എനിക്കില്ലെന്ന് പറഞ്ഞ തിരുനെൽവേലിയിൽ നിന്ന് തള്ളിയ വലത്തെ കണ്ണിന്റെ 75%, ഇടത്തെ കണ്ണിന്റെ 25%, ഐസൈറ്റ് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ എനിക്ക് കർത്താവ് തിരിച്ചു കാഴ്ച നൽകി. കൃപയാല് ഇന്ന് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും രാപകലില്ലാതെ വണ്ടി ഓടിച്ചു പോയി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ വർഷങ്ങൾ ദൈവം എന്നെ സഹായിച്ചു. 3-4 പ്രാവശ്യം കേരളത്തിൽ നിന്ന് രാജസ്ഥാനില് ഞാൻ താമസിക്കുന്ന ഈ ഉദയപൂരിലേക്ക് ഏകദേശം 2500 കിലോമീറ്റർ. ഇത്രയും കിലോമീറ്റർ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോയിട്ട് വരാൻ ദൈവം കൃപ ചെയ്തു. രായും പകലും ഇല്ലാതെ ഇന്നും വാഹനങ്ങൾ ഓടിക്കാനും മിനിസ്ട്രിക്ക് പോകാനും കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. അങ്ങനെ ആ ഇൻസിഡന്റിൽ ദൈവം വിടുവിച്ചു. ദൂതനെ വിടുമോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായും ഞങ്ങൾക്ക് അന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷെ ദൈവം തന്റെ ദൂതനെ അയച്ച് ഞങ്ങളെ ആ വിഷയത്തിൽ നിന്ന് വിടുവിക്കുകയുണ്ടായി. അതിനുശേഷം പല പ്രാവശ്യം ദൈവം ഞങ്ങളോട് നോർത്ത് ഇന്ത്യക്ക് പോകാൻ പറഞ്ഞു. ഞങ്ങൾ വളരെ തടസ്സങ്ങൾ വാദങ്ങൾ പറഞ്ഞു. ദൈവമേ, മറ്റാരെങ്കിലും അയക്കും, ഞങ്ങൾ നോർത്ത് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം. എനിക്ക് നോർത്ത് ഇന്ത്യൻ മിഷനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഞാൻ കടമറ്റയിൽ ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു. ആ ഫാക്ടറി ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലെ അങ്കിളും ആന്റിയും, അലക്സ് അങ്കിളും മോളി ആന്റി, അവര് 1 കോടി രൂപയോളം മുടക്കി അത് റിനോവേറ്റ് ചെയ്ത് അവിടെ ഒരു പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. ഞങ്ങൾ അങ്ങനെ അവിടെ ആരാധന ആരംഭിച്ചു. പക്ഷേ ദൈവാത്മാവ് ആ ദിവസങ്ങൾ വന്ന ദൈവദാസന്മാരോട് എല്ലാം ഞങ്ങളോട് നോർത്ത് ഇന്ത്യക്ക് പോകാൻ പറഞ്ഞു. പക്ഷെ ഹിന്ദി അറിയത്തില്ല. ഈ 3 കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ഞങ്ങളിങ്ങനെ ദൈവസ്ഥലത്തില് പല പ്രാവശ്യം മാറിപ്പോയി. എങ്കിലും ലാസ്റ്റില് ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, ഇനി നീ പോയില്ലെങ്കിൽ, അനങ്ങിയില്ലെങ്കിൽ കഴുകൻ തന്റെ കുഞ്ഞിന്റെ കൂടനക്കുന്നത് പോലെ ഞാൻ കൂടനക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ദൈവസ്ഥലം തീരുമാനമെടുത്തു നോർത്ത് ഇന്ത്യക്ക് പോകാം. പക്ഷേ താഴെ നിന്ന് നോക്കുമ്പം കേരളത്തിൽ നോക്കി എല്ലാം നോർത്താണ്. എങ്ങോട്ടാണ് പോകേണ്ടത്? എന്റെ മമ്മിയുടെ അനുജത്തിയുടെ മോളെ ജാർഖണ്ഡിൽ വിവാഹം കഴിച്ച് അയച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ജാർഖണ്ഡിന് പോകാം. അങ്ങനെ ഞങ്ങൾ മാനുഷികമായ ഒരു തീരുമാനമെടുത്തു. ടിക്കറ്റ് എടുക്കുന്ന ദിവസം രാവിലെ ഞാനും വൈഫും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, കർത്താവെ, ഞങ്ങള് ജാർഖണ്ഡിലാണോ പോകേണ്ടത് അതോ മറ്റൊരു സ്ഥലത്തേക്കാണോ? ഈ വരുന്ന ദൈവദാസന്മാർക്കെല്ലാം നോർത്ത് ഇന്ത്യക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അവരോട് ചോദിച്ചത് ഏത് സ്ഥലത്തോട്ടാണ് ദൈവം പറയുന്നുണ്ട്. അവൻ പറഞ്ഞു, തക്ക സമയമാകുമ്പോൾ ദൈവം നിങ്ങളോട് ആ സ്ഥലം വെളിപ്പെടുത്തും. 2 മക്കതോന്യ വിളി പോലെ ഒരു വിളി വരും. ഈ 2 അടയാളമാണ് നോർത്ത് ഇന്ത്യയിലേക്ക് പോകാൻ ഞങ്ങൾക്ക് ലഭിച്ച അടയാളങ്ങൾ. പക്ഷേ ഞങ്ങൾ മാനുഷികമായിട്ട് ജാർഖണ്ഡിന് പോകാൻ തീരുമാനിച്ചു. ടിക്കറ്റ് എടുക്കാൻ രാവിലെ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാനിരിക്കുകയാണ്. അന്നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വൈഫ് എന്നെ തോന്നിയിട്ട് ചോദിച്ചു, അച്ഛാ,
ഈ ഉദയപൂർ എവിടെയാണ്? ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. ആ ദൈവാത്മാവ് ഇങ്ങനെ എഴുതി കാണിക്കുന്നു ഉദയപൂർ. ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, തൽക്കാലം ജാർഖണ്ഡിന് പോവാം. ഹിന്ദി അറിയത്തില്ലല്ലോ, ഹിന്ദി പഠിച്ച് നമുക്ക് ഉദയപൂർ കണ്ടുപിടിച്ച് നമുക്ക് ഉദയപൂരിലേക്ക് പോകാം. എന്തായാലും അവിടോട്ട് പോകുന്നിടത്ത് നമുക്ക് നേരത്തെ പറയാം നമുക്ക് ഈ ഒരു സ്ഥലം വെളിപ്പെട്ടിട്ടുണ്ടെന്ന്. അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ പത്തനംതിട്ട കളക്ടറേറ്റിൽ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഭയങ്കര ക്യൂ. ഞാൻ ആ ക്യൂവിൽ ഏറ്റവും പുറകിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് മൂന്നാമത് ഞാൻ ആ ക്യൂവിൽ എത്തിയപ്പോൾ എന്റെ മൊബൈൽ റിങ് ചെയ്തു. നോക്കിയപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലെ ആന്റി, മോളി ആന്റി ബഹറിൽ വിളിക്കുകയാണ്. എന്നോട് ചോദിച്ചു പാസ്റ്റർ ഇപ്പോൾ എവിടെയാണ്? ഞാൻ പറഞ്ഞു ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ്. അയ്യോ അത് അറിയാൻ വേണ്ടിയാണ് വിളിച്ചത്, നിങ്ങൾ ഏത് സ്ഥലത്തോട്ടാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു ജാർഖണ്ഡിൽ പോകാൻ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുക ആന്റി. എന്താ അത് വെച്ചു, ഞങ്ങളുടെ ചർച്ചിൽ ICPF ഒരു മീറ്റിംഗ് നടക്കുകയാണ്. നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു പാസ്റ്റർ ഫാമിലിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് അവിചാരിതമായിട്ട് അദ്ദേഹത്തോട് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കാര്യം പറഞ്ഞു. നിങ്ങൾ ഇങ്ങനെ 7 വർഷമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നുണ്ട്, നിങ്ങൾ നോർത്ത് ഇന്ത്യക്ക് പോകണം. അല്ലെ ആ പാസ്റ്റർ ചോദിക്കും നിങ്ങൾ എവിടാ പോകുന്നത്? അതിനാ വിളിച്ചത്. ഞാൻ ചോദിച്ചു ആ പാസ്റ്റർ എവിടുന്ന് വന്നേ? ഒന്ന് ഹോൾഡ് ചെയ്യും, എന്റെ മുമ്പ് നിൽക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഉടനടി അദ്ദേഹം ആന്റി എന്നോട് പറഞ്ഞു ആ പാസ്റ്റർ ഉദയപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വന്നു. ഞാൻ പറഞ്ഞു ആന്റി രാവിലെ ഞങ്ങളോട് ദൈവം ഈ സ്ഥലം പറഞ്ഞു, പക്ഷെ ഇത് എവിടാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. അവൻ പറഞ്ഞു ഇത് രാജസ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ, ഞാൻ ചോദിച്ചു ആന്റി പിന്നെ ആ പാസ്റ്റർ എന്തിനു വേണ്ടി വന്ന? പറഞ്ഞു ഇതുപോലെ ICPF ക്യാമ്പിന് വന്ന, പക്ഷെ ഞങ്ങളിങ്ങനെ ടീ ബ്രേക്കിന്റെ സമയത്ത് ജസ്റ്റ് പരിചയപ്പെട്ട കൂട്ടത്തിലാണ് ഈ കാര്യം സംസാരിച്ചെന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്ത സെന്റൻസ് പുള്ളിക്കാർ ചോദിക്കണം, ആ പാസ്റ്റർ ചോദിക്കുന്നു പാസ്റ്ററിന് നോർത്ത് ഇന്ത്യക്ക് വേലയ്ക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ അവകാശമുണ്ട്, ചെല്ലാമോ എന്ന് ചോദിക്കുന്നു. എനിക്കറിയില്ലായിരുന്നു അത് ഏത് സംഘടനയാണെന്നോ എന്തുവാണെന്നൊക്കെ. അത് ഉദയപൂരിലുള്ള ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ഡോക്ടർ തോമസ് മാത്യൂസിന്റെ മകൻ ഡോക്ടർ പോൾ മാത്യൂസും അദ്ദേഹത്തിന്റെ വൈഫ് ക്രിസ്റ്റിയുമായിരുന്നു അന്ന് ICPF മീറ്റിങ്ങിന് വേണ്ടി 2010 ബഹ്റിനിൽ ചെന്നത്. അവരായിരുന്നു അവർ മീറ്റ് ചെയ്തത്. അതിനുശേഷം ഞങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് വരാൻ അങ്ങനെ ഒരു സാധ്യത ഒരുങ്ങി വന്നു. 2010 തന്നെ ഞങ്ങൾ ജസ്റ്റ് നോർത്ത് ഇന്ത്യയിൽ അഹമ്മദാബാദിൽ വന്നു. അവിടെ നിന്ന് പിന്നെ ബഹ്റിനിൽ നിന്ന് ആന്റി വന്നു. പാസ്റ്റർ പോൾ ഇവിടെ നിന്ന് വന്നിട്ട് ഉദയപൂരിൽ നിന്ന് വന്ന് ഞങ്ങളെ കൊണ്ട് കച്ച് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ പാസ്റ്റർ ബ്ലസ് എന്ന് പറഞ്ഞൊരു ദേവദാസൻ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ചെന്നു. അത് കഴിഞ്ഞിട്ട് പല സ്ഥലങ്ങൾക്ക് മൂന്നാമത്തെ ദിവസം ആക്ച്വലി 6 മണിക്കൂർ മതി എത്ര പതുക്കെ വന്നാലും അഹമ്മദാബാദിൽ നിന്ന് ഉദയപൂരിലെത്താൻ, പക്ഷെ ബൈ റോഡ്. എന്നാൽ ഞങ്ങൾ മൂന്നാമത്തെ ദിവസമാണ് ഉദയപൂര് വന്നത്. കാരണം കുറെ മിഷൻ ഫീൽഡ് അദ്ദേഹം ഞങ്ങളെ കൊണ്ട് കാണിച്ചിട്ട് വന്നു. ആ യാത്രയിൽ ഏകദേശം നോർത്ത് ഇന്ത്യയെ കുറിച്ചുള്ള ഒരു ചിത്രം ദൈവം ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ തിരിച്ച് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു പോയി. ഞാൻ അസംബ്ലീസ് ബോർഡിൽ ചില ഉത്തരവാദിത്തങ്ങൾ 7 വർഷം പത്തനംതിട്ട സെക്ഷൻ CA സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ കടമനിട്ടയിലുള്ള നാഷണൽ പ്രയർ മൂവ്മെന്റിന്റെ സെല്ലിന്റെ ചുമതല ഉണ്ടായിരുന്നു. പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ജെയ്സ് പാമ്പനാട് പാസ്റ്ററിനോട് അങ്ങനെയുള്ള ടീമിനോടൊക്കെ ചേർന്ന് പത്തനംതിട്ടയിൽ ആ സമയത്ത് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളിലും ഇൻവോൾവ് ആയിരുന്നു. ഇട്ടെറിഞ്ഞിട്ട് വരാൻ പറ്റില്ല. ഞാൻ സെക്ഷൻ ലെറ്റർ കൊടുത്തു, ഞാൻ ഇതുപോലെ നോർത്ത് ഇന്ത്യക്ക് പോകാൻ താല്പര്യപ്പെടുന്നു. അസംബ്ലീസ് ബോർഡിൽ ട്രാൻസ്ഫർ നടക്കുന്ന സമയത്ത് 2011 എനിക്ക് ലെറ്റർ കിട്ടി. അങ്ങനെ ഞാൻ 2011 നോർത്ത് ഇന്ത്യയിലേക്ക് വരാൻ തീരുമാനിച്ചു. 3 പൊടിക്കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങളിങ്ങനെ 2011 മെയ് മാസം 19-ാം തീയതി ഇവിടെ രാജസ്ഥാനിലെത്തി. ഡോക്ടർ തോമസ് മാത്യൂസ് ആരംഭത്തിൽ പ്രവർത്തിച്ച സ്ഥലത്തിരുന്നാണ്, അതിന്റെ പേര് ഗോസ്പൽ സെന്റർ എന്നാണിത്. ഇവിടെ എക്സോദസ് ഗോസ്പൽ സെന്റർ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് ക്രോസ് ആൻഡ് ഗ്രൗണ്ട് പ്രസ്തും ഇവിടെ നിന്നുള്ള പത്രികകളൊക്കെ ഇവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ആ സ്ഥലത്തിരുന്നാണ് ഞാനിപ്പം ദൈവദാസന്മാർ നിങ്ങളോടായിട്ട് അരോമ TVയിലൂടെ ഈ സാക്ഷ്യം പറയുന്നത്. കഴിഞ്ഞ 14 വർഷമായി ഇവിടെ പാർക്കാൻ കർത്താവ് കൃപ ചെയ്തു. നോർത്ത് ഇന്ത്യ വിവിധ ഗ്രാമങ്ങളിൽ പോയി സുവിശേഷം പറയുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ അവസരങ്ങൾ നൽകി. പ്രത്യേകിച്ച് പ്രയറിന്റെ ചില ചുമതലകൾ സംഘടന എന്നെ ഏൽപ്പിച്ചുകൊണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നു. ഞങ്ങളിവിടെ വന്നപ്പോൾ എനിക്ക് ഹിന്ദി അറിയത്തില്ല. ആദ്യം ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ പല ഗ്രാമക്കാരെ പലരെയും ചിലതിനെ ആദ്യം വന്ന കേസ് തന്നെ ഒരു മെന്റൽ കേസാണ്. ജടമുടിയെല്ലാം പിടിച്ച ഒരു മനുഷ്യനെ കൊണ്ടാണ് വന്നത്. ഒരു മലയാളി ആന്റിയെ കൊണ്ടുവന്നു. ആന്റി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹം ദൈവകൃപയാൽ സൗഖ്യമായി. അതിനുശേഷം ചെങ്ങലക്കൊക്കെ ഇട്ട്, വെറും അതിശയോക്തിയല്ല, നമ്മുടെ നാട്ടിൽ പട്ടിക്കൊക്കെ കെട്ടുന്ന തുടൽ, അതുപോലത്തുള്ള തുടലില് 5 വർഷം കപ്പാസ് എന്ന് പറഞ്ഞ ഒരു മുസ്ലിം ദർഗയിൽ കെട്ടിയിട്ടിരുന്ന ഒരു ലേഡിയെ കൊണ്ടു കർത്താവ് സൗഖ്യമാക്കി. അങ്ങനെ പറയാൻ ഒത്തിരി സാക്ഷ്യങ്ങൾ. 3.5 കൊറോണയ്ക്ക് മുമ്പ് ഒരു 3.5 വർഷത്തോളം രാവിലെ 9 മണി മുതൽ
3 മണി വരെ ഒറ്റയിരുപ്പിരുന്ന അതുപോലെ ആളുകളെ ദൈവം, ഞാൻ കടമനിട്ടയിൽ ഓടി നടന്നിട്ടുണ്ട്. എനിക്ക് ആകെപ്പാടെ വിരലിലുണ്ടാവുന്ന ചില വിശ്വാസികളെ എനിക്ക് കടമനിട്ടയിൽ നേടാൻ കഴിഞ്ഞുള്ളൂ. അവിടെയുള്ള മലകളെല്ലാം ഓടി നടന്നു. അതിൽ 3 മിഷണറിമാരെ ദൈവം എനിക്ക് കടമനിട്ടയിൽ തന്നു. ബൈബിൾ കോളേജ് വിടാൻ ദൈവം അവസരം ഒരുക്കി. അല്ലാതെ എനിക്ക് കടമനിട്ടയിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇവിടെ വന്ന് ഞാൻ ചോദിക്കാതെ കർത്താവ് എനിക്ക് ആത്മാക്കൾ ഒരു ദിവസം തന്നെ ചിലപ്പോൾ 10 പേരോട് വരെ പുതുതായി ഉള്ളവരോട് കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, അവർക്ക് രക്ഷാവാചകം പറഞ്ഞു കൊടുക്കാൻ സർവശക്തനായ ദൈവം കൃപ തന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ്. അതിനുശേഷം ഞങ്ങൾക്ക് 4ാമത് ഒരു കുഞ്ഞൂടെ ജനിച്ചു ഇവിടെ വെച്ച്. അവൾക്ക് 6 മാസം പ്രായമുള്ളപ്പോൾ എൻ്റെ സ്നേഹിതനും കുടുംബവും ഞങ്ങളെ വിസിറ്റ് ചെയ്യാൻ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ മകള് ഹാളിൽ നിന്ന് കുഞ്ഞിനെ എടുത്ത് ബെഡ്റൂമിലോട്ട് പോകുന്ന വഴിക്ക് ഇളയൊരു മോനുണ്ടായിരുന്നു. അവൻ പോയി ഉടുപ്പ് കയറി വലിച്ചത്. പക്ഷെ ആ കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് 6 മാസമുള്ള എൻ്റെ കുഞ്ഞ് ബെഡിലേക്ക് വീഴും. പക്ഷേ ഞാൻ അന്നേരം രാത്രി സമയം ഏകദേശം ഒരു 8:30-9 മണിയോളം ഉള്ള സമയമായി. ഞാൻ ചൂട് സമയമുണ്ട്, അല്പം തൈരൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ പുറത്തു പോയി. തിരിച്ചു വരുമ്പോൾ എൻ്റെ വൈഫ് കുഞ്ഞിനെ തോളലിട്ടുകൊണ്ട് വെള്ളം ഒഴിക്കുന്നു, അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? പറഞ്ഞു അവള് വീണതാ. ഒന്ന് കരഞ്ഞു, പിന്നെ കരഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു ബോധം കെട്ടതായിരിക്കും, സാരമില്ല, പെട്ടെന്ന് ഓക്കെ ആവുന്നു. അങ്ങനെ പക്ഷേ ആ ദേവദാസൻ പറഞ്ഞല്ല പാസ്റ്ററെ, പാസ്റ്റർ അങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് സംഭവിച്ചത്. ഇത് ഏകദേശം അരമണിക്കൂറോളം ആവുന്നു, പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അങ്ങനെ ഞാനത് വെച്ചു. എൻ്റെ വൈഫ് നൈറ്റിയിൽ നിന്ന വേഷത്തിൽ തന്നെ കുഞ്ഞിനെ തോളെടുത്തുകൊണ്ട് ഓടി. അദ്ദേഹത്തിന്റെ കാർ വെളി കിടപ്പുണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, അവിടേക്ക് പോയി. രാത്രിയിൽ അവിടെ ഒരു ഡോക്ടർ അകത്തിരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ട്, ഞാൻ കാറിൽ നിന്ന് വൈഫിന്റെ കുഞ്ഞിനെ മാറ്റിട്ട് ഓടി ഡോക്ടറുടെ റൂമിന്റെ വാതിക്കൽ ചെന്നപ്പോൾ എന്റെ കയ്യിൽ ആ കുഞ്ഞിന്റെ പൊസിഷൻ കണ്ടപ്പോഴേ അദ്ദേഹം അവിടെ നിന്ന് അലറി വിളിച്ചു പറഞ്ഞു, ആ ഭാഗം നേരെ ICUലോട്ട് ഓടിക്കോളാൻ പറഞ്ഞു. അന്നേരമാണ് ഞാൻ കുഞ്ഞിനെ നോക്കുന്നത്. നോക്കിയപ്പോഴ് കളറെല്ലാം മാറി, കൈയെല്ലാം ഇങ്ങനെ തളർന്നു കിടക്കുകയാണ്. ഓടി വന്ന് അവർ പൾസ് നോക്കുന്നു, എല്ലാം നോക്കുന്നു. എന്നിട്ട് പറഞ്ഞു ഏത്തോ, ഹിന്ദിയിൽ പറഞ്ഞു ഏത്തോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവിടെ മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് പല ഡോക്ടേഴ്സ് താഴ്ന്നിട്ടുണ്ട്. അവരെല്ലാം ഓടി വരുന്നു, എല്ലാവരും പിടിച്ചു നോക്കുന്നു, ഏത്തോ ഏത്തോ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് പോയി, ഇത് കഴിഞ്ഞു എന്നാണ് ഇവർ പറയുന്നത് മനസ്സിലായി. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് 4ാമത് ഒരു പെൺകുഞ്ഞിനെ തന്നുകൊണ്ട് ഞാൻ അതിനെ കൊന്നതാന്നേ വരത്തുള്ളൂ, കർത്താവെ എന്നെ സഹായിക്കണേന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിനും അവളുടെ പറിച്ച് എഴുതുന്നേ ഉള്ളായിരുന്നു, ചീട്ട് എഴുതുന്നേ ഉള്ളായിരുന്നു. ആ ചീട്ട് എഴുതി നേഴ്സ് എന്നോട് പറഞ്ഞു എന്റെ പുറകെ ഓടി വാന്ന് പറഞ്ഞു. റാമ്പിലൂടെ ഓടാൻ നേരത്ത് ഞാൻ ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറഞ്ഞ് അവളുടെ വാ അല്പം തുറന്നിരിക്കുന്നുണ്ട്, കണ്ണ് പകുതി തുറന്നിരിക്കുകയാണ്. അനക്കമില്ല, ഒരനക്കമില്ല. ഞാൻ വായിലേക്ക് 1 ഊതി അനക്കമില്ല, 2 ഊതി അനക്കമില്ല. 3ാമത് ഊതാൻ നോക്കിയപ്പോഴത്തേക്കാണ് നേഴ്സ് പറഞ്ഞിട്ട് കുറെ ഓടിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ മുകളിലത്തെ നിലയ്ക്ക് ഓടി റാമ്പിന്റെ പകുതി എത്തിയപ്പം അവളെങ്ങനെ എടുത്തോണ്ട് ഓടുകയാണ്. 3ാമത് ഒന്നുകൂടെ ഞാൻ ഊതി. എന്തോ ഒരു ചെറിയ ഫീലിംഗ് എൻ്റെ കൈയുടെ വെള്ളയിൽ എനിക്ക്, അവളുടെ പുറം ഭാഗം എൻ്റെ കൈയുടെ വെള്ളയിൽ ഇരിക്കുക, എന്തോ എനിക്ക് ഫീൽ ചെയ്യുന്ന പോലെ തോന്നി. പക്ഷേ വീണ്ടും ഓടി ICUവിന്റെ ഡോർ ഞങ്ങൾക്ക് തുറന്നു തന്നു. ഞാനും വൈഫും കുഞ്ഞുമായിട്ട് ICUവിന്റെ ഉള്ളിൽ കയറുമ്പം ഒരു 5-6 ഡോക്ടേഴ്സ് വേറൊരു കുഞ്ഞിന്റെ റിപ്പോർട്ടുമായിട്ട് അവിടെ നിൽക്കുകയാണ്. അവർ പെട്ടെന്ന് അനുഷ്ഠിക്കാവുക എന്ത് സംഭവിച്ചു? ഞാൻ പറഞ്ഞു ഇതൊരു കുഞ്ഞ് വീണതാണെന്ന് പറഞ്ഞു. അവർ ഞങ്ങളെ വഴക്ക് പറയാൻ തുടങ്ങി, കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കത്തില്ല അങ്ങനെയെന്ന് പറഞ്ഞ് വഴക്ക് പറയുന്നത്. എന്നിട്ട് ഒരു തടി ടേബിൾ കാണിച്ചിട്ട് പറഞ്ഞു ഇതർ ഡാലോ എന്ന്, അവിടോട്ട് ഇടാൻ പറഞ്ഞു. ഞങ്ങൾ അവിടോട്ട് ഇട്ടു. അപ്പോഴാണ് അവർ പറയുന്നു, ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയുന്നു ഇത് പോയി, ഇത് കഴിഞ്ഞു. ഞാൻ കർത്താവേ, താഴെയും പറഞ്ഞു മുകളിലും പറഞ്ഞു, ഇതെല്ലാം ഒരാളല്ല പല ഡോക്ടേഴ്സ് റിപ്പോർട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് യാഥാർത്ഥ്യം അന്നേരം മനസ്സിലാവുന്നു. ദൈവത്തോട് പറഞ്ഞു ദൈവമേ എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരവിടെ ഇട്ടിട്ട് അവരുടെ പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. ദൈവാത്മാവിനോട് പറഞ്ഞു അവളുടെ അദ്ദേഹത്തെ കൈവച്ചിട്ട് സ്തോത്രം പറയാൻ പറഞ്ഞു. സ്തോത്രം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ 2 പേർക്കും ശരിക്കും അനുഭവിച്ചു. ഒരു മിന്നൽ വീഴുന്ന പോലെ മേളിൽ നിന്ന് ആ ടേബിളിന്റെ മുകളിൽ കുഞ്ഞ് കിടക്കുന്നിടത്തേക്കൊരു എന്തോ ഒന്ന് അടിക്കുന്നത് പോലെ തോന്നി. പെട്ടെന്ന് കുഞ്ഞ് അലറിക്കരഞ്ഞു. പെട്ടെന്ന് ഡോക്ടേഴ്സ് എല്ലാം അലർട്ടായി. അവർ പെട്ടെന്ന് ഒരു ഫിക്സ് പോലെ വന്നു. ഡോക്ടേഴ്സ് പെട്ടെന്ന് തന്നെ ഓക്സിജൻ കാര്യങ്ങളൊക്കെ അവർ വീണ്ടും ക്രമീകരിക്കുകയും രാത്രി തന്നെ CT സ്കാൻ എടുക്കുകയും പിറ്റേന്ന് MRI സ്കാൻ എടുക്കുകയും ചെയ്തിട്ട് പറഞ്ഞു തലയിൽ പല ഭാഗങ്ങൾ ക്ലോട്ടിംഗ് ഉണ്ട്. അവിടുത്തെ മെയിൻ ഡോക്ടർ സുമൻ എന്ന് പറയും, ഇപ്പോഴും അദ്ദേഹം ഉണ്ട്. അദ്ദേഹം എന്നോട് എന്ന് പറഞ്ഞു ഈ കുഞ്ഞ് നോർമലി മറ്റു കുഞ്ഞുങ്ങൾ നടക്കുന്നത് പോലെ നടക്കുവോ, സംസാരിക്കുവോ അങ്ങനെയൊക്കെ ചെയ്താലും ഒരുപക്ഷെ വളരെ താമസിച്ചേ ചെയ്യുള്ളൂ, ചില ഡിഫക്ട്സ് ഉണ്ടാകും എന്ന് പറഞ്ഞു. എന്നാൽ കൃപയാൽ ആ ഒരു ദൈവശക്തി അവളുടെ മേൽ വ്യാപരിച്ചു. ജീവൻ അവളുടെ മേൽ മടങ്ങി വന്നതിന് ശേഷം അവള് നേരത്തെ എങ്ങനെയായിരുന്നു അതുപോലെ അവൾ ചിരിക്കാനും കളിക്കാനും എല്ലാം തുടങ്ങി. പക്ഷേ ഒരു 4-5 ദിവസം അവർ ഒബ്സർവേഷന് വേണ്ടി ICU തന്നെ ഞങ്ങളെ വെച്ചിരുന്നു. പക്ഷെ അതിനുശേഷം
എൻ്റെ മറ്റ് 3 പെൺകുഞ്ഞുങ്ങളായതുകൊണ്ട് അവര് സംസാരിക്കുന്നതിനെക്കാട്ടി മുമ്പേ സംസാരിക്കാനും അവര് ചെയ്യുന്നതിനെക്കാട്ടിലെല്ലാം മുമ്പേ ചെയ്യാൻ ദൈവം അവൾക്ക് കൊടുത്തു. ഇന്ന് അവൾക്ക് 7 വയസ്സുണ്ട്. കൃപയാൽ ദൈവം അത്ഭുതകരമായിട്ട് ദൈവം നടത്തുന്നു. മിനിസ്റ്ററുള്ള ബന്ധത്തില് പലയിടങ്ങളിലായി യാത്ര ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടു. ഞങ്ങളെ ഓർത്തും ഞങ്ങളുടെ മിനിസ്ട്രി ഓർത്തും പ്രത്യേകിച്ച് ഇവിടെ രാജസ്ഥാനിലെ ഉദയ്പൂരിലുള്ള രാജസ്ഥാൻ പെന്തക്കോസ്റ്റൽ ചർച്ച് എന്നാണ് ഈ ചർച്ചിന്റെ പേര്. തോമസ് മാത്യൂസിന്റെ കൃപയാൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ചർച്ചാണ്. അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോൾ ഇവിടെ ശുശ്രൂഷിക്കുന്നു. അദ്ദേഹത്തോട് ചേർന്ന് ഞാൻ ഒരു അസോസിയേറ്റ് പാസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പൊ തന്നെ ഇവിടെ ഒരു മലയാളം സർവീസ് എല്ലാ ശനിയാഴ്ചകളും തോമസ് മാത്യൂസ് സാറിന്റെ കാലം മുതൽ തുടങ്ങിയതാണ്. അതിന് നേതൃത്വം നൽകാൻ ദൈവം കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതാപിതാക്കൾ പ്രായമായിരിക്കുകയാണ്. ഞാൻ ഒരു മോനെയുള്ള എൻ്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്. എങ്കിലും അവരെയൊക്കെ ഓർത്ത് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. എൻ്റെ മറ്റ് സഹോദരങ്ങളൊക്കെ ശുശ്രൂഷയിലായിരിക്കുന്നു. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനെ അവസരം നൽകിയ ആരോമ ടിവിക്കും ദൈവദാസനും കുടുംബത്തിനും എല്ലാം ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. ഞങ്ങളെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും, പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഇത്രയും സമയം ഒന്ന് വിവരിച്ച് പറയാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ലഭിച്ചു. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ പല സാഹചര്യം നിർണായകമായ ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലെങ്കിൽ ഈ ദൈവത്തിന്റെ വചനം നമ്മോട് കൃത്യമായി സംസാരിക്കും. ഈ വചനത്തിന് നമ്മെ നയിക്കാൻ കഴിയും. കർത്താവ് നമ്മളിലൂടെ ഈ തലമുറയിൽ വൻ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കും ഇതൊരു അനുഗ്രഹ കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം സഹായിക്കും. ആമേൻ. താങ്ക് യു കർത്താവ് പാസ്റ്റർ ജോസ് വർഗീസ്. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ ദാസന് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ അത് എത്ര വർണ്ണിച്ചാലും തീരുകയില്ല. ഒരായുസ് മുഴുവനും പറഞ്ഞാൽ തീരാത്ത ദൈവീയ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് ദൈവം തൻ്റെ വേലയ്ക്കായിട്ട് തിരഞ്ഞെടുക്കുന്നതിനായി ദൈവം കൊണ്ടുപോയ ചില വഴികൾ, അതിനകത്ത് നേരിട്ട ചില തിക്താനുഭവങ്ങൾ, ദൈവം അതിൽ നിന്നൊക്കെ വിടുവിച്ച് ദൈവത്തിൻ്റെ മകനായി കർത്താവ് ഒരുക്കിയെടുത്തതായ അത്ഭുതകരമായ വഴികളെ, അതുപോലെ അത്ഭുത രോഗസൗഖ്യം, പല വിഷയങ്ങൾ പങ്കുവയ്ക്കുവാൻ ഇടയായി തീർന്നു. നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇനിയുള്ള കാലത്തും ദൈവദാസൻ്റെ ജീവിതത്തിൽ കാണുവാൻ, അനേകരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹവും ആശ്വാസമായി തീരുവാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവസനൽ കേട്ട ഈ ജീവിതാനുഭവങ്ങൾ നമുക്ക് എവർക്കും അനുഗ്രഹമായി തരേണ്ടതിന്, സർവോപരി ദൈവനാമ മഹത്വത്തിന് കാരണമായി തരേണ്ടതിന് നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കർത്താവിൻ്റെ ദാസൻ ചുരുക്കവാചകങ്ങൾ നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ഈ ആരോമ ടിവിയുടെ പ്ലാറ്റ്ഫോമിലൂടെ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സാക്ഷ്യം കർത്താവ് നൽകിയ ജീവിതാനുഭവങ്ങൾ ഷെയർ ചെയ്യുവാനും ഇങ്ങനെ ഒരു അവസരം ദൈവം തന്നതിനായി സ്തോത്രം. കർത്താവെ, ഈ സാക്ഷ്യം കേൾക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആരെങ്കിലും ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ കർത്താവെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ, കർത്താവെ ഞങ്ങൾ കടന്നുപോയ സാഹചര്യങ്ങൾ അനേകരുടെ വിടുതലിന് അത് കാരണമായി തീരുവാൻ കർത്താവെ അങ്ങ് ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു എന്നുള്ളത് കർത്താവെ അനേകർക്ക് അനുഭവിച്ചറിയുവാനും, അനേകർക്ക് ദൈവിക സമാധാനം ലഭിക്കുവാനും, ദൈവിക വിടുതൽ അനുഭവിക്കുവാനും യേശു ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. മരിച്ചവരെ ഉയർപ്പിക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയും. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അങ്ങയുടെ വചനത്തിന് ജീവിപ്പിക്കുവാനുള്ള ശക്തി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവെ അനേകരുടെ രക്ഷയ്ക്കും വിടുതലിനും അത് കാരണമായി തീരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിക്കണമേ. എല്ലാ ഞങ്ങളുടെ പ്രേക്ഷക സഹോദരങ്ങളെയും ഇത് കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുകയും അവരുടെ കുടുംബങ്ങൾ, അവരുടെ ജീവിതാനുഭവങ്ങൾ, അവരുടെ തലമുറകൾ എല്ലാം, അവരുടെ ശുശ്രൂഷകൾ എല്ലാം അനുഗ്രഹമായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന് ചുമച്ചു കൊടുക്കുന്ന അങ്ങയുടെ അഭിഷിക്ത ദാസനെയും കുടുംബത്തെയും ഈ പ്രവർത്തനത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കണമേ. ഇത് നിമിത്തം ലക്ഷോപലക്ഷം ജീവിതങ്ങളുടെ വിടുതൽ ഉണ്ടാകുവാൻ സ്വർഗ്ഗത്തിൽ ദൈവം സഹായിക്കണം. എല്ലാം അവിടുത്തെ നാമമഹത്വം തീരണം. കർത്താവെ, അങ്ങയുടെ വരവ് ഏറ്റവും ആസന്നമായ കാലഘട്ടത്തിൽ അങ്ങയ്ക്ക് വേണ്ടി നിൽക്കുവാൻ, അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളുടെ മേൽ ആ ദൈവശക്തി പകർന്ന് സഹായിച്ചാട്ട് മഹത്വം എല്ലാം എടുത്താട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവ് പാസ്റ്റർ ജോസ് വർഗീസ്. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി
പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസനോടും കുടുംബാംഗങ്ങളുമായ നന്ദിയെ സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുക, നല്ല സാക്ഷ്യം വഹിപ്പാൻ ഏറെ അവസരങ്ങൾ കർത്താവിനെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ പ്രേക്ഷകരോടുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ ജീവിതാനുഭവം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് നിങ്ങൾ സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിപ്പാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യവും വചനചിന്തകളുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.